ഇങ്ങനെ ഒരു സംവാദം സംഘടിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് പല ആളുകളുടെ ഇടയിൽ നിന്നും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വരികയുണ്ടായി. എന്തുകൊണ്ട് ഖുർആൻ പോലെയുള്ള ഒരു വിശുദ്ധ ഗ്രന്ഥത്തെ വെച്ചുകൊണ്ട് സംവാദം നടത്തേണ്ടതുണ്ട്? കാലങ്ങളായി അംഗീകരിക്കപ്പെട്ട സത്യം ആണ് ഖുർആനിലുള്ളത്. അതുകൊണ്ട് തന്നെ ദൈവിക വെളിപാട് കിട്ടിയ ഒരു ഗ്രന്ഥം എന്ന നിലയിൽ ഖുർആനെതിരെ അല്ലെങ്കിൽ ഖുർആൻ പോലെയുള്ളൊരു മതസംഹിതക്കെതിരെയോ സംസാരിക്കേണ്ടതുണ്ടോ എന്നുള്ള ആശങ്ക ചില സുഹൃത്തുക്കൾ പങ്കുവയ്ക്കുകയുണ്ടായി. ഇത് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാറുണ്ട്. മതം, പ്രത്യയശാസ്ത്രം ഒക്കെ ചർച്ചകൾക്ക് വിധേയമായി നവീകരിക്കപ്പെടുന്ന അവസ്ഥയിലാണ് സമൂഹം കൂടുതൽ പുരോഗമനാത്മകമാകുന്നത്. ഈ സംവാദം സംഘടിപ്പിച്ചതിൻ്റെ പിന്നിലുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് ഫേസ്ബുക്കിലും അതുപോലെ മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ നിരന്തരമായി ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എന്തുകൊണ്ട് നിങ്ങൾക്കൊരു ഓപ്പൺ ഡിബേറ്റ് നടത്തിക്കൂടാ? അത് പ്രത്യേകിച്ചും ഇസ്ലാമിൻ്റെ ഭാഗത്തു നിന്നുള്ള, ഇസ്ലാമിന് വേണ്ടി അല്ലെങ്കിൽ ഇസ്ലാമിക വിശ്വാസികളായിട്ടുള്ള ആളുകളാണ് ഈ ചോദ്യം നമ്മളോട് ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. കാരണം ഈ ആളുകളുടെ അഭ്യർത്ഥന പ്രകാരം നമ്മൾ പല ആളുകളോടും സംവാദത്തിന് തയ്യാറുണ്ടോ എന്നുള്ള രീതിയിൽ നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ ആളുകളൊക്കെ ഈ സംവാദം നടത്തുക അല്ലെങ്കിൽ പരസ്യമായി നടത്തുന്ന ആളുകളൊക്കെ ഒരിക്കലും അതിന് തയ്യാറായി വന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. പ്രത്യേകിച്ചും ഒരു ഇസ്ലാമിക സമൂഹത്തിൽ നിന്നും ഇസ്ലാമിനെ പഠിക്കുകയും അതിനുശേഷം ഇസ്ലാമിൽ നിന്ന് വെളിയിൽ പോവുകയും ചെയ്ത ഒരാൾ ആയിട്ടുള്ള ഒരു സംവാദത്തിന് ഒരു ഇസ്ലാമിസ്റ്റുകളും തയ്യാറായി കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു വെളിച്ചത്തിൽ ഇത്തരം ഒരു സംവാദത്തിന് ഒരാൾ തയ്യാറായി വരിക എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. കാരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നു ഒരു ഇസ്ലാമിൻ്റെ പുറത്തുപോയ ഒരു യുക്തിവാദിയും അല്ലെങ്കിൽ ഒരു മതനിഷേധിയും ഒരു ഹാർഡ് കോർ ബിലീവറായിട്ടുള്ള അല്ലെങ്കിൽ ഒരു തീവ്രമായ മതബോധവും വിശ്വാസവും ഉള്ള ഒരാൾ തമ്മിലുള്ള സംവാദം കേരളത്തിൽ ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഒരിക്കൽ കൂടി അദ്ദേഹത്തെ പ്രത്യേകിച്ച് ഇതിനു വേണ്ടി ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. കാരണം അദ്ദേഹം ഇപ്പോൾ ഈ മുഹമ്മദ് വേളം, അദ്ദേഹം സോൾഡാറ്റിയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ്. അദ്ദേഹം ഈ സംവാദത്തിന് തയ്യാറായത് തന്നെ അദ്ദേഹത്തിന് കൂടുതൽ പുരോഗമനാത്മകമായ ഒരു ചിന്തയുള്ളതുകൊണ്ടാണ്. കാരണം സംവാദങ്ങൾ നടക്കുന്ന സ്ഥലത്താണ് കൂടുതൽ പുതിയ ചിന്തകൾ ഉദയം കൊള്ളുന്നത്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ സംസാരിക്കുന്നത് അയ്യൂബ് മൗലവിയാണ്. അദ്ദേഹം മുൻകാലത്ത് ഒരു പള്ളിയിലെ ഖത്തീബായും മറ്റ് വിവിധ തുറകളിലും ജോലി ചെയ്യുകയും അതിനുശേഷം ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി, അതിൻ്റെ ആധികാരിക ഗ്രന്ഥങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി, ഇസ്ലാമിൻ്റെ കുപ്പായം വലിച്ചെറിഞ്ഞ് ഒരു മനുഷ്യനായി ജീവിക്കാൻ തീരുമാനിച്ച വ്യക്തിയാണ് അയ്യൂബ്. അദ്ദേഹത്തെ ഈ സംവാദത്തിൻ്റെ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഈ സംവാദത്തെ നിയന്ത്രിക്കുന്നത് ഡോക്ടർ KR വാസുദേവനാണ്. അദ്ദേഹം മഞ്ചേരി സ്വദേശിയാണ്. നമുക്കറിയാം, ദീർഘകാലമായി യുക്തിവാദ പ്രവർത്തനത്തിലും അതുപോലെ സ്വതന്ത്ര ചിന്താ രംഗത്തുമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം കോവിഡ് ട്രസ്റ്റിൻ്റെ മുൻ ചെയർമാനാണ്.
അദ്ദേഹത്തെ ഈ സംവാദം നിയന്ത്രിക്കുന്നതിന് മോഡറേറ്ററായി ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ സംവാദത്തിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരു മോഡറേറ്റർ എന്ന നിലയിൽ തികച്ചും നിഷ്പക്ഷമതിയായ ഒരാളായിരിക്കണം ഞാൻ, അങ്ങനെ ആകുകയും ചെയ്യും. നേരത്തെ സിദ്ദിഖ് തൊടുകൂടെ പറഞ്ഞതുപോലെ സംവാദങ്ങൾ കൂടുതൽ അറിവിലേക്ക് മനുഷ്യനെ നയിക്കുന്നു. സംവാദങ്ങളില്ലാതെ വന്നാൽ അറിവുകൾ പരിപൂർണതയിലുണ്ടാവില്ല. അതുകൊണ്ട് മതത്തെക്കുറിച്ചായാലും ശാസ്ത്രത്തെക്കുറിച്ചായാലും ഏത് വിഷയത്തെക്കുറിച്ചായാലും സംവാദങ്ങൾ എപ്പോഴും നല്ലതാണ്. ഈ സംവാദത്തിൽ ഏതെങ്കിലും മതത്തിനെയോ ഏതെങ്കിലും വ്യക്തിയെയോ കടന്നാക്രമിക്കാനോ അല്ലെങ്കിൽ താറടിച്ച് കാണിക്കാനോ ഉള്ള ശ്രമം യുക്തിവാദി സംഘത്തിൻ്റെ ഭാഗത്തുനിന്നില്ല എന്നാദ്യമേ തന്നെ ഞാൻ ഉറപ്പ് നൽകുന്നു. ഈ സംവാദത്തിൽ തികച്ചും ഒരു വികാരപരമായിട്ടല്ല ഇതിനെ നേരിടേണ്ടത് എന്നതുകൂടി ഞാനിതിനെ ഓർപ്പിക്കുകയാണ്. പലപ്പോഴും ഈ മതത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പം വികാരം ആളിക്കത്താറുണ്ട്. പലരും അത്തരം വികാരങ്ങൾ പുറത്തെടുക്കാറുണ്ട്. അതൊന്നും ഈ സംവാദത്തിൽ ഉണ്ടാവരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ സംവാദത്തിൽ രണ്ടു പേർക്കും തുല്യമായ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ സംവാദം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒന്ന്, വിഷയം അവതരിപ്പിക്കുന്ന അയ്യൂബ് മൗലവിക്ക് 40 മിനിറ്റും, രണ്ടാമത് സംസാരിക്കുന്ന സുഹൃത്തിന് 40 മിനിറ്റും, അതിനുശേഷം 30 മിനിറ്റ് വീതം രണ്ടു പേർക്കും വീണ്ടും സംസാരിക്കാൻ അവസരം കൊടുത്തുകൊണ്ടാണ് ഈ സംവാദം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ സദസ്സിൽ നിന്നുള്ള ആൾക്കാർ ഏതെങ്കിലും തരത്തിൽ അവർക്ക് ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച്, ഈ സംസാരിക്കുന്ന വിഷയത്തെക്കുറിച്ച് സംശയം തോന്നിക്കഴിഞ്ഞാൽ അതൊരു വെള്ളക്കടലാസിൽ എഴുതി ഇത് കളക്ട് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും, അവരുടെ കയ്യിൽ കൊടുക്കണം. അത് ഇവിടെ ഈ രണ്ടു പേർക്കും തുല്യ സമയം കൊടുത്തുകൊണ്ട് തന്നെ അവർക്ക് ആ ചോദ്യങ്ങൾ കൊടുക്കുന്നതാണ്. അവരതിന് മറുപടി പറയും. അതല്ലാതെ ഓപ്പണായിട്ട് നേരിട്ടുള്ള ചോദ്യങ്ങളോ ഉത്തരങ്ങളോ ഈ സംവാദത്തിൽ ചില പ്രത്യേക കാരണങ്ങളാൽ ഉണ്ടാവുന്നതല്ല എന്നുകൂടി ഓർപ്പിച്ചുകൊണ്ട് ഈ സംവാദത്തിലേക്ക് ഞാൻ ഈ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി അയ്യൂബ് മൗലവിയെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മോഡറേറ്റർ, മറ്റ് മുഹമ്മദ് വേളം, മറ്റു സദസ്സിലും വേദിയിലുമുള്ള മാന്യ വ്യക്തിത്വങ്ങൾ, ഈ സംവാദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവലം ഒരു വാദപ്രതിവാദം നടത്തി തോൽപ്പിക്കലോ ജയിപ്പിക്കലോ അല്ല, മറിച്ച് സത്യം കണ്ടെത്താനുള്ള ഒരു മാർഗമായി ഞാൻ ഇതിനെ കാണുന്നു. ഞാൻ ജനിച്ചു വീണത്, എൻ്റെ മാതാപിതാക്കൾ മുസ്ലിങ്ങളായിരുന്നു. അങ്ങനെ ഞാൻ മുസ്ലിമായി പിറന്നു, ഇസ്ലാം മതത്തെക്കുറിച്ച് പഠിച്ചു. അങ്ങനെ അത് ശരിയല്ല എന്ന് തോന്നി ഞാൻ ഒരു സ്വതന്ത്ര ചിന്താഗതിക്കാരനായി. അങ്ങനൊരു മാറ്റത്തിൻ്റെ വഴിയിലാണ് ഞാനുള്ളത്. വീണ്ടും ഇത് തെറ്റാണ്, ഇത് തന്നെയാണ് ശരി എന്നെന്നെ ബോധ്യപ്പെടുത്തിയാൽ നിസ്സംശയം ഞാൻ അതിലേക്ക് തിരിച്ചു പോവാനും അതിൽ അടിയുറച്ച് പ്രവർത്തിക്കുവാനും തയ്യാറാണ്. വിഷയത്തിലേക്ക് വരികയാണ്. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഇഅ്ജാസുൽ ഖുർആൻ, ഖുർആനിൻ്റെ അമാനുഷികത എന്നതാണ്. ഇത് പറയുമ്പോഴും ഏതെങ്കിലും വ്യക്തികളെയോ സംഘടനയെയോ കൊച്ചാക്കി കാണാനല്ല, മറിച്ച് ഖുർആനിൻ്റെ ആശയതലങ്ങളെയും വിമർശനാത്മകമായി നോക്കിക്കാണാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഖുർആനിൻ്റെ അമാനുഷികത ഏതടിസ്ഥാനത്തിലാണ് അതിന് അമാനുഷികതയുള്ളത് അത് പരിശോധിക്കുവാൻ, ഖുർആൻ അമാനുഷികമാണ് എന്നതിനുള്ള തെളിവ് ഖുർആൻ തന്നെയാണ്. ഖുർആൻ അമാനുഷികമാണെന്ന് പറയാൻ
മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്നത് ബാഹ്യമായ തെളിവല്ല, ഖുർആൻ തന്നെയാണ് ഖുർആനിൻ്റെ അമാനുഷികത എന്നാണ്. അതുകൊണ്ട് ഖുർആൻ അമാനുഷികമല്ല എന്നതിനും തെളിവ് ഞാൻ ഖുർആനിൽ നിന്ന് തന്നെയാണ് ഉദ്ധരിക്കുന്നത്. ഖുർആനിൽ അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. സൂറത്തുൻ നിസായിലെ ഒരു വചനമാണത്, 78-ാമത്തെ വചനമാണ്. അതിൽ പറയുന്നത് അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഖുർആനിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. അള്ളാഹുവിൻ്റെ നിന്നല്ല അത് അവതീർണമായിട്ടുള്ളതെങ്കിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ അതിൽ നിങ്ങൾക്ക് കാണുമായിരുന്നു. ഖുർആൻ അമാനുഷികമോ മാനുഷികമോ എന്ന് പരിശോധിക്കേണ്ടത് ഖുർആനിൽ വല്ല വൈരുദ്ധ്യമുണ്ടെങ്കിൽ അത് അള്ളാഹുവിൽ നിന്നുള്ളതല്ല, വൈരുദ്ധ്യമില്ലെങ്കിൽ അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അള്ളാഹ് പറഞ്ഞു വൈരുദ്ധ്യമുണ്ടാവില്ല എന്ന അർത്ഥത്തിലാണ് ഈ ഒരാഹ്വാനം. ഖുർആനിൽ നിന്നൊരു വൈരുദ്ധ്യം നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിൻ്റേതായിരിക്കില്ല എന്നാണ്. അവിടെ നിന്നുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ഒരുപാട് വൈരുദ്ധ്യങ്ങൾ എനിക്കറിയാം, നിങ്ങൾക്കും സദസ്സിനും മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണം പറയുന്നു. അനന്തരാവകാശ നിയമം. ഇപ്പോൾ മരിച്ച ആളുടെ സ്വത്ത് വിഭജിക്കൽ അള്ളാഹു 3 ആയത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പരമാവധി. സൂറത്തുൻ നിസായിലെ 11, 12, 176. ഇതിൽ സൂറത്തുൻ നിസായിൽ 4:12 വലക്കും നിസ്ഫുമാ തറക അസ്വാജുക്കും ഇല്ലം യകുല്ലഹുന്ന വലദുൻ. ഒരു സ്ത്രീ മരിച്ചു, അവൾക്ക് അവകാശികളായിട്ടുള്ളത് ഭർത്താവ്, 2 സഹോദരിമാർ, 3 കൂട്ടർ. ഒന്ന്, ഒരു സ്ത്രീ മരിച്ചു, സ്ത്രീക്ക് അവകാശികളായിട്ടുള്ളത് ഭർത്താവ്, 2 സഹോദരിമാർ. ഈ സ്ത്രീയുടെ സ്വത്ത് വിഭജിക്കേണ്ടത് എങ്ങനെയെന്ന് അള്ളാഹ് പറഞ്ഞു കൊടുക്കുന്നത് വലക്കും നിസ്ഫുമാ തറക അസ്വാജുക്കും ഇല്ലം യകുല്ലഹുന്ന വലദുൻ. ഈ സ്ത്രീയുടെ സ്വത്തിൻ്റെ നേരെ പകുതി, നിസ്ഫ്, ഭർത്താവിനുള്ളതാണ്. സഹോദരിമാരെ പറ്റി പറയുന്നത് ഫഇൻ കാനത സ്നതൈനി ഫലഹുമ സുലുസാനി മിമ്മാ തറക. സഹോദരിമാർക്ക് 3/2 സുലുസാനിയാണ്. ആകെ സ്വത്തിൻ്റെ 2/3 വിഹിതം സഹോദരിമാർക്കാണ്. ഞാൻ ഒന്നും കൂടി പറയാം, അവ്യക്തത ഉണ്ടായിക്കൂടല്ലോ. ഒരു സ്ത്രീ മരിച്ചു, ആ സ്ത്രീക്ക് സ്വത്തായിട്ട് അവശേഷിക്കുന്നത് 6000 രൂപ, അല്ലെ 6 ലക്ഷമാക്കാം. ഞാൻ ഉദാഹരണത്തിന് വേണ്ടി 6000 എന്ന് പറയുന്നു. ഒരു സ്ത്രീ മരിച്ചു, അവൾക്ക് സ്വത്തായിട്ടുള്ളത് 6000 രൂപ. 6000 രൂപ ഓരി വെക്കാൻ അള്ളാഹ് പറഞ്ഞു തന്നത് നിസ്ഫ്, പകുതി, 6000ൻ്റെ പകുതി ഭർത്താവിന് കൊടുക്കണം. വലക്കും നിസ്ഫുമാ തറക. ആ സ്ത്രീയുടെ സ്വത്തിൻ്റെ പകുതി ആർക്ക് കൊടുക്കണം? ഭർത്താവിന് കൊടുക്കണം, മക്കളില്ലെങ്കിൽ. അപ്പോൾ അവിടെ 3000, 6000ൻ്റെ നേർ പകുതി 3000 ഭർത്താവിന് കൊടുത്തു. സഹോദരിമാർക്ക് അള്ളാഹ് കൊടുക്കാൻ പറഞ്ഞത് സുലുസാനിയാണ്, 2/3 ഭാഗം. 6000നെ 3 വിഭജിച്ചാൽ 4 റുപ്പിക അല്ലെങ്കിൽ 4000 രൂപ സഹോദരിമാർക്ക് കൊടുക്കണം. സഹോദരിമാർക്ക് 4000 കൊടുത്താൽ 3000 കൊടുക്കാൻ ഭർത്താവിന് കൊടുക്കാൻ തികയുന്നില്ല. ഭർത്താവിന് 3000 കൊടുത്താൽ 4000 കൊടുക്കാനും തികയുന്നില്ല. അള്ളാഹ് പറഞ്ഞത് കൃത്യമായൊരു ഓഹരി വിഹിതം, ഒരു കൃത്യമായൊരു കണക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, ഒരു സ്ത്രീ മരിച്ചു, ആ സ്ത്രീക്ക് മക്കളില്ലെങ്കിൽ ആ സ്ത്രീ വിട്ടേച്ചു പോയത് സ്വത്തിൻ്റെ പകുതി ഭർത്താവിന് കൊടുക്കണം. ആ സ്വത്തിൻ്റെ 2/3 ഭാഗം സഹോദരിമാർക്കാണ്.
ഇവിടെ ഒന്നും കൂടി പറയുന്നു, ആകെ സ്വത്ത് 6000 രൂപ. ആ സ്വത്തിൻ്റെ നേർപകുതി ഭർത്താവിന് 3000 രൂപ കൊടുത്തു. സഹോദരിമാർക്ക് 4000 രൂപയും കൊടുക്കണം. പക്ഷേ ഒരാൾക്ക് 4000 കൊടുത്താൽ ഇവിടെ 3000 കൊടുക്കാൻ തികയില്ല, ഇവിടെ 3000 കൊടുത്താൽ അവിടെ 4000 കൊടുക്കാനും തികയുന്നില്ല. ഇതെന്തുകൊണ്ട് എങ്ങനെ വന്നത്? അള്ളാഹുവിന് മണൽത്തരികളെപ്പോലും അറിയാൻ കഴിവുള്ളവനല്ലയോ? ഈ ആയത്ത് അവസാനിക്കുന്നത് തന്നെ വല്ലാഹു യുബയ്യിനു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് വിശദീകരിച്ചു തരികയാണ്, അൻ തളില്ലു, നിങ്ങൾ പയച്ചു പോവാതിരിക്കുവാൻ. മനുഷ്യനുണ്ടാക്കുന്ന കണക്കാണെങ്കിൽ മനുഷ്യൻ തെറ്റിപ്പോകും. മനുഷ്യന് തെറ്റുപറ്റാണ്ടിരിക്കാൻ മനുഷ്യനെ സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന അള്ളാഹു പറഞ്ഞു കൊടുത്തതാണ് ഈ ഒരു ഓഹരി ക്രമം. അപ്പോൾ ഇവിടെ ഈ അള്ള പറഞ്ഞ ഓഹരി നമുക്കൊന്നും ഓഹരിയാക്കാൻ കഴിയുന്നില്ല. അള്ള പറഞ്ഞു ഭർത്താവിന് പകുതി കൊടുക്കണം, സഹോദരിമാർക്ക് 3/2, 2 ഭാഗം കൊടുക്കണം. ഇതെങ്ങനെ ഇങ്ങനെ ഒരുക്കാൻ കഴിയാത്ത ഒത്തിരി കണക്കുകളുണ്ട്. ഞാൻ അത് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം മറ്റിലേക്കൊന്ന് വരാം. മറ്റൊന്ന് ഞാൻ പറഞ്ഞു, ഖുർആനിൽ വൈരുദ്ധ്യം ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തന്നാൽ അള്ള തന്നെ പറഞ്ഞു അത് അള്ളാഹുവിൻ്റേതല്ല. വൈരുദ്ധ്യം അപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കേണ്ടത് നമ്മൾ തമ്മിലാണല്ലോ. ഉണ്ട് എന്ന് ഞാൻ തെളിയിച്ചു കഴിഞ്ഞു. അടുത്തൊരു ഉദാഹരണം, വൈരുദ്ധ്യം ഉണ്ട് എന്നതെനിക്ക് മറ്റൊരു ഉദാഹരണം പറഞ്ഞോട്ടെ. വഹാദ ലിസാനുൻ അറബിയുൻ മുബീൻ, ഖുർആനിൽ പറയാണ്, ഖുർആൻ എന്നത് വ്യക്തമായ അറബി ഭാഷയിലാണ്. വേറെ സ്ഥലത്ത് വനസ്സൽന അലൈക്കൽ കിതാബ തിബിയാനൻ ലികുല്ലി ഷൈഇൻ, ഖുർആനിലുള്ള ആശയങ്ങൾ കൃത്യതയും വ്യക്തതയുമുള്ള അറബി ഭാഷയിലാണ് ഖുർആൻ ഇറക്കിയത്. അത് കൃത്യമായി വിശദീകരിക്കാൻ കഴിയുന്ന, കൃത്യമായി ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയുന്ന ഇതാണ് ഖുർആൻ എന്ന് പറയുന്നു. ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നു വഉഖറു മുതശാബിഹാത്ത്, അത് ആശയ വ്യക്തമില്ലാത്തതാണ്, കൃത്യതയില്ലാത്തതാണ്. ഒരു സ്ഥലത്ത് പറയുന്നു വ്യക്തമാണ്, കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്, വ്യക്തമാണ്. ഒരു സ്ഥലത്ത് പറയുന്നു വ്യക്തമല്ല എന്ന് പറയുന്നു. ആ വ്യക്തമില്ല എന്നുള്ളവർക്ക് 1-2 കാര്യം പറഞ്ഞോട്ടെ. വഉഖറു മുതശാബിഹാത്ത്, ഖുർആൻ അറബി ഭാഷയിൽ ഇറങ്ങിയതല്ലേ, അറബികൾക്കെങ്കിലും അത് മനസ്സിലാകണ്ടേ. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ, ഖുർആനെ വളരെ സിമ്പിളാണ് പഠിക്കുന്നവർക്ക്. ഖുർആൻ ഒരാൾ പഠിക്കാൻ ശ്രമിച്ചാൽ വളരെ എളുപ്പമാണ് പഠിക്കാൻ. നിങ്ങൾ ആലോചിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ അറബിയിലിറങ്ങിയ ഖുർആൻ അറബികൾക്കെങ്കിലും അത് മനസ്സിലാകണ്ടേ. മലയാളികളും അറബികളല്ലാത്തവരെ വിടുക. കൃത്യമായ അറബി ഭാഷയിൽ ഇറങ്ങിയിട്ട് അറബിയിൽ പോലും ഒരു ഏകസ്വരമുള്ള ഒരു ഖുർആനില്ല, ഏക അഭിപ്രായങ്ങളില്ല. മുഹമ്മദ് നബി അവതരിച്ച ആ സമൂഹത്തിന് ആ കാലഘട്ടത്തിൽ തന്നെ ഒത്തിരി അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. 1400 വർഷങ്ങൾ ഇപ്പുറത്തെത്തിയപ്പോൾ ഈ 21-ാം നൂറ്റാണ്ടിൽ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താണ്? ഓരോരുത്തർക്കും ഓരോ ഖുർആനാണുള്ളത്, ഓരോരോ വ്യാഖ്യാനമാണുള്ളത്. അത് ആശയം വ്യക്തമല്ലാത്തതിൻ്റെ സൂചനയാണ്. ഏതായാലും ഞാൻ അതിലേക്ക് ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. ഒരു സ്ഥലത്ത് കൃത്യതയുണ്ടെന്ന് പറയുന്നു, ആശയങ്ങൾ കൃത്യമായി വിശദീകരിക്കുന്നു, കൃത്യമായി അവലോകനം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മറ്റൊരു ഭാഗത്ത് ആശയങ്ങൾ അവ്യക്തമാണ്, മുബ്ഹമാണ്, മുതശാബിഹാണ് എന്ന് ധരിപ്പിക്കുന്നു. വേറെ സ്ഥലത്ത് ഖുർആനിലെ പദങ്ങൾ മാറ്റത്തിന് വിധേയമല്ല, ലാ തബ്ദീല ലികലിമാത്തില്ല, ഖുർആനിലെ പദങ്ങൾ മാറ്റത്തിന് വിധേയമല്ല. മറ്റൊരു സ്ഥലത്ത് മാറ്റത്തിന് വിധേയമാണ് എന്ന് പറയുന്നു. ഇങ്ങനെ ഒത്തിരിയുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഒന്ന് മതിയല്ലോ. ഖുർആൻ മാറ്റത്തിന് വിധേയമാണ്, മാറ്റത്തിന് വിധേയം, ലാ തബ്ദീല ലികലിമാത്തില്ല, ഖുർആനിൻ്റെ പദങ്ങൾ മാറ്റാൻ പറ്റില്ല, മാറ്റുന്നതല്ല. ഒരായത്ത് മറ്റൊരായത്തുമായി മാറ്റും,
സന്ദർഭോചിതമായി അള്ളാഹു അത് മാറ്റും, ഒന്ന് പറ്റൂലെങ്കിൽ വേറൊന്നെല്ലാം ഇറക്കി കൊടുക്കും എന്ന് പറയും. അപ്പം മാറ്റൂല എന്ന് പറയുന്നു. ഞാൻ തുടങ്ങി വെച്ചത് ഒരു വിഷയം, ഒന്നാമത്തെ എൻ്റെ ഭാഗം അഫലായ തദബ്ബറൂനൽ ഖുർആനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ചിന്തിച്ചപ്പോൾ അള്ളാഹ് എന്ത് പറഞ്ഞു? വൈരുദ്ധ്യം ഖുർആനിൽ കണ്ടെത്തുമായിരുന്നുവെങ്കിൽ അത് അള്ളാഹുവിൻ്റേതായിരിക്കില്ല. അങ്ങനെ ഒരു 2 ഉദാഹരണം ഞാൻ പറഞ്ഞു. ഒന്ന്, മരണാനന്തരമുള്ള സ്വത്ത് ഫറായിദ് അനന്തരാവകാശ നിയമങ്ങളിൽ ഒരു സ്ത്രീ മരിച്ചു, ആ സ്ത്രീക്ക് 6000 രൂപയുണ്ട്. അള്ളാഹ് പറഞ്ഞു നേരെ പകുതി മക്കളില്ലെങ്കിൽ, ആ മരിച്ച സ്ത്രീക്ക് മക്കളില്ലെങ്കിൽ നേരെ പകുതി ഭർത്താവിനുള്ളതാണ്. ആ സ്ത്രീക്ക് 2 സഹോദരിമാരുണ്ട്. എങ്ങനെ കൊടുക്കണം? സുലുസാനി 3/2 കൊടുക്കണം. ഈ 6000 രൂപയുടെ 4 രൂപ, അത് 6 റുപ്യാകാം 7 റുപ്യാകാം, എത്ര പൈസയും കിട്ടും. ഞാനൊരു ഉദാഹരണത്തിന് കണക്ക് പറഞ്ഞാണ്. ആ 6 റുപ്യയിൽ നിന്ന് അല്ലെങ്കിൽ 6000 രൂപയിൽ നിന്ന് 4000 സഹോദരിക്ക് കൊടുത്താൽ 3000 കൊടുക്കാൻ തികയില്ല. ഈ ഒരു കണക്ക് നമ്മൾ കൃത്യമായി ഞാൻ ഉണ്ടാക്കിയതല്ല. ഉമർ ഖത്താബിൻ്റെ ഭരണകാലത്ത് ഒരു ഭർത്താവ് വന്നിട്ട് അവകാശപ്പെട്ടു, അല്ലയോ ഭരണാധിപനെ ഉമറേ, എൻ്റെ ഭാര്യ മരിച്ചിട്ടുണ്ട്, എൻ്റെ ഭാര്യയ്ക്ക് ഉള്ള സ്വത്തിൻ്റെ നേരെ പകുതി എനിക്ക് കിട്ടണമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിൽ എനിക്ക് പകുതി കിട്ടേണ്ടതാണ്. 2 സഹോദരിമാരും ഇതുപോലെ വന്ന് പറഞ്ഞു, എൻ്റെ സഹോദരി മരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് സുലുസാനി 3/2 കിട്ടണമെന്ന് പറഞ്ഞു. ഉമർ ഖത്താബ് ഖുർആനിൽ അള്ളാഹ് അങ്ങനെയാണ് പറഞ്ഞു എന്ന് അവർ അവകാശപ്പെടുന്നു, ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്യും? ഉമർ ഖത്താബ് അന്ന് തുടങ്ങി ഈ ചർച്ച. അതുകൊണ്ട് അതേ ചോദ്യം, ആ ഭർത്താവ് ചോദിച്ച ചോദ്യം, ആ സഹോദരിമാർ ചോദിച്ച ചോദ്യമാണ് ഞാൻ ഉപയോഗിച്ചത്. ഞാൻ കൃത്രിമമായി ഉണ്ടാക്കിയ ചോദ്യമല്ല. മറ്റൊന്ന്, ഖുർആൻ അമാനുഷികമാണ് എന്നതിന് തെളിവുന്നയിക്കുന്നത് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഖുർആൻ ഇറക്കിയത് നാമാണ്. അല്ലാഹ് പറയാണ്, ഖുർആൻ ഇറക്കിയത് നമ്മളാണ്, ഞാനാണ്. വ ഇന്നാ ലഹു ലഹാഫിളൂൻ, ഞാനാണത് സംരക്ഷിക്കേണ്ടത്. ഖുർആൻ ഇറക്കിയ ആള് പറഞ്ഞു, ഖുർആൻ ഇറക്കിയത് ഞാനാണ്, അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാർക്കുമല്ല, എനിക്കാണ്. അപ്പൊ ഖുർആൻ അത് ഇന്നും, ഈ ആയത്ത് ഖുർആനിലുണ്ട്. ഖുർആൻ അന്നു മുതൽ ഇന്നേ വരെ എവിടെയും മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമല്ല എന്നാണ് അവകാശപ്പെടുന്നത്. ഈ ആയത്ത് വെച്ചുകൊണ്ട് ഖുർആന് ലോകത്തെല്ലാവർക്കും ഒരേ ഒരു ഖുർആൻ. ആ ഖുർആനിലാണെങ്കിൽ ഇതാണ് ഖുർആൻ കേട്ടോ, ആ ഖുർആനിൽ ഒരു വ്യത്യാസമല്ല. അതാണ് അതിൻ്റെ ഒരു അമാനുഷികത. ഇതൊരു ബാലിശമായ വാദമാണ്. ഖുർആനിൽ എല്ലാവർക്കും ഒരു ഖുർആനല്ല, എല്ലാവർക്കും ലോകത്തിൻ്റെ എല്ലാ ദിക്കിലുള്ളവർക്കും ഒരു ഖുർആനാണെന്നുള്ളൊരു വാദം മാത്രമാണ്. വാസ്തവം അതല്ല. ഖുർആൻ വ്യത്യസ്തമാണ്. തെളിവ് ചോദിച്ചാൽ ഞാൻ ഇവിടുന്ന് കാണിച്ചു തരും. ഖുർആൻ വ്യത്യസ്തമാണ്. ഖുർആനിൻ്റെ അക്ഷരങ്ങൾ, പദങ്ങൾ എല്ലാം വ്യത്യസ്തപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു സംരക്ഷിച്ചു എന്ന് പറയുന്നത് എവിടെയാണെന്നറിയില്ല. സ്വഹാബത്തിൻ്റെ കാലത്ത്, നബിയുടെ അനുചരന്മാരുടെ കാലത്ത് തന്നെ ഒരു ഏക ഖുർആനില്ലായിരുന്നു. ഇബ്നു മസ്ഊദിൻ്റെ ഖുർആൻ വേറെ, അലി ഇബ്നു അബീ ത്വാലിബിൻ്റെ ഖുർആൻ വേറെ. ഓരോരോ സ്വഹാബികളും വ്യത്യസ്ത ഖുർആൻ കൈവശപ്പെടുത്തിയിരുന്നു. ഇന്ന് വ്യത്യസ്തമാണ് ഖുർആൻ. ഉസ്മാൻ ഇബ്നു അഫ്ഫാനിൻ്റെ ഭരണകാലത്ത് ഏകദേശം ഒന്നാക്കാൻ ശ്രമിച്ചെങ്കിലും ഇന്നും വ്യത്യസ്തമാണ്. സന്ദർഭം വന്നാൽ തെളിവ് എൻ്റെ അടുത്തുണ്ട്, ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട്, കാണിച്ചു തരും. വ്യത്യസ്തമാണ് ഖുർആൻ. ഒരു ഉദാഹരണം പറഞ്ഞോട്ടെ. നമ്മുടെ നാട്ടിൽ 4 മദ്ഹബുകൾ എന്നറിയപ്പെടുന്നുണ്ട്: ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി. ഉദാഹരണത്തിന് പറയാണ്, ഒരു മാറ്റത്തിൻ്റെ ഒരു ഉദാഹരണം പറയാണ്.
നിങ്ങൾ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ വൈദാ കുൻതും മിനസ്വലാത്തി വഗ്സിലു വുജൂഹക്കും വഅയ്ദിയക്കും മിനൽ മറാഫിഖി വംസഹു ബിറുഊസിക്കും വഅർജുലിക്കും. അവിടെ നിങ്ങൾ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ വുളൂ ചെയ്യണം. വുളൂ ചെയ്യുമ്പോൾ വഅർജുലിക്കും എന്നോതിയവരുണ്ട്. വഅർജുലക്കും. നോക്കൂ, ആസിമിൻ്റെ ഖിറാഅത്തിൽ, നമ്മളെ ഖുർആനിലുള്ളത് വഅർജുലിക്കും എന്നാണ്. കാലൂൻ്റെ ഖുർആനിൽ, ഇബ്നു അംറിൻ്റെ ഖുർആനിൽ വഅർജുലക്കും എന്നാണ്. എന്താ വ്യത്യാസം? ഒരു ഫതഹിൻ്റെ വ്യത്യാസം കൊണ്ട് അർത്ഥം മാറുന്നത് കേട്ടോളൂ. ഒരാൾ പറയുന്നത് നിങ്ങൾ ഒദൂ ചെയ്യുമ്പോൾ കാല് കഴുകണം എന്നാണ് പറയുന്നത്, വഅർജുലിക്കും. വേറൊരാൾ പറയുന്നത് വഅർജുലക്കും, നിങ്ങൾ കാല് തടവുകയാണ് ചെയ്യേണ്ടത്, കാല് കഴുകൽ. അപ്പോൾ കഴുകൽ ഒരു ചെറിയൊരു വ്യത്യാസം കൊണ്ട് അർത്ഥം മാറി. ഒരാൾ കാല് കഴുകണം എന്ന് പറയുന്നു, മറ്റൊരാൾ കാൽ തടവണമെന്ന് പറയുന്നു. ആ ആയത്ത് തന്നെ, ആ ആയത്ത് ഇങ്ങനെ വന്ന ഹനഫി മദ്ഹബുണ്ട്. നമ്മളൊന്ന് പറയാം, സ്ത്രീകൾ ഇങ്ങനെ തൊട്ടാൽ ഒതുമുറിയില്ല. അപ്പോൾ ഹജ്ജിനൊക്കെ പോകുമ്പോൾ ഹനഫി മദ്ഹബ് സ്വീകരിക്കല. എന്താ തെളിവ്? സ്ത്രീകളെ തൊട്ടാൽ ഔലാമസ്തും ലമസ്തും. നോക്കൂ, ഒരു ലായുടെ വ്യത്യാസം. സ്ത്രീകളെ തൊട്ടാൽ മുറിയും എന്നൊരാൾ, മുറിയില്ല, ജിമാ ചെയ്താലേ മുറിയുള്ളൂ. ലാമസക്ക് അർത്ഥം എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്പർശനം എന്ന് പറഞ്ഞാൽ ജിമാ എന്നാണ്. ഞാനത് അറബി തന്നെ പറയാട്ടോ. ജിമാ ചെയ്താലേ എന്താവുള്ളൂ? ഒന്ന് മുറിയുള്ളൂ. ഒരാൾ തൊട്ടാ മുറിയും. വലിയ ഗൗരവമുള്ള വിഷയമാണ്. അപ്പോൾ അത് രണ്ട് കിറാത്താണത്, രണ്ട് പാരായണ രീതിയാണ്. അത് രണ്ട് രീതിയിലാണ് മുസാഫും ഉള്ളത്. അങ്ങനെ ഒരുപാട്, ഇത് ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞ്, ഒരുപാട് വ്യത്യാസമുള്ളതുണ്ട്. ഇപ്പോഴുള്ള ഖുർആൻ, പിന്നെ ഇബ്നു മസ്ഊദിൻ്റെ ഖുർആൻ എടുത്ത് വെച്ചാൽ ഇപ്പോൾ കാണിച്ചു തരാൻ കഴിയാത്തതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ നിലവിലുള്ളത് പറഞ്ഞത്. അപ്പോൾ ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. ഖുർആൻ നാമാണ് ഇറക്കിയത്, നാമാണ് സംരക്ഷിക്കേണ്ടതെങ്കിൽ എങ്ങനെ അഭിപ്രായ വ്യത്യാസം വന്നു? മാത്രമല്ല ലൗഹുൽ മഹ്ഫൂദിൽ അഭിപ്രായം ഉണ്ടോ? ഖുർആൻ ഇങ്ങനെ ഇന്ന് കാണുന്നതല്ല. അള്ളാഹുവിൻ്റെ കൈകളിൽ, അള്ളാഹുവിൻ്റെ കരങ്ങളിൽ, അള്ളാഹുവിൻ്റെ അടുക്കൽ ലൗഹുൽ മഹ്ഫൂദിൽ ഉള്ളതാണിത്. അവിടെയും ഈ രണ്ടഭിപ്രായമുണ്ടോ? അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിൽ നിന്നാണ് ആദ്യം ഖുർആൻ വരുന്നത്, ഘട്ടം ഘട്ടമായി. അവിടെയും ഈ രണ്ടഭിപ്രായമുണ്ടോ? അവിടെയും ഖുർആൻ വ്യത്യസ്ത പാരായണമുണ്ടോ? അള്ള സംരക്ഷിച്ച പിന്നെ അവിടുന്ന് ഇങ്ങനെ വരികയാണ് ജിബ്രീൽ മുഖേന. ജിബ്രീൽ വന്ന് രണ്ട് രീതിയിൽ ഓതി കൊടുത്തതാണോ? അതുകൊണ്ട് അതിൻ്റെ ഒരു ഗൗരവം ഞാൻ പറയട്ടെ. മദ്ഹബുകൾ തമ്മിൽ ഖുർആൻ അങ്ങോട്ടും ഇങ്ങോട്ടും പാരായണത്തിൻ്റെ പേരിൽ വ്യത്യസ്ത ഗ്രൂപ്പുകളുണ്ടായി, വ്യത്യസ്ത ആശയക്കാരുണ്ടായി, പരസ്പരം യുദ്ധം ചെയ്തു, പരസ്പരം പള്ളികളുണ്ടാക്കി, പരസ്പരം സ്റ്റേജ് കെട്ടി, അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപങ്ങൾ നടത്തി. ഇസ്ലാമിക ചരിത്രം വായിച്ചാൽ ഖുർആൻ വെച്ചുകൊണ്ടാണ് ഓരോരുത്തരും ഈ വാദം ഉന്നയിച്ചത്. അങ്ങനെയല്ല, ഇങ്ങനെയാണ്. ഒരിക്കൽ ഉമർ ഖത്താബ്, ഇസ്ലാമിക ചരിത്രത്തിന് ഒരു വാക്ക് പറഞ്ഞോട്ടെ, ഉമർ ഖത്താബ് ഒരിക്കൽ ഇങ്ങനെ നിന്നപ്പോൾ വേറൊരാൾ മറ്റൊരു രീതിയിൽ ഖുർആൻ ഓതുന്നത് കണ്ടു. ഉമർ ഖത്താബ് അദ്ദേഹത്തിൻ്റെ പെരടിക്ക് പിടിച്ച് മുഹമ്മദിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. പറഞ്ഞു, നിങ്ങൾ എന്നെ പഠിപ്പിച്ച രീതിയിലല്ല ഇയാളിപ്പോൾ പാരായണം ചെയ്തത്, അതുകൊണ്ട് എനിക്ക് വിഷമം വന്നു, ഞാനതുകൊണ്ട് അങ്ങനെ ചെയ്തത്. പ്രവാചകൻ അദ്ദേഹത്തോട് പാരായണം ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹം അത് ഓതി. ഉമർ ഖത്താബ് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ച് തന്നില്ലല്ലോ, എന്നാൽ നിങ്ങളൊന്നത് ഓതിയപ്പോൾ രണ്ട് തരത്തിലായപ്പോൾ മുഹമ്മദ് പറഞ്ഞു, അത് 7 രീതിയിലാണ് നമ്മളതിനെ സംവിധാനിച്ചിട്ടുള്ളത്, ഇറക്കിയിട്ടുള്ളത്. ആ 7 അവിടെ തന്നെ നിന്നാൽ തന്നെ സ്വഹാബകൾക്ക് എന്താണ് 7 രീതി? ഒരായത്തിന് 7 രീതിയിൽ തിരിച്ചും മറിച്ചും, അങ്ങനെ ഒരു 7 രീതി ഉണ്ടോ എവിടെയെങ്കിലും? ഉണ്ടെങ്കിൽ അത് കാണിക്കണം. എവിടെയാണ് ആ 7 രീതി ഉള്ളത്? ഇപ്പം മാലിക് യൗമിദ്ദീൻ, മലിക് യൗമിദ്ദീൻ, അല്ലെങ്കിൽ ഒരു മൂന്നാമത്തെ ഒരു കോലം അവിടെ എന്താ ഉള്ളത്? 7 കോലം വേണ്ടേ? അതെവിടെ? ആ ഒരു ന്യായമാണെങ്കിൽ അത് കാണാൻ കഴിയുന്നില്ല. അപ്പം ഈ സംരക്ഷിച്ചു എന്ന് പറയുന്നത് എവിടെയാണ്? പിന്നെ സംരക്ഷിച്ചു എന്ന് പറയുന്നത് മറ്റൊരു വിഷമുണ്ട് അതിൻ്റെ അകത്ത്. ഇന്ന് ഈ ഖുർആൻ ക്രോഡീകരിച്ചതിൻ്റെ മുമ്പ് അള്ളാഹു ഇറക്കിയ ആയത്ത് ഇതിൽ ചേർക്കാതെ വിട്ടുപോയിട്ടുണ്ട്.
അള്ളാഹുവിൻ്റെ മലക്ക് ജിബ്രീൽ എന്ന മലക്ക് മുഖേന സമൂഹത്തിന് അവതരിപ്പിച്ചത് ഉസ്മാൻ എന്നൊരു ഭരണാധിപൻ ചില ആയത്തുകൾ വിട്ടുകളഞ്ഞുകൊണ്ട് ക്രോഡീകരിച്ചിട്ടുണ്ട് എന്ന് ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്, ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്. ഉദാഹരണത്തിനൊന്ന് പറയാം. ഇപ്പോൾ സൗദി അറേബ്യ പോലുള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ വ്യഭിചാരിയെ എറിഞ്ഞു കൊല്ലുന്ന രംഗമുണ്ട്. വ്യഭിചരിച്ചാൽ എന്ത് ചെയ്യണം? വിവാഹിതരാണെങ്കിൽ അവരെ എന്ത് ചെയ്യണം? അവിവാഹിതരാണെങ്കിൽ അവരെന്ത് ചെയ്യണം? ഇത് രണ്ടും ഖുർആനിലുണ്ടായിരുന്നു. ഒരാൾ വ്യഭിചരിച്ചു, ആ വ്യഭിചരിച്ചവരെ എന്ത് ചെയ്യണം എന്ന് ഖുർആനിലുണ്ട്. അത് വിവാഹിതരാണെങ്കിൽ ഇങ്ങനെ, അവിവാഹിതരാണെങ്കിൽ അങ്ങനെ. ഇന്ന് വിവാഹിതർക്കും അവിവാഹിതർക്കും ഒരേ ഒരായത്തെ ഖുർആനിലുള്ളൂ. പക്ഷേ വിവാഹിതർക്ക് വേറെ, അവിവാഹിതർക്ക് വേറെ എന്നുള്ള നിയമം ഇന്ന് പ്രാബല്യത്തിലുണ്ട്. അത് കാരണം ഖുർആന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ഉമർ ഖത്താബ് തന്നെ പറഞ്ഞു, അശ്ശൈഖു വശ്ശൈഖത്തു ഇദാ സനയ ഫർജുമൂഹുൽ ബത്തത നകാലം മിനല്ലാഹി വല്ലാഹു അസീസുൻ ഹകീം. അത് ഖുർആനിൽ വിട്ടുപോയ ഒരായത്ത. ഏത്? അശ്ശൈഖു വശ്ശൈഖത്തു ഇദാ സനയ ഫർജുമൂഹുമാ അൽ ബത്തത നകാലം മിനല്ലാഹി വല്ലാഹു അസീസുൻ ഹകീം. എറിഞ്ഞു കൊല്ലാനാണ്. വ്യഭിചരിച്ച ആളുകളാണെങ്കിൽ, അതായത് വിവാഹിതരായിട്ട് വ്യഭിചരിച്ചവരാണെങ്കിൽ അവരെ എറിഞ്ഞു കൊല്ലാനാണ് ഖുർആനിൽ ഉണ്ടായിരുന്നത് എന്ന് ഉമർ ഖത്താബ് പറഞ്ഞതായി ഹദീസുകളിലുണ്ട്. മാത്രമല്ല, ചില സന്ദർഭം നമുക്കറിയാം. ഞാൻ അതൊക്കെ എല്ലാവർക്കും ഇപ്പോൾ എറിഞ്ഞു കൊല്ലുന്ന നയമെന്ന് പ്രാബല്യത്തിലുണ്ടോ ആ ആയത്തന്നെ ഓതിയത്. മറ്റൊന്ന്, നബിനോട് ഒരിക്കൽ കുറച്ച് ജൂതന്മാർ വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞങ്ങൾക്ക് ഖുർആൻ പഠിക്കാൻ കുറച്ച് ആളുകളെ വിട്ടുതരണം എന്ന് പറഞ്ഞു. മുഹമ്മദ് അവർക്ക് കുറച്ച് ഖുർആൻ പഠിക്കാനല്ലേ എന്ന് കരുതി കുറച്ച് ആളുകളെ വിട്ടുകൊടുത്തു. അവർ ചെയ്തത് ഈ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയ ഈ ആളുകളെ, ഈ സ്വഹാബികളെ നിഷ്ഠൂരമായി കൊല ചെയ്തു. ഞാൻ പറഞ്ഞ മനസ്സിലായോ? മുഹമ്മദിനോട് വന്നിട്ട് കുറച്ച് ജൂതന്മാർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഖുർആൻ പഠിപ്പിക്കാൻ കുറച്ച് ആളുകൾ വേണം. മുഹമ്മദ് നബി ഖുർആൻ പഠിക്കാനല്ലേ എന്ന് കരുതി ആളെ വിട്ടപ്പോൾ അവർ ചെയ്തത് ഈ ആളുകളെ കൊന്നുകളഞ്ഞു. ഈ സംഭവം മുഹമ്മദ് നബിക്ക് വല്ലാണ്ട് പ്രയാസമുണ്ടാക്കി. മുഹമ്മദ് നബി കുനൂത്ത്, അങ്ങനെയാണ് കുനൂത്ത് ഉണ്ടാകുന്നത്. ആ ആയത്ത്, അത് പരാമർശിക്കുന്ന ആയത്ത്, ഖദ് ലഖീനാ റബ്ബനാ ഫറളിയ അന്നാ വഅർളാനാ എന്ന ഈ ആയത്ത് ഇന്ന് ഖുർആനിലില്ല. അതെവിടെ? ഇങ്ങനെ. അപ്പം ഖുർആനിൽ ഇന്ന് തന്നെ അക്ഷരങ്ങളുടെ വ്യത്യാസത്തിന് പുറമെ കുറേ ആയത്തുകൾ വിട്ടുപോയി, പദങ്ങൾ വിട്ടുപോയിട്ടുണ്ട്, സൂറത്തുകൾ വിട്ടുപോയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വരുന്നില്ല. അപ്പം ഞാൻ സംരക്ഷണം മാത്രമല്ല, ഇനി ഒരു തകരാറുമില്ല എന്ന് വിട്ടുക. ഞാൻ അവിടെ നിൽക്കട്ടെ. ഒന്ന്, ഈ ഖുർആനിന് ഒരു തകരാറുമില്ല എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകുന്നത്? അക്ഷരങ്ങളുടെ തർക്കത്തിലല്ലല്ലോ, ആശയങ്ങൾ സംരക്ഷിക്കണ്ടേ? ആശയമെങ്കിലും ഖുർആനിൽ നിൽക്കുന്ന ഒരു ആശയം ലോകത്ത് എല്ലാ മുസ്ലിങ്ങൾക്കും ഒരേ ഒരു ആശയമായിരുന്നെങ്കിൽ, അള്ളാഹു കൊടുത്തതല്ലേ, എല്ലാവരെയും സൃഷ്ടിച്ച് സംവിധാനിച്ച് നിയന്ത്രിക്കുന്ന അള്ളാഹു കൊടുക്കുമ്പോൾ എല്ലാവർക്കും പ്രായോഗികമായ, എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ആശയതലത്തിലെങ്കിലും ഒന്നാകണ്ടേ? അങ്ങനെ ഒരു ഖുർആൻ ആശയതലത്തിലെങ്കിലും. നമുക്കറിയാം, ഇവിടെ തന്നെ മുജാഹിദിൻ്റെ ഖുർആനല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ പരിഭാഷ ആശയത്തിലെ ഞാൻ പറയുന്നു, പരിഭാഷ അവരുടെ പരിഭാഷ അല്ല, സുന്നികളുടെ പരിഭാഷ. അപ്പം എവിടെയാണ് ഈ ആശയത്തിന് മറ്റുപോകുന്നത്? ഭരണം നിലനിർത്താൻ ജമാഅത്തെ ഇസ്ലാമിക്കാർ ആയത്തോതുമ്പോൾ മറ്റുള്ളവർ പറയുന്നത് തെറ്റാണ്. മുജാഹിദിന്റെ ആശയത്തെക്കുറിച്ച് പറയുന്നു അത് ഷിർക്കാണ്. ഇത് ഖുർആൻ വെച്ചുകൊണ്ട് പറയുന്നു. ഇസ്ലാം ഈ ഖുർആൻ ആശയതലത്ത് മാറ്റമുണ്ടാക്കിയിട്ടില്ല എന്നുള്ളതിന് ഒരു ഉദാഹരണം പറയാം. നബിൻ്റെ കാലത്ത് നടന്നൊരു യുദ്ധം, ജമൽ യുദ്ധം, സഫീന യുദ്ധം. നമുക്കറിയാം എത്ര ആളുകൾ മരിച്ചു. ഒരാൾ ചെയ്തത് ഖുർആൻ ഇങ്ങനെ കുന്തത്തുമ്മ തൂക്കിയിട്ട് ഈ ഖുർആൻ വിധിക്കട്ടെ ഞങ്ങൾക്കിടയിൽ എന്ന് പറഞ്ഞ് അബൂ മൂസ അൽ അശ്അരി പൊക്കിപ്പിടിച്ചു.
ഖുർആൻ കൊണ്ടായിരുന്നു അവരന്ന് കളിച്ചിരുന്നത്. അന്ന് അവർക്കിടയിൽ തന്നെ ഭിന്നിപ്പുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആശയ തലത്തിലും സംരക്ഷിച്ചിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഖുർആൻ അമാനുഷികമാണോ അല്ലയോ എന്നതിന് ഞാൻ 2 തെളിവ് പറഞ്ഞു. ഒന്ന്, ഖുർആൻ ഇഖ്തിലാഫാത്തുണ്ട്. ഖുർആൻ അതിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞു. 2, അത് ദൈവം സംരക്ഷിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. സംരക്ഷിച്ചു എന്നല്ല പറഞ്ഞാലും സംരക്ഷിച്ചതായി നമുക്ക് അനുഭവവേദ്യമല്ല. 3-മത്തേത്, മുഹമ്മദ് നബി അള്ളാഹുവിൽ നിന്ന് സന്ദേശമായി 40 വയസ്സ് വരെ അവരെ കൂട്ടത്തിലുള്ള ഒരാൾ ഒരു സുപ്രഭാതത്തിൽ ഞാൻ നബിയാണ്, ഞാൻ റസൂലാണ്, ഞാൻ ദൂതനാണ്, അള്ളാഹുവിൽ നിന്നുള്ള ദൂതനാണ് എന്ന് പറഞ്ഞാൽ ആ നാട്ടുകാർ അദ്ദേഹത്തെ എങ്ങനെ സ്വീകരിച്ചിട്ടുണ്ടാവും? അദ്ദേഹം പറയുമ്പോൾ അങ്ങനെ ഒറ്റയടിക്ക് സ്വീകരിച്ചിട്ടുണ്ടാകുമോ? വിമർശന ബുദ്ധിയെ അവർ സ്വീകരിച്ചിട്ടുണ്ടാകുമോ? ഖുർആൻ പറയുന്നത് മുഹമ്മദ് നബി പറഞ്ഞത് അപ്പടി സ്വീകരിച്ചവരല്ലായിരുന്നു അവർ. ഓരോ ആശയത്തെയും അപ്പോൾ അവർ ഗണ്ണിച്ചിട്ടുണ്ട്. ഒന്ന് പറയാം, വഖാലു അസാതീറുൽ അവ്വലീന കതബഹാ ഫഹിയ തുംല അലൈഹി ബുക്റതൻ വാസില. വേറെ സ്ഥലത്ത് വഇദാ തുത്ല അലൈഹി ആയാതുനാ ഖാലു അസാതീറുൽ അവ്വലീൻ. സൂറത്തുൽ ഖമർ, സൂറത്തുൽ ഫുർഖാൻ, ഒരുപാട് സ്ഥലത്തുണ്ട്. അവിടെ പറയുന്നത് അവരുടെ ഒരു അഭിപ്രായം ഞാൻ പറയാം, എന്നിട്ട് എൻ്റെത് പറയാം. അവർ പറയുന്നത്, ആ മുഹമ്മദിൻ്റെ ആ കാലത്തെ ജനത പറയുന്നത്, അവർക്ക് ഖുർആൻ ഓതിക്കൊടുത്താൽ അവർ പറയും അസാത്തീറുൽ അവ്വലീനാണിത്. മുഹമ്മദ് പറയുന്നത് പൂർവീകരുടെ കെട്ടുകഥകളാണ്, ഐതിഹ്യങ്ങളാണ്, ഇതൊരു കെട്ടുകഥയാണ് എന്നാണ് ആര് പറയുന്നത്? ആ സമൂഹത്തുള്ള ജനത മുഹമ്മദിനോട് പറഞ്ഞത് എന്ന് ഖുർആൻ തന്നെ ഉണ്ട്. നമ്മളാരും പറയില്ല അസാത്തീറുൽ അവ്വലീനാണിത്, കെട്ടുകഥയാണിത്. ഖുർആനിലെ ഓരോ കഥയും എടുത്ത് പരിശോധിച്ചോളൂ. അസാത്തീറുൽ അവ്വലീനാണോ? ആണെങ്കിൽ അവർ പറഞ്ഞതിന് അർത്ഥം ഉണ്ടല്ലോ. അങ്ങനെ അല്ലെങ്കിൽ അതും പരിശോധിക്കണമല്ലോ. അന്നത്തെ ജനത പറഞ്ഞു ഖുർആൻ ഒരു ഓതിക്കെടുത്താൽ പറഞ്ഞു, ഓതിക്കൊടുക്കുമ്പോൾ അവർ പറയണത് അത് അസാത്തീറുൽ അവ്വലീനാണ് എന്ന് പറഞ്ഞാൽ, കെട്ടുകഥയാണെന്ന് പറഞ്ഞാൽ കെട്ടുകഥയാണോ അല്ലേ നമുക്ക് പരിശോധിക്കണ്ടേ? അവർ പറഞ്ഞത് വല്ല അർത്ഥമുണ്ടോന്ന്? ആദ്യത്തെ സൂറത്ത് ഫാത്തിഹ കഴിഞ്ഞാൽ 2ാമത് തുടങ്ങുന്ന സൂറത്തുൽ ബഖറയാണ്. സൂറത്തുൽ ബഖറ, പശു എന്നാണ് അതിൻ്റെ അർത്ഥം. ആ പശുവിൻ്റെ കഥ മാത്രം ഒന്ന് പറഞ്ഞോട്ടെ ഞാൻ. എന്താണ് ആ പശുവിൻ്റെ കഥ? ഇസ്രായേലിൽ മൂസാ നബിയുടെ സമൂഹത്തിൽ ഒരു കൊലപാതകം നടന്നു. ആരാണ് കൊന്നത് എന്ന് പരസ്പരം അവരാ കൊന്നു ഇവരാ കൊന്നു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും അഭിപ്രായ ഭിന്നതകൾ വന്നു. അതിൽ അള്ളാഹു ഇതിനൊരു മാർഗം നിർദ്ദേശിക്കുകയാണ്. ഒരു കൊലയാളി, ആരാണ് ഇതിൻ്റെ കൊലയാളി എന്ന് കണ്ടെത്താൻ അള്ളാഹു ഒരു മാർഗം നിർദ്ദേശിക്കുന്നുണ്ട്. അതാണ് ഈ പശുവിൻ്റെ കഥ. എന്താണ് ആ മാർഗം? നിങ്ങളൊരു പശുവിനെ അറുക്കുക. ഈ കൊലയാളിയെ കണ്ടെത്താൻ അള്ളാഹ് പറയുന്നൊരു നിർദ്ദേശം, ഒരു പശുവിനെ അറുക്കുക. ആ പശുവിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ഈ മയ്യത്തിൻ്റെ മുകളിൽ, ഈ ശവത്തിൻ്റെ മുകളിൽ വെക്കുക. എന്നാൽ നിങ്ങൾക്കറിയാൻ പറ്റും ആരാ കൊന്നതല്ല എന്നതൊക്കെ അറിയാൻ പറ്റും. ആ കഥ ഇതാണ്. ഫഖുൽ വൈദാ ഖതൽതും നഫ്സൻ ഫദ്ദാറതും ഫീഹാ വല്ലാഹു മുഖ്രിജും മാ കുൻതും തക്തുമൂൻ. ഒരു കൊലപാതകം നടന്നിട്ട് ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിച്ചു. വല്ലാഹു മുഖ്രിജും മാ കുൻതും തക്തുമൂൻ. നിങ്ങൾ എത്ര ഒളിപ്പിച്ചു വെച്ചാലും പുറത്തു കൊണ്ടുവരുന്നവൻ അള്ളാഹുവാണ്. ആ അള്ളാഹു വെച്ചൊരു നിർദ്ദേശം, ഫഖുൽ നദ്രിബൂഹു ബിബഅദിഹാ കദാലിക യുഹ്യില്ലാഹുൽ മൗത വയുരീകും ആയാതിഹി ലഅല്ലകും തഖിലൂൻ. ഈ പശുവിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം, ചില തഫ്സീറുകൾ വാലെന്ന് പറഞ്ഞിട്ടുണ്ട്, മാംസം എന്തോ, ആ പശുവിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് നിങ്ങൾ അടിക്കുക. എന്നാൽ കദാലിക യുഹ്യില്ലാഹുൽ മൗത, എങ്ങനെയാണ് മരിച്ചവരെ ജീവിപ്പിക്കാൻ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും? വയുരീകും ആയാതിഹി ലഅല്ലകും തഖിലൂൻ. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് ഈ കഥയിൽ. ഇങ്ങനെ നോക്കൂ, ഒരാൾ അപ്പോൾ പശുവിനെ അറുക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ ചോദിച്ചു, ഏത് പശു, ഏത് നിറത്തിലുള്ള പശു, എങ്ങനെയുള്ള പശു? അപ്പം അള്ളാഹ് ഓരോന്നെണ്ണി പറയാണ്.
അത് മഞ്ഞ നിറത്തിലുള്ളതായിരിക്കണം, അത് പൂട്ടാത്ത, കൃഷി നനക്കാത്ത ഒരു പശുവായിരിക്കണം. അങ്ങനെ അത് ഓവർ പ്രായമുള്ളതോ പ്രായം കുറഞ്ഞതോ അല്ല, അവാനും ബൈനദാലിക്ക് ഇടയിലുള്ളതായിരിക്കണം. അതിൻ്റെ നിറം പിന്നെ മഞ്ഞയായിരിക്കണം. ഇങ്ങനെ എല്ലാം കൃത്യമായിട്ട്, അതന്നെ അള്ളാഹ് കൃത്യമായിട്ട് പറയല്ല, ഒരു ചോദിക്കുമ്പോൾ ഓരോന്നോരോന്നും ഇങ്ങനെ പറയാണ് കൃത്യമായിട്ട്. അല്ലെങ്കിൽ അള്ളാഹ് ഖുർആനിൽ ഒരു കാര്യം കൃത്യമായി പറയുന്നില്ല. ഏതായാലും ഈ കഥയിലുണ്ടാകുന്ന ഒരു കൃത്യതയില്ലായ്മ ഒരു ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയാം. ഏതായാലും ഇതാണ് ആ കഥ. അങ്ങനെ ഈ കഥയിൽ ഇപ്പം നമ്മൾ വിലയിരുത്തുക, ഇന്നൊരു കൊലപാതകം തെളിയിക്കുവാൻ ഈ കഥ പറ്റുമോ? മുഹമ്മദിൻ്റെ നാട്ടിൽ തന്നെ ആ കാലത്തൊരു കൊലപാതകം നടന്നാൽ ഈ സംവിധാനം സ്വീകരിക്കാൻ പറ്റുമോ? സ്വീകരിച്ചാൽ കൊലപാതകം അങ്ങനെ തെളിയിക്കുമോ? എന്തിനാണ് ഈ കഥ ഇപ്പോൾ പറയുന്നത്? മുമ്പൊരു കഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കഥ ഇന്നെന്തിനാ പറയുന്നത്? ഇസ്രായേൽ അങ്ങനെ ഒരു കഥയാണെങ്കിൽ ആ കഥ അങ്ങനെ അങ്ങ് സമൂഹത്തെ ഈ ഖുർആൻ ഇതാണോ നമ്മളെ നേരായ വഴിയിലേക്ക് നയിക്കുന്ന കഥ? ഇതാണോ നേരായ വഴിയിലേക്ക് നയിക്കുന്ന സന്ദേശം? ഇങ്ങനെ ഓരോ കഥയും അങ്ങനെ ഉണ്ട്. ഞാൻ ആദ്യത്തെ സൂറത്തുൽ ബഖറ ആയതുകൊണ്ട് അതിലൊരു കഥ പറഞ്ഞതാണ്. അപ്പോൾ ഇതൊരു അള്ളാഹുൽ നിന്നുണ്ടായതാണോ? അമാനുഷ്യത അവിടെയാണല്ലോ. ഇത്രത്തോളം ആധുനിക മനുഷ്യന് ചിന്തിക്കാൻ പോലും കഴിയാത്തത് എല്ലാ കാലവും നിയന്ത്രിക്കുന്ന പരിപാലിക്കുന്ന അള്ളാഹു പറഞ്ഞതായിരിക്കുമോ ഈ കഥകൾ? ഈ കഥ, ഇതുപോലുള്ള കഥകൾ, ഇതിലേറെ വിഷമുള്ള കഥകൾ ഖുർആനിലുണ്ടല്ലോ. ആലോചിക്കുക. ഞാൻ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. തർക്കിക്കാനല്ലല്ലോ. അമാനുഷികമാണോ മാനുഷികമാണോ? മാനുഷികമാണെങ്കിൽ ഒരുപാട് തെറ്റുണ്ടാകും. ഖുർആൻ മാനുഷികമാണ്, മുഹമ്മദിൻ്റേതാണ് എന്ന്, ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, അതൊരു മനുഷ്യൻ്റേതാണെന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ നമുക്ക് തർക്കമല്ല. മുഹമ്മദിൻ്റേതാണ് ഈ ഖുർആൻ എങ്കിൽ അതിൽ അദ്ദേഹത്തിൻ്റെ പരിമിതികൾ ഉണ്ടാകാം, അദ്ദേഹത്തിൻ്റെ പോരായ്മകൾ ഉണ്ടാവാം. അദ്ദേഹത്തിൻ്റേതല്ല, തൻസീലും മിർ റബ്ബിൽ ആലമീൻ, അദ്ദേഹത്തിൻ്റേതല്ല, അള്ളാഹുൽ നിന്നുള്ളതാകുമ്പോഴാണ് നമുക്ക് ഈ സംശയം. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, അദ്ദേഹത്തിൻ്റേതാണ് എന്നുള്ള ഖുർആൻ തന്നെ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അഭിപ്രായം അത് മാനുഷികമാണല്ലോ, അമാനുഷികത അല്ലല്ലോ, അത് അമാനുഷികമാണ്. തൻസീലും മിർ റബ്ബിൽ ആലമീൻ എന്ന് വരുമ്പോൾ നമുക്ക് സംശയം തോന്നുകയാണ്. ഇതൊക്കെ എൻ്റെ ധാരണകളാണ് കേട്ടോ. ഞാൻ മനസ്സിലാക്കിയെടുത്ത് ഈ പറഞ്ഞ ആദ്യം ഞാൻ പറഞ്ഞ ഓഹരി നിങ്ങളെ മനസ്സിൽ നിന്ന് പോവാതിരിക്കാനാണ് വീണ്ടും ഞാൻ അതിലേക്ക് വരുന്നത്. തർക്കിക്കാനല്ലല്ലോ നമ്മളെ പരിപാടി. അവിടെ ഒരു വൈരുദ്ധ്യം, ഏറ്റവും വലിയൊരു വൈരുദ്ധ്യം ഞാൻ പറഞ്ഞത്, ഒരു കുട്ടിക്ക് പോലും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ആ കണക്ക് ഞാൻ പറഞ്ഞത്. ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് 6 റുപ്യ അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അത് ഒരാൾക്ക് 4 കൊടുക്കണം, മറ്റൊരാൾക്ക് 3 കൊടുക്കണം എന്ന് പറഞ്ഞാൽ കഴിയില്ല. എങ്ങനെ? അവൻ്റെ ആദ്യം 6 റുപ്യ ഉണ്ടെങ്കിൽ ഒരാളെ കയ്യിൽ 6 മുട്ടായി കൊടുത്തിട്ട് എന്നിട്ട് പറഞ്ഞു വേറൊരു കുട്ടിക്ക് 4 മുട്ടായി കൊടുക്കുക, വേറൊരു കുട്ടിക്ക് 3 മുട്ടായി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ കുട്ടീനെ നമ്മൾ പരിഹസിക്കലാണത്. അപ്പോൾ അവിടെ ഓഹരി ചെയ്തു കൊടുത്തൊരു പ്രശ്നമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് ഞാനും മുസ്ലിമായി നിൽക്കുന്ന സമയത്ത് ഇതിനൊരു സൊല്യൂഷൻ കണ്ടിരുന്നു. അതെന്താ? ഇത് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു സംശയം. അന്ന് അതിന് പരിഹാരം ആകെ നിർദ്ദേശിച്ചത് എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഒരാളേക്കൊന്ന് 4 ലക്ഷം റുപ്യ കടം വാങ്ങി, വേറൊരാളേക്കൊന്ന് ഞാൻ 3 ലക്ഷവും കടം വാങ്ങി. എൻ്റെ കയ്യിൽ ആകെ ഇപ്പോൾ കടം വിട്ടാൻ നോക്കുമ്പോൾ 6 ലക്ഷമേ ഉള്ളൂ. ഞാൻ ഒരാൾക്ക് 4 ലക്ഷം കൊടുക്കണം, വേറൊരാൾക്ക് 3 ലക്ഷം കൊടുക്കണം. എൻ്റെ കയ്യിൽ എത്രയേ ഉള്ളൂ? 6 ഉള്ളൂ. ഞാൻ എന്താ ചെയ്യുക? ഇതേമാതിരി നിങ്ങളങ്ങ് ചെയ്താൽ മതി എന്നാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ തീരുമാനം. ഒരാൾക്ക് 4 ലക്ഷവും 3 ലക്ഷവും കടമുണ്ടായാൽ അയാളെ കയ്യിൽ 6 ലക്ഷമേ ഉള്ളൂ എങ്കിൽ അയാൾ എന്ത് ചെയ്യും? ആ നിലപാട് സ്വീകരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ തിൽക ഹുദൂദുല്ലാഹ്, അല്ല നിർണയിച്ച ഈ നിർണയം, അല്ല വെച്ച ഈ ഓഹരി വ്യവസ്ഥ മനുഷ്യൻ തിരുത്തുന്നു എന്നായി പോകും. അള്ളാഹ്ക്ക് നമ്മൾ കണക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നായി പോകും. 4ഉം 3ഉം കൂട്ടാൻ അറിയാത്തവനാണ് അള്ളാഹു എന്ന് വന്നു പോകും. അതുകൊണ്ട് ഇതങ്ങനെ കൈയടിച്ചിട്ടുണ്ടാക്കേണ്ടതല്ല. ഇതെൻ്റെ സംശയമാണ്. അത് അദ്ദേഹം തീർത്തു തരേണ്ടതാണ്, കൈയടിക്കേണ്ടതല്ലത്. ഒരു വാദപ്രതിവാദമല്ലേ, അത് സ്നേഹപരമായൊരു സംവാദം കൂടിയാണ്. അതുകൊണ്ട്
മറ്റൊരു ഞാൻ സംശയം പറഞ്ഞത് ഇന്നത്തെ സമൂഹത്തിൻ്റെ അവസ്ഥ കണ്ടുകൊണ്ടാണ്. അള്ളാഹു ആണ് ഇത് ഇറക്കിയത്, അള്ള തന്നെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞാൽ അത് ഏതർത്ഥത്തിലാണ്? അതിൻ്റെ ആശയതലത്തിലാണോ, പദങ്ങളിലാണോ, അക്ഷരങ്ങളിലാണോ? ഏതാണ് ഈ സംരക്ഷണം എന്നാണ് എൻ്റെ രണ്ടാമത്തെ സംശയം ഉണ്ടായത്. മൂന്നാമത്തേത് ഞാൻ പറഞ്ഞു, ഖുർആനിൻ്റെ തല മുതൽ അവസാനം വരെ ഒരാൾ വായിച്ചാൽ, ഒരാൾ പാരായണം ചെയ്താൽ അയാൾക്ക് പകർത്താൻ പറ്റുന്ന, ഒരു ജീവിതത്തിൽ സ്വായത്തമാക്കാൻ പറ്റുന്ന സംഭവങ്ങൾ ഏതുണ്ട്? ആധുനിക മനുഷ്യൻ ഉൾക്കൊള്ളാൻ പറ്റുന്ന കഥ എന്തുണ്ട്? എല്ലാം അസാത്തിറുൽ അവ്വലീൻ അല്ലയോ എന്നാണ് എൻ്റെ സംശയം. ഇതിന് ഇങ്ങനെ ഒത്തിരി ഉണ്ട്. നമുക്ക് ചുരുക്കി ചുരുക്കി കാര്യങ്ങൾ പഠിക്കാനാണ് ഞാൻ ഇതിൽ തന്നെ ഒതുങ്ങി നിന്നത്. അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, ഇതൊരു തർക്കമോ വാദപ്രതിവാദം എന്ന് പറഞ്ഞു തർക്കത്തിലേക്കല്ല, സത്യം അന്വേഷിക്കുവാനുള്ളൊരു വഴി എന്ന നിലക്കാണ് ഞാൻ എൻ്റെ സുഹൃത്ത് മുഹമ്മദ് വേളത്തോട് ഇക്കാര്യങ്ങൾ അപേക്ഷിച്ചത്. ഇനി 2 മിനിറ്റേ ഉള്ളൂ. ഞാൻ എൻ്റെ സമയം കൃത്യമായി പാലിച്ചതുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സംവാദകൻ അയ്യൂബ് മൗലവി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആനിൽ വൈരുദ്ധ്യങ്ങളുണ്ട്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ദൈവത്തിൻ്റെ, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ളതല്ല എന്നതാണ് എൻ്റെ സുഹൃത്തിൻ്റെ ഒരു പ്രമാദമായ വാദം. അദ്ദേഹം ധാരാളം തെളിവുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഓരോന്നിലേക്കും ഞാൻ സമയപരിധിയിലൂടെ പ്രവേശിക്കാം. അതിൻ്റെ വലിയൊരു തെളിവായിട്ട് അദ്ദേഹം പറയുന്നത്, വിശുദ്ധ ഖുർആനിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമാണ് എന്നൊരു ഭാഗത്ത് പറയുന്നു. മറ്റൊരു ഭാഗത്ത് ഹുവല്ലദീ അൻസല അലൈക്കൽ കിതാബ മിൻഹു ആയാത്തും മുഹ്കമാത്തും, അതിൽ സുവ്യക്തമായ മുഹ്കമത്തായ വാചകങ്ങളുണ്ട്. ഹുന്ന മിൻഹു ആയാത്തും മുഹ്കമാത്തും ഹുന്ന ഉമ്മുൽ കിതാബ്, അതാണ് ഗ്രന്ഥത്തിൻ്റെ കേന്ദ്രം, പ്രധാന ഭാഗമെന്ന് പറയുന്നത്. വൗഖറ മുതശാബിഹാത്തുൻ, സദൃശമായ വചനങ്ങളും അതിലുണ്ട്. ഇത്രയുമാണ് അദ്ദേഹം ഉദ്ധരിച്ചത്. അതിൻ്റെ ബാക്കി ഭാഗം കൂടി ഉദ്ധരിച്ചാൽ പ്രശ്നം അവസാനിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സയ്യഉൻ, എന്നാൽ ഹൃദയത്തിൽ വക്രതയുള്ള ആളുകൾ, ഫയത്തബിഊന മാ തശാബഹ മിൻഹു, അതിൽ സദൃശമായ വാചകങ്ങളുടെ പിന്നാലെ പോവുകയാണ് ചെയ്യുക. ഇബ്തിഗാ അൽ ഫിത്ന, കുഴപ്പം ലക്ഷ്യം വെച്ചുകൊണ്ട്, വബ്തിആ തഅ്വീലിഹി, അതിനെ വ്യാഖ്യാനിച്ച് ശരിയാക്കിയിട്ട് വേണം കാര്യങ്ങൾ തീരുമാനിക്കാൻ എന്ന് വിചാരിച്ചിട്ട്. ദയവ് ഇതാരും കൈയടിക്കരുത്. ഇത് കൈയടിക്കേണ്ടതോ, ഇത് ഗുസ്തി മത്സരമൊന്നുമല്ല. ഞാനും സുഹൃത്ത് അയ്യൂബും തമ്മിലുള്ളൊരു ഗുസ്തി മത്സരമായിരുന്നുവെങ്കിൽ അതിൽ ആരെങ്കിലും ഒരാൾ ജയിക്കുന്നത് വലിയ കാര്യമാണ്. എനിക്ക് നാളെ യുക്തിവാദിയാകാം, ഒരു തടസ്സമില്ല. പ്രകൃതി നിയമപ്രകാരമോ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരമോ ഒരു തടസ്സവും. ഞാൻ ഈ നിമിഷം ഞാൻ യുക്തിവാദിയായി എന്ന് പ്രഖ്യാപിച്ചാൽ എന്നെ നിങ്ങൾക്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇവിടെ എനിക്ക് വേണ്ടി കൈയടിക്കുന്നവർ വെറുതെയോ. അയ്യൂബ് മൗലവിക്ക് നാളെ ശരിക്കും അയ്യൂബ് മൗലവിയാകാം, അതിനും ഒരു തടസ്സമില്ല. ഞാൻ പറഞ്ഞ അതുകൊണ്ട് ഇത് ആശയങ്ങളാണ്. ഖലീൽ ജിബ്രാൻ്റെ വളരെ പ്രസിദ്ധമായൊരു കഥയുണ്ട്. ആ കഥ എന്താണെന്ന് ചോദിച്ചാൽ, സഹസിൻ്റെ, എനിക്ക് തോന്നുന്നത് സഹസ് ഒന്ന് വലിഞ്ഞു മുറുകുന്നുണ്ടെന്ന് തോന്നുന്നു. 2 വിഭാഗം ആളുകൾ. ഇതൊന്നും കാര്യമില്ല ഇതിൽ. ഇനി ഖുർആൻ അമാനുഷികാണോ അല്ലെന്നുള്ള തർക്കം ഞാനും അയ്യൂബ് മൗലവിയും തമ്മിലോ യുക്തിവാദി സംഘവും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലോ തുടങ്ങിയ തർക്കമല്ല. എൻ്റെ സമയത്തെക്കുറിച്ച് എനിക്ക് ധാരണയുണ്ട്. അത് ഖുർആൻ അവതരിച്ചെന്നല്ല, അയ്യൂബ് മൗലവിനോട് പറഞ്ഞ മാതിരി ഖുർആൻ അവതരിച്ചു എന്നുള്ള തർക്കമാണ്. ആ തർക്കം ഇന്നും തുടരുന്നുണ്ട്. ഇന്ന് 6 മണിന് മുമ്പിൽ തീരുമാനമാക്കിയിട്ട് സഹസ് പിരിയണമെന്ന് ഇവിടെ ആരും തീരുമാനിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഖലീൽ ജിബ്രാൻ്റെ കഥ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു യുക്തിവാദിയും ഒരു വിശ്വാസിയും തമ്മിൽ ഒരു രാവിലെ മുതൽ പിറ്റേന്ന് നേരം പുലരുന്നവരെ തർക്കിച്ചപ്പോൾ നേരം വെളുത്തു നോക്കിയപ്പോൾ യുക്തിവാദി വിശ്വാസിയായിരിക്കുന്നു, വിശ്വാസി യുക്തിവാദിയായിരിക്കുന്നു. അതുകൊണ്ട് എല്ലാ പ്രശ്നവും വെച്ച് തീർക്കുന്നു വേണ്ട. എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയുന്നു, അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം പറയും. ആരും കൈയടിച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. അപ്പോൾ വമാ യഅലമു തഅ്വീലുഹു ഇല്ലല്ലാഹ്, അതിൻ്റെ വ്യാഖ്യാനം അള്ളാഹുവിന് മാത്രമാണ് അറിയുന്നത്. വറാസിഖൂന ഫിൽ ഇൽമ്, ഗ്രന്ഥത്തിൽ അഗാധ ജ്ഞാനമുള്ള ആളുകൾക്കുമാണ് അറിയുന്നത്. യഖൂലൂന, വിശ്വാസികൾ പറയും, ആമന്നാ ബിഹി,
ഞങ്ങളതിൽ വിശ്വസിച്ചിരിക്കുന്നു. കുല്ലും മിൻ ഇന്ദി റബ്ബിന, എല്ലാം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ്. ഖുർആനിലെ മുത്തശാബിഹാത്തും മുഹ്കമാത്തും രണ്ടും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ഉള്ളതാണ്. വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകളല്ലാതെ ഇതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ ചിന്തിക്കുന്നില്ല. ഒരു ഗ്രന്ഥത്തിൽ സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാവുന്ന വളരെ ലളിതമായ കാര്യങ്ങളുണ്ട്. അത്ര സാമാന്യ ബുദ്ധിക്ക് അപ്പുറത്ത് ഉള്ള സങ്കീർണമായ കാര്യങ്ങളുമുണ്ട്. സങ്കീർണമായ കാര്യങ്ങൾ റാസിഖൂന ഫിൽ ഇൽമ്, അഗാധജ്ഞാനമുള്ളവർക്കേ മനസ്സിലാവുകയുള്ളൂ. ഖുർആൻ വളരെ സുവ്യക്തമാണ്. ഒരു ഗ്രന്ഥം സുവ്യക്തമാണ് എന്ന് ഇത് പ്രത്യേകിച്ച് ഒരു പുതിയ കാലത്ത് ഒരു ഗ്രന്ഥത്തെ പല രീതിയിൽ വായിക്കാൻ കഴിയും. കുറച്ച് ബുദ്ധിയുള്ളവർ അങ്ങനെ വായിക്കും, കുറേ കൂടി ഗവേഷണ സ്വഭാവമുള്ളവർ അഗാധമായിട്ട് വായിക്കും. ഇത് എങ്ങനെയാണ്? ഇത് വൈരുദ്ധ്യമല്ല എന്ന് മാത്രം ലളിതമായിട്ട് പറയട്ടെ. അനന്തരാവകാശ നിയമത്തിൻ്റെ ഒരു വിഷയം അദ്ദേഹം പറയുകയുണ്ടായി. ഒരു സ്ത്രീ മരിച്ചാൽ ഞാൻ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറയാം. വലക്കും നിസ്ഫുമാ തറക്ക അസുവാജിക്കും ഇല്ലൻ യക്കുൻ ലഹുന്ന വലതുൻ. ഭർത്താക്കന്മാരോടാണ് അഡ്രസ്, ഖിതാബ്. നിങ്ങൾക്ക് പകുതിയുണ്ട് നിങ്ങളുടെ ഭാര്യമാർ വിട്ടേച്ചു പോയതിൽ, അവർക്ക് സന്തതികളില്ലെങ്കിൽ. ഫൈൻ കാന ലഹുന്ന വലതുൻ. എന്നിട്ട് പിന്നെ സഹോദരിമാർക്ക് 1/3 എന്നാണ് തുടർന്ന് പറയുന്നത്. വളരെ ലളിതമാണ്. എന്തിനാണ് അദ്ദേഹം ഇത് ഇത്ര വലിയ ആശയക്കുഴപ്പത്തിൽ ചെന്ന് ചാടിയത് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം തന്നെ പറഞ്ഞ ഉദാഹരണം ഞാൻ പറയാം. പിന്നെ അദ്ദേഹം പറഞ്ഞ സംഖ്യ 6000 ഉറുപ്പികയാണ് ഒരാൾക്ക് ഉള്ളതെങ്കിൽ ഭർത്താവിന് പകുതി 3000 രൂപ ലഭിക്കും. മറ്റ് 2 പേർക്കും കൂടിയിട്ട് 2/3 ലഭിക്കും. അദ്ദേഹം 2 സഹോദരിമാർക്കുള്ളതിനെ ഒറ്റ ഓഹരിയെ 2 ഓഹരിയാക്കി കാണിച്ചു എന്നുള്ളതാണ് അതിലുള്ള ഒരു തെറ്റിദ്ധാരണ എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഖുർആനിൽ വൈരുദ്ധ്യമുണ്ട് എന്നതിന് അദ്ദേഹം പറഞ്ഞ മറ്റൊരു തെളിവ് ഒമാ നൻസഖു മിൻ ആയത്തിൻ ഔ നുൻസിഖ, ഖുർആനിൽ നസ്ഖ് എന്ന ഒന്ന് ഉണ്ട് എന്നുള്ളതാണ്. ഖുർആൻ്റെ അവതരണം, ഖുർആനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഒരു സാധാരണ ഗ്രന്ഥം പോലെ ഖുർആനെ മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. അതൊരു ദൈവികവും വ്യത്യസ്തവുമായൊരു ഗ്രന്ഥമാണ്. പിന്നെ അത് ക്രമപ്രവൃത്തമായി അവതരിച്ചതാണ് 23 വർഷക്കാലം കൊണ്ട്. അതിലെ ആദ്യം അവതരിച്ച നിയമങ്ങൾ പരിഷ്കരിച്ച് പിന്നീട് അവതരിക്കുകയും ഇങ്ങനെ വന്നിട്ടുള്ള ഒന്നാണ്. മാത്രമല്ല പൂർവ്വവേദങ്ങളെ തിരുത്തിയും കറക്റ്റ് ചെയ്തുമൊക്കെയാണ് അത് അവതരിക്കുന്നത്. അതിൽ നസ്ഖ് എന്ന് പറയുന്ന ഒരു വിധിയെ ദുർബലപ്പെടുത്തി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സന്ദർഭത്തെ ദുർബലപ്പെടുത്തിയിട്ട് മറ്റൊരു വിധി വരുന്നു. ഇത് ഖുർആൻ പഠിക്കുന്ന ഏതൊരാൾക്കും വളരെ വ്യക്തമായി മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഖുർആനിൽ മദ്യം ആദ്യം നിഷിദ്ധമായിരുന്നില്ല. വലാ തഖറബുസ്സലാത്ത വ അന്തും സുക്കാറ, നിങ്ങൾ ലഹരി ബാധിച്ചവരായിട്ട് നമസ്കരിക്കരുത് എന്നാണ് പറയുന്നത്. പിന്നീട് ഫഹൽ അന്തും മുന്തഹൂൻ ഇന്നമൽ ഖംറു വൽ മൈസറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ, അതൊക്കെ പിശാചിൻ്റെ പ്രവർത്തികളിൽപ്പെട്ടതാണെന്നും പിന്നെ നിങ്ങൾ വിരമിക്കുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് പിന്നെ സമ്പൂർണ്ണമായി മദ്യം നിരോധിക്കുകയുമാണ് ചെയ്യുന്നത്. ഇതിനാണ് നസ്ഖ് എന്ന് ഖുർആൻ ഉലൂമുൽ ഖുർആൻ്റെ സാങ്കേതിക ഭാഷയിൽ പറയുന്നത്. ഇതൊരു വൈരുദ്ധ്യമല്ല. ഒരു ഗ്രന്ഥം 23 വർഷക്കാലം കൊണ്ട് അവതരിച്ച് പൂർത്തിയാവുന്ന ആ ഒരു ക്രമപ്രവൃത്തത, സമൂഹത്തിൻ്റെ സാഹചര്യങ്ങളെ പരിഗണിച്ച് ഖുർആൻ അള്ളാഹു ദീക്ഷിച്ചിട്ടുള്ള ഒരു ക്രമപ്രവൃത്തതയാണ്. ഇത് വൈരുദ്ധ്യമല്ല. ഇത് ഖുർആനിൽ തന്നെ ഉള്ള, ഖുർആൻ തന്നെ വിശദീകരിക്കുകയും വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അലിയുടെ ഖുർആൻ, പിന്നെ ഇബ്നു അബ്ബാസിൻ്റെ ഖുർആൻ, ഇങ്ങനെ ഖുർആൻ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് തെളിവൊന്നും പറയാത്തതുകൊണ്ട് അതിന് മറുപടി പറയേണ്ട പ്രത്യേകിച്ച് ബാധ്യത ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഖുർആൻ പാരായണ ഓരോ ഖുർആനാണ്. അദ്ദേഹം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ലോകത്ത് പല ഖുർആനാണ് എന്നതാണ്. ഇതൊരു കളവാണ്. ലോകത്ത് പല ഖുർആനില്ല, ഒറ്റ ഖുർആനേ ഉള്ളൂ. ആ ഖുർആനിന് പാരായണ ഭേദങ്ങളുണ്ട്. നമുക്കറിയാം ലോകത്ത് ഏത് ഭാഷക്കും ഭാഷാഭേദങ്ങളുണ്ടാകും. മലയാളത്തിന് അതിന് നമ്മൾ ഭാഷാശാസ്ത്രത്തിൽ പ്രൗഢഭാഷ, സ്റ്റാൻഡേർഡ് ലാംഗ്വേജ്, അതേപോലെ തന്നെ ഡയലക്റ്റിക്സ്, ഭാഷാഭേദങ്ങൾ എന്ന് പറയും. ഇത് അറബിക്കും ബാധകമാണ്. ഭാഷാഭേദങ്ങൾ ഖുറൈശികളുടെ ഒരു ഭാഷയിലാണ് ഖുർആൻ. അതാണ് അറബിയിലെ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതിലാണ് അവതരിച്ചത്. ആ വാക്കുകൾക്ക് ഭാഷാഭേദങ്ങളുണ്ട്, പദങ്ങൾ, ഉച്ചാരണങ്ങൾക്ക്. അതിൽ അങ്ങനെയുള്ള 7 ഉച്ചാരണ ശൈലികളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ
ഓതറൈസ് ചെയ്തിരുന്നു. അതിൻ്റെ പേരിൽ എന്തൊക്കെയോ കഥകളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തോ കലാപം ഉണ്ടായിരുന്നോ, അങ്ങനെ ഒരു കലാപം ഉണ്ടായിട്ടില്ല. പ്രവാചകൻ തന്നെ അംഗീകരിച്ച അറബി ഭാഷയുടെ 7 ഭാഷാഭേദങ്ങളാണ് ആ പാരായണ വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്. പാരായണ വ്യത്യാസങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ ബാക്കി കാര്യങ്ങളിലേക്ക് ഞാൻ വരാം. പിന്നെ അപ്പോൾ വ്യത്യസ്ത ഖുർആനുണ്ട് എന്ന് പറയുന്നത് വെറുതെയാണ്. പിന്നെ റജ്മിൻ്റെ ആയത്ത് ഇത് ബുഖാരിയിലുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബുഖാരിയിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. അതിന് അദ്ദേഹം മറ്റ് വിശദീകരണങ്ങൾ പറയുകയാണെങ്കിൽ എൻ്റെ അടുത്ത ഊഴത്തിൽ ഞാനത് വ്യക്തമാക്കാം. എന്തായാലും ബുഖാരിയിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. പിന്നെ കുനൂത്തിൻ്റെ ആയത്ത് എന്നൊരു ആയത്തിൻ്റെ കഥയും പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ആയത്തില്ല. കൂടുതൽ എന്തെങ്കിലും അദ്ദേഹത്തിന് പറയാനുണ്ടെങ്കിൽ അദ്ദേഹം വ്യക്തമാക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ അദ്ദേഹം പറയുന്നത് ഖുർആൻ പാരായണ വ്യത്യാസത്തിൻ്റെ പേരിൽ കലാപുണ്ടായി, മൊത്തം കലാപമാണ്. പിന്നെ അതേപോലെ ഈ മുസ്ലിങ്ങൾക്കിടയിൽ ഈ പാരായണ വ്യത്യാസങ്ങളുടെ പേരിലാണ് കലാപങ്ങൾ ഉണ്ടാവുന്നത് എന്നതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയ വിവരമാണ്. എന്നാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വളരെ യുക്തിപരമായൊരു ചോദ്യമുണ്ട്, കേവല യുക്തിയുടെ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, പിന്നെ അള്ളാഹു എല്ലാവർക്കുമായിട്ട് ഒറ്റ വ്യാഖ്യാനം അവതരിപ്പിച്ചാൽ പോരായിരുന്നോ? ഞാൻ വേറൊരു ചോദ്യം തിരിച്ചു വയ്ക്കാം. എല്ലാവരെയും കൂടി ഇതങ്ങോട്ട് വിശ്വസിപ്പിച്ചാൽ പോരായിരുന്നു? അയ്യുമൂലവും ഞാൻ തമ്മിലൊരു സംവാദം നടത്തേണ്ടി വരില്ലായിരുന്നല്ലോ. സുഹൃത്തുക്കളെ, ഇങ്ങനെ സംവാദമൊക്കെ നടത്താനാണ് അങ്ങനെ ചെയ്യാതിരുന്നത്. മനുഷ്യർക്കിടയിലെ മനുഷ്യൻ്റെ ബുദ്ധി, അതിൻ്റെ പരസ്പര പ്രവർത്തനങ്ങൾ, ഗവേഷണം, സംവാദം എന്ന് പറയുന്നത് എന്താണ്? ഇതെവിടെ നിന്ന് കിട്ടിയതാ? നിങ്ങൾ അല്ലാഹുവിൻ്റെ മാർഗത്തിലേക്ക് ആളുകളെ യുക്തിപൂർവം സന്മനസ്സോടുകൂടി നല്ല ഉപദേശത്തോടുകൂടി ക്ഷണിക്കണം. ജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ, ജിദാൽ, സംവാദം, ഡയലോഗ്, ഡിബേറ്റ്, അവരുമായി ഏറ്റവും നല്ല നിലയിൽ ഡിബേറ്റ് ചെയ്യണം. യുക്തിവാദി, നിങ്ങളിപ്പോൾ ഇവിടെ എന്ത് പ്രകോപനം ഉണ്ടാക്കിയാലും എനിക്ക് നിങ്ങളുമായിട്ട് നല്ല നിലയിലേ സംവാദം നടത്താൻ പറ്റുള്ളൂ. അതിന് കാരണം എന്താ അറിയോ? ഇത് ഖുർആൻ പറഞ്ഞതാണ്. ഞാൻ അംഗീകരിക്കുന്ന ഖുർആൻ എന്നോട് ആവശ്യപ്പെട്ടൊരു കാര്യമാണ്, വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ. ഹസൻ അല്ല, ഏറ്റവും അഹ്സൻ, ഏറ്റവും നല്ല നിലയ്ക്ക് സംവാദങ്ങൾ നടത്തണം. അങ്ങനെ മനുഷ്യർക്കിടയിൽ ബുദ്ധിപരമായ പ്രവർത്തനങ്ങളും പ്രതിപ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടാവണം. അതിനാണ്. അപ്പോൾ ഒറ്റ ടെക്സ്റ്റാണ്, ആ ടെക്സ്റ്റിന് പല വ്യാഖ്യാനങ്ങളുണ്ട്. ഒരു കുറേ ഉദാഹരണങ്ങൾ. ഔ ലാമസ്തുമുൻ നിസാവ് ഔ ലമസ്തുമുൻ നിസാവ്, ഇതിൻ്റെ പേരിലല്ല സുഹൃത്തുക്കളെ അഭിപ്രായ വ്യത്യാസം. ലാമസ്തുമുൻ നിസാവ് എന്ന പാരായണം അംഗീകരിച്ചാൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ലാമസ എന്ന് പറഞ്ഞാൽ സ്പർശിച്ചു ഭാഷാപരമായി. ഇത് ഒരു സാങ്കേതിക ഒരു മതം എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പോലും അതിൻ്റെ കേവല ഭാഷ അല്ല ഒന്നിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ചൊരു ധർമ്മശാസ്ത്രവും വിശ്വാസ സംഹിതയും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒന്നാകുമ്പോൾ, അപ്പം ലാമസ എന്ന് പറഞ്ഞാൽ സഹസിൽ ആ ഖുർആൻ്റെ പശ്ചാത്തലം അറിയാത്തവർക്ക് ഞാൻ പറയാം. പിന്നെ അംഗശുദ്ധി, നമസ്കാരം ശരിയാവണമെങ്കിൽ അംഗശുദ്ധി വരുത്തണം. അതുമായി ബന്ധപ്പെട്ട് പിന്നെ അംഗശുദ്ധി, വലിയാശുദ്ധിയെക്കുറിച്ചും അതിനുവേണ്ടി കുളി, അതേപോലെ ഉളുഅ, ഇതിൻ്റെ നിയമങ്ങൾ പറയുന്നിടത്ത് പറയുന്നു, നിങ്ങൾ സ്ത്രീകളെ സ്പർശിച്ചാൽ, ഉളുവിനെക്കുറിച്ച് പറയുന്നിടത്താണ് ഖുർആൻ അത് പറയുന്നത്. സ്ത്രീകളെ സ്പർശിച്ചാൽ ലാമസ്തുമുൻ നിസാ, ഈ ലാമസ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ത്രീയെ വെറുതെ തൊട്ടാൽ വ്യാഖ്യാനം, അതല്ല വികാരത്തോടു കൂടി തൊട്ടാൽ മറ്റൊരു വ്യാഖ്യാനമാണ്. സ്ത്രീ പുരുഷ ശാരീരിക ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ മറ്റൊരു വ്യാഖ്യാനമാണ്. ഇങ്ങനൊന്നും വ്യാഖ്യാനം ഉണ്ടാകാൻ പാടില്ല, ഇങ്ങനെ വൈവിധ്യം ഉണ്ടാകരുത് എന്ന് അള്ളാഹുവും പ്രവാചകനും നിഷ്കർഷിച്ചിട്ടില്ലല്ലോ. ഇങ്ങനെ വൈവിധ്യങ്ങൾ ഉണ്ടാകാം, വ്യത്യസ്ത സരണികൾ ഉണ്ടാകാം. ഇതൊക്കെ ഒരു മതത്തിൻ്റെ ഭാഗമാണ്. ഇഖ്തിലാഫ് ഉമ്മത്തി നിഅമത്തുൻ എന്ന് പ്രവാചകനിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടൊരു വാചകമുണ്ട്. എൻ്റെ സമുദായത്തിൻ്റെ ന്യായമായ അഭിപ്രായ വ്യത്യാസങ്ങൾ അത് അനുഗ്രഹമാണ്. പ്രവാചകൻ്റെ സ്വഹാബികൾക്കിടയിൽ തന്നെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇതൊരു ഒരു ആദർശത്തിൻ്റെ ഡൈനാമിസമാണ്. ഇത് അടിസ്ഥാനപരമായ അഭിപ്രായ വ്യത്യാസങ്ങളല്ല, മറിച്ച് ഇനി അടിസ്ഥാനപരമായ അഭിപ്രായ വ്യത്യാസങ്ങളാണെങ്കിൽ തന്നെ അതൊരു ഗ്രന്ഥത്തെ മുൻനിർത്തിയുള്ള വ്യാഖ്യാനങ്ങളാണ്. അതിൻ്റെ ടെക്സ്റ്റ്, പാഠം, അതിലുള്ള വ്യത്യാസങ്ങളല്ല. ആ വ്യാഖ്യാനങ്ങൾ, അതിൻ്റെ ശരിതെറ്റുകൾ മനസ്സിലാക്കാനുള്ള ഒരു സംവിധാനവും മതത്തിനകത്തുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുജാഹിദുകാരുടെ ഖുർആൻ, സുന്നികളുടെ ഖുർആൻ, യഥാർത്ഥത്തിൽ മുജാഹിദുകൾക്കും സുന്നികൾക്കും ജമാഅത്തെ ഇസ്ലാമിക്കാർക്കിടയിലൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്നതും സംവാദങ്ങൾ നടക്കുന്നതും അവർക്ക് ഒറ്റ ഖുർആനായതുകൊണ്ടാണ്. ആ ഖുർആനിൽ ഏതാണ് ശരി? ഇതാണ് തർക്കം. വ്യത്യസ്ത ഖുർആനാണ് പിന്നെ അത് ഒരു തർക്കം സാധ്യമല്ലല്ലോ, ഒരു സംവാദം സാധ്യമല്ലല്ലോ.
അപ്പോൾ പിന്നെ അദ്ദേഹം ഒരു പശുവിൻ്റെ കഥ, ഖുർആൻ്റെ പേര്, ഖുർആനിലെ സൂറത്തുകളുടെ പേര് പണ്ടേ യുക്തിവാദി സംഘത്തിൻ്റെ ഒരു ഇഷ്ട വിഷയമാണ്. ഇടമുറുകിൻ്റെ പുസ്തകത്തിൽ അത് പരാമർശിക്കുന്നുണ്ട്. ഓദ്രമസൈൻ്റെ യുക്തിവാദികൾ ഇസ്ലാമിൽ അതിന് മറുപടി പറയുന്നതും കാണാൻ സാധിക്കും. അപ്പോൾ അസാത്തീറുൽ അവ്വലി കാലു അസാത്തീറുൽ അവ്വലി, ഇതൊക്കെ പൂർവികരുടെ കെട്ടുകഥകളാണ് എന്ന് ആളുകൾ പറഞ്ഞു. ആദ്യം അദ്ദേഹം ധ്വനിപ്പിക്കാൻ ശ്രമിച്ചത് സഹാബാ കിറാം പറഞ്ഞു എന്നാണ്. ഇനി എതിരാളികൾ പറഞ്ഞു എന്ന് പിന്നീട് അദ്ദേഹം വ്യക്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതാണ് തെളിവെങ്കിൽ അവരിത് മാത്രമൊന്നല്ല പറഞ്ഞത്. ഈ ചർച്ച വളരെ എളുപ്പത്തിൽ അവസാനിപ്പിക്കാൻ പറ്റും. മുഹമ്മദ് നബി ഭ്രാന്തനെന്ന് പറഞ്ഞിട്ടുണ്ട്, മാരണക്കാരനാണെന്ന് പറഞ്ഞിട്ടുണ്ട്, കവിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനി അസാത്തീറുൽ അവ്വലി ആണ് എന്ന് അറേബ്യൻ മുശ്രിക്കുകളുടെ വാദമാണ് ശരി എന്നാണ് സൂറത്ത് അയ്യൂബ് പറയുന്നത്. അപ്പം അതിന് തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ, ഖുർആനിൽ ഈ ബക്കറ എന്ന് പേര് വരാൻ കാരണമായ ഒരു പശുവിൻ്റെ കഥ പറയുന്നുണ്ട്. അത് മഹാമണ്ടത്തരാണ് എന്താണ്. കാരണം എന്താ, മരിച്ചുപോയ ഒന്നിനെ കൊന്നത് ആരാന്ന് അറിയണമെങ്കിൽ ആ പശുവിൻ്റെ എല്ലെടുത്തിട്ട് മരണപ്പെട്ട ആളെ അടിച്ചാൽ മതി എന്നതാണ്. ഇത് എന്താ, യുക്തിക്ക് വിരുദ്ധമാണ്. മതവും യുക്തിവാദവും തമ്മിൽ അടിസ്ഥാനപരമായ തർക്കമുണ്ട്. ഖുർആനുമായിട്ട് മാത്രം ബന്ധപ്പെട്ടതല്ല, ഖുർആനുമായിട്ടും ബന്ധപ്പെട്ടതാണ്. അത് ആ തർക്കത്തിലേക്ക് ഇവിടെ പ്രവേശിക്കേണ്ടതുണ്ടോ ഇല്ലെന്ന് എനിക്കറിഞ്ഞൂടെ. ചിലപ്പോൾ പല വാദങ്ങളും അതുമായിട്ട് ചെന്ന് മുട്ടാൻ സാധ്യതയുണ്ട്. കാര്യകാരണ ബന്ധങ്ങളിൽ അധിഷ്ഠിതമായിട്ട് ലോകത്ത് കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഇനി ഇക്കഥ മാത്രമൊന്നും, ഇനി ഒരുപാട് ഉദാഹരണം പറയാം. മൂസാ നബി വടിയടിച്ചു, കടൽ പിളർന്നു, ഖുർആനുള്ളത്. ഈസാ അലൈഹി സ്വലാം, യേശു ക്രിസ്തു മരിച്ചവരെ ജീവിപ്പിച്ചു. മരിച്ചവരെ ജീവിപ്പിക്കാൻ അസാധ്യമാണ്. കാരണം ചില ആൾ മരിച്ചു എന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക്കലി ആയിട്ടുള്ളൊരു സംഗതിയാണത്. പിന്നെ ആളെ ജീവിപ്പിക്കാനുള്ള പ്രശ്നം ഉത്ഭവിക്കുന്നില്ല കേവല യുക്തിയെ സംബന്ധിച്ചിടത്തോളം. കേവല യുക്തിക്ക് വഴങ്ങാത്ത ഒരുപാട് കാര്യങ്ങൾ ലോകത്തുണ്ട്. അതിനെക്കുറിച്ച് പറയേണ്ടതുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് മറ്റൊരു ഊഴത്തിൽ യുക്തി എന്നതിനെക്കുറിച്ച് ഞാൻ വേറെ പറയാം. ഇപ്പോൾ അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. അതുകൊണ്ട് അതുമാത്രം എന്തോ ഖുർആനിൽ എന്തോ ഒരു സംഭവം ഒന്നുമില്ല. തീയിലെറിയപ്പെട്ട ഇബ്രാഹിം തീയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നുണ്ട്. ഇത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും എന്നതാണ് മതവിശ്വാസത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ പ്രസക്തമായൊരു കാര്യം, ചോദിച്ചപ്പോഴാണ് ഈ പശുവിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് എന്നിട്ട് ചോദിക്കുന്നതിന് മുമ്പേ ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഒരു തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചാൽ, ബനു ഇസ്രായേലികൾ, ഇസ്രായേൽ സമൂഹം പ്രവാചകന്മാരോട് നിരന്തരം അനാവശ്യമായി ചോദ്യങ്ങൾ ചോദിക്കുന്നു. കസ്റത്തു സുആൽ, അത് അവരുടെ ഒരു പ്രശ്നമായിരുന്നു, അവരുടെ ഒരു കുഴപ്പമായിരുന്നു. ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ പറഞ്ഞാൽ ആ തത്വങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അതിൻ്റെ ഓരോ സൂക്ഷ്മ വിശദാംശങ്ങളും ചോദിച്ചുകൊണ്ടേയിരുന്നു. അതിനുള്ളൊരു പണിഷ്മെൻ്റായിട്ടാണ് അവരുടെ ഓരോ ചോദ്യത്തിനും അവർക്ക് താങ്ങാൻ കഴിയാത്ത അല്ലെങ്കിൽ വളരെ പ്രയാസമുള്ള പരിഹാര മറുപടികൾ ഖുർആൻ പറയുന്നത്. ഇതൊരു സമൂഹത്തിൻ്റെ തെറ്റായ നടപടിക്ക് ഇതിനകത്തൊരു പണിഷ്മെൻറ്റും ഒരു ശിക്ഷണ നടപടിയുമായിട്ടാണ് വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നത്. അല്ലാതെ അള്ളാഹ്ക്ക് നേരത്തെ ഏത് പശുവിനാണ് അറക്കേണ്ടതെന്ന് പറയാൻ അറിയാത്തതുകൊണ്ടോ ഒന്നും അല്ല എന്ന് ഖുർആൻ വായിക്കുന്ന ഏതൊരാൾക്കും സാമാന്യമായി പറയാൻ കഴിയും. പിന്നെ ഇത് മുഹമ്മദ് നബിയുടെ തന്നെ വാചകമാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഇന്നഹു ഖൗലു റസൂലുൻ കരീം, ഇതൊരു മാന്യനായ ഒരു ദൂതൻ്റെ വാചകങ്ങളാണ്. ഇപ്പോൾ ഖുർആനാണ് നമ്മുടെ ബേസ് എന്ന് അംഗീകരിച്ചാൽ കുഴപ്പമില്ല. ഇപ്പോൾ ഖുർആനെ കുറിച്ച് ഖുർആൻ പറയുന്നതാണ്. ഇതൊക്കെ ഒരു ചെറിയ മദ്രസയിലൊക്കെ പഠിക്കുന്ന, അല്ലെ പ്രാഥമികമായി ഖുർആൻ പഠിക്കുന്ന ആളുകൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ റസൂലുൻ കരീം എന്ന് പറയുന്നത് ഖുർആൻ ദൈവത്തിങ്കൽ നിന്ന് അവതീർണമായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ചാണ്. ഇന്നഹു ഖൗലു റസൂലുൻ കരീം, അത് ആ ദൂതൻ്റെ വാചകങ്ങൾ, ദൂതൻ്റെ വാചകങ്ങളാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ദൂതനിൽ നിന്നുള്ള വാചകങ്ങളാണ് എന്നല്ല. ഒരു കാര്യത്തെ വ്യാഖ്യാനിക്കേണ്ടത് അതിലെ ഏതോ ഒരു ശകലത്തെ അടർത്തിയെടുത്തിട്ടല്ല. അതിനേക്കാൾ വലിയൊക്കെ ഞാൻ പറഞ്ഞില്ല. ഫവൈലുൽ മുസല്ലി, നമസ്കരിക്കുന്നവർക്കാണ് നാശം, ഇങ്ങനെ ഖുർആൻ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയാൻ പറ്റും. ഒരു സാകല്യം ഖുർആനെ കുറിച്ച് എന്താണ് പറഞ്ഞത്, ആരവതരിപ്പിച്ചു, ആർക്ക് അവതരിച്ച് കിട്ടി എന്നതൊക്കെ വെച്ചിട്ടാണ് ഒരു സംഗതിയെ വ്യാഖ്യാനിക്കേണ്ടത്. അങ്ങനെ അല്ലെങ്കിൽ ഏത് ഗ്രന്ഥത്തിൽ നിന്നും ഒന്നോ രണ്ടോ വാചകം ആർക്കും അടർത്തിയെടുക്കുവാൻ സാധിക്കും. അതൊരു ബുദ്ധിപരമായി ഉയർന്നതോ സത്യസന്ധമോ ആയ വഴിയല്ല എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാമാണ് ഇത് കൊണ്ടുവന്നത്. അതിലൊരു കലർപ്പോ ഒരു ഏറ്റക്കുറച്ചിലോ കൂട്ടിച്ചേർക്കലോ സാധ്യമല്ല എന്നതാണ്. അത് വളരെ ദിവ്യത്വമുള്ള ഒരു ദൂതൻ എന്ന് പറയുന്നത് ഇവിടെ പ്രവാചകനല്ല,
ജിബ്രീൽ അലൈഹി ഇസ്ലാമിയെ കുറിക്കാൻ വേറെയും ഒരുപാട് സ്ഥലങ്ങളിൽ ദൂതൻ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പിന്നെ അദ്ദേഹം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ചർച്ച തുടരാം. ഖുർആനിൽ ഇനിയും വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചാൽ ആ വൈരുദ്ധ്യങ്ങൾ നമുക്ക് പരിശോധിക്കുകയും, എൻ്റെ സമയം ഇനിയും ബാക്കിയുണ്ടെന്ന് തോന്നുന്നു. ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതിൽ എനിക്ക് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് കൂടുതൽ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടട്ടെ. അപ്പോൾ നമുക്ക് അതിനുള്ള വിശദീകരണങ്ങൾ പറയുകയും ചെയ്യാം. എൻ്റെ ചോദ്യങ്ങൾക്ക് പുള്ളി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇല്ലയെന്ന് പറഞ്ഞാൽ മോശമാണല്ലോ. പുള്ളി പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് ഞാനൊന്ന് വിശകലനം ചെയ്യട്ടെ. പുള്ളി പറഞ്ഞത്, ഞാൻ ആദ്യം ചോദിച്ചത് അനന്തരാവകാശ നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിൽ എനിക്ക് കണക്കറിയില്ലെങ്കിൽ ഞാൻ വീണ്ടും പഠിക്കാൻ തയ്യാറാണ്. പക്ഷേ ആ പുള്ളി പറഞ്ഞത് യൂസീക്കുമുല്ലാഹു ഫി സൂറത്തുൻ നിസായിലെ, ഞാൻ സന്ദർഭങ്ങൾ അടർത്തി ഓതാതിരിക്കാനാണ് ഞാൻ കൃത്യം പറയുന്നത്, 11-12-176 ഇതിലാണ് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പുള്ളി ഉദാഹരണം പറഞ്ഞത് പിന്നെ 6000 രൂപ പകുതി 3000 ഉറുപ്പ്യ ഭർത്താവിന് കൊടുത്തു. പക്ഷെ സഹോദരിക്ക് കൊടുത്തത് സുലുസാനി 2/3 2/3 എന്ന് പറഞ്ഞാൽ 6000 രൂപയുടെ 2/3 എത്രയാണ് എന്ന് പുള്ളി പറഞ്ഞില്ല. സുലുസാനി എന്ന് പറഞ്ഞാൽ 2/3 2/3 എന്ന് പറഞ്ഞാൽ 2, 2, 2 ഇങ്ങനെ 3 ഭാഗിക്കുന്നു. 6000 ഉറുപ്പ്യനെ 2000 2000 2000. അപ്പോൾ 4000 2/3 എന്ന് പറയുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെയാണെങ്കിൽ സഹോദരിമാർക്ക് 4000 കൊടുത്താൽ ഇവിടെ 3000 കൊടുക്കാൻ തികയില്ല എന്നാണ് ഞാൻ പറഞ്ഞു. ഖുർആനിൽ അങ്ങനെ തന്നെയുള്ളത്. 2/3 എന്ന് തന്നെയാണ് പറഞ്ഞത്. സൂറത്തുൻ നിസായിലെ ഫൈൻ കാനത്തസ്നതൈനി 2 സഹോദരിമാരാണെങ്കിൽ, ഒന്നാണെങ്കിൽ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം, 2 സഹോദരിമാരാണെങ്കിൽ ഫലഹുമാ ആ 2 ആൾക്കുമുണ്ട് സുലുസാനി 3/2 ഉണ്ട്. 6 ഉറുപ്പ്യൻ്റെ 3/2 എന്ന് പറയുന്നത് 4 ഉറുപ്പ്യാണ്. 6 ലക്ഷത്തിൻ്റെ 3/2 എന്ന് പറയുന്നത് 4 ലക്ഷമാണ്. 6000-ൻ്റേത് 4000 രൂപയാണ്. അവിടെ 4000 കൊടുത്താൽ, 4 ലക്ഷം കൊടുത്താൽ, 4 രൂപ കൊടുത്താൽ ഭർത്താവിനും കൊടുക്കാൻ തികയില്ല. അതാ ഞാൻ പറഞ്ഞ് അള്ളാഹ് പറഞ്ഞു കൊടുത്ത് പുള്ളി, ഞാൻ കണക്ക് തെറ്റിയിട്ടാണ്, ഞാൻ തിരുത്താൻ തയ്യാറാണ്. ഞാൻ ഈ മനസ്സിലാക്കിയ കണക്ക്, ഒരു സ്ത്രീ മരിച്ചു, ആ സ്ത്രീയുടെ സ്വത്തിൻ്റെ നേരെ പകുതി 3000 കൊടുത്തു. അതേ 6000-ൻ്റെ 3/2, ബാക്കി 3/2 6000-ൻ്റെ 3/2 4000-ആണ്, 4 ലക്ഷമാണ്. ആ കണക്ക് പുള്ളി പറഞ്ഞു കൊടുത്ത് ഞാൻ മനസ്സിലാക്കിയ തെറ്റി ഉത്തരം പറഞ്ഞിട്ടുണ്ട് പുള്ളി. ഞാൻ ആ മനസ്സിലാക്കിയോട് തെറ്റിയൊന്നും എനിക്കറിയില്ല. ഞാൻ കേട്ടെടുത്തോളം പുള്ളി ആ പറഞ്ഞ കണക്കിൽ എന്തോ ഒന്ന് ഉരുണ്ട് കളിച്ചതായിട്ട് തോന്നി. 2, പുള്ളി പറഞ്ഞത് നെസ്ഖിൻ്റെ കാര്യമാണ്. ഞാൻ പറഞ്ഞത് അതും പുള്ളി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാത്തൊരു കാര്യം പുള്ളി എന്നിൽ വെച്ചിട്ടുണ്ട്. ഞാൻ നാസിഖ് മൻസൂഖ് അത് ഞാൻ പരാമർശിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ പരാമർശിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് പുള്ളി എഴുതിയിട്ട് ഇവിടെ നിന്ന് വായിച്ചു. നാസിഖ് മൻസൂഖ് അതൊന്നൊരു വിഷയമാണ് പുള്ളി പറഞ്ഞ രീതിയിൽ ആണെങ്കിൽ. പുള്ളി പറഞ്ഞത് ഞാനങ്ങനെ സംസാരിച്ചിട്ടില്ല കേട്ടോ. എൻ്റെ പ്രസംഗത്തിൽ നാസിഖ് മൻസൂഖ് ഖുർആനിലുണ്ടെന്ന് ഞാൻ നാസിഖ് എന്ന് പറഞ്ഞാൽ ദുർബലപ്പെടുത്തുന്നതും പെടുത്തപ്പെടുന്നതും. അത് തന്നെ എന്തിനാണ്? ഇപ്പോൾ പുള്ളി പറഞ്ഞു നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു നിങ്ങൾ നമസ്കരിക്കുമ്പോൾ മദ്യപിക്കരുത് ഖുർആനിൽ ഇങ്ങനെ. അപ്പോൾ പിന്നെ പറഞ്ഞു നിങ്ങൾ മദ്യത്തിൽ ഗുണവുമുണ്ട് ദോഷമുണ്ട്, ഗുണത്തേക്കാളേറെ ദോഷമാണെന്ന് പറഞ്ഞു. മദ്യത്തിൽ ഗുണമുണ്ട് ദോഷമുണ്ട്, പിന്നെ ഗുണത്തേക്കാളേറെ ദോഷമുണ്ട്, അതുകൊണ്ട് വർജിക്കുക. ഓക്കെ. അപ്പം ആദ്യം നിസ്കാരത്തിൽ കുടിക്കുക എന്ന് പറഞ്ഞു, നിസ്കരിക്കുമ്പോൾ കുടിക്കരുത് എന്ന് പറഞ്ഞത് ഈ ആയത്തുകൊണ്ട് മൻസൂഖായി. ഞാൻ പറഞ്ഞ പദത്തിൽ തെറ്റിപ്പോയി തിരുത്തുന്നു. നമസ്കരിക്കുമ്പോൾ കുടിക്കരുത് എന്ന് പറഞ്ഞ ആയത്തുണ്ട് ഖുർആനിൽ. പിന്നീട് ആകെ വർജിക്കാൻ വേണ്ടി ഒരു ആയത്ത് വന്നപ്പോൾ ഇത് ബാത്തിലായിപ്പോയി, ഇത് മൻസൂഖായിപ്പോയി. ഈ ആയത്ത് കൊണ്ട് ഇതിനെ മൻസൂഖായി. അത് ഞാൻ അങ്ങനെ അങ്ങനെ അത് ഇനി ഞാൻ പറയട്ടെ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ നമസ്കാരത്തിൽ കുടിക്കരുത് എന്നുള്ള ആയത്ത് ഇന്ന് ഖുർആൻ എന്തിൻ്റെ ആവശ്യത്തിനുണ്ട്?
മൻസൂഖായിട്ടുണ്ടെങ്കിൽ ആ ആയത്തിൻ്റെ പ്രസക്തി എന്താണ്? നമസ്കാരത്തിൽ കുടിക്കാൻ പാടില്ല എന്ന് ഇപ്പം ഖുർആനിൽ ഉണ്ടാകാൻ പാടില്ലല്ലോ, തീരെ കുടിക്കരുതെന്ന് പറഞ്ഞാൽ. അപ്പോൾ മൻസൂഖ് ഉണ്ടായാൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നാസിഖ് വന്നാൽ മൻസൂഖിന് പ്രസക്തി ഇല്ല. ഈ ആയത്ത് കൊണ്ട് അതിനെ ദുർബലപ്പെടുത്തിയാൽ, ഏതൊന്നിനെയാണോ ദുർബലപ്പെടുത്തിയത് എങ്ങനെ ഖുർആനിൽ വന്നു? ഖുർആൻ ഉണ്ടാകാൻ പാടുണ്ടോ? എങ്കിൽ അതെങ്ങനെയാണ് ഇതായിപ്പോയത്? അപ്പോൾ നിയമം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം കുറച്ച് ഖുർആനോ? അതാണ്. അപ്പോൾ അവിടെ എൻ്റെ സംശയം അവശേഷിക്കുകയാണ്. ഞാനത് പറഞ്ഞില്ലെങ്കിലും നാസിഖ് മൻസൂഖ് എന്തിന് ഖുർആനിൽ ഒരു നിയമം കൃത്യമായി പറഞ്ഞിരുന്നുവെങ്കിൽ ഇതിന് പ്രയോഗമില്ലായിരുന്നു, അല്ലെ അത് എടുത്തു കളയേണ്ടിയിരുന്നു, അള്ളാഹുവിനത് മായ്ച്ചു കളയാമായിരുന്നു. ആ ആയത്തിൽ തന്നെ പറയണത് എന്താ അറിയോ? മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹ നഅതി ബിഖൈരിൻ. ഞാൻ ആയത്തിൽ നോക്കുന്നു, നിങ്ങൾക്ക് വ്യക്തമാകാൻ വേണ്ടി പറയാം. ഒരായത്തിനു അള്ളാഹു മൻസൂഖാക്കുകയാണെങ്കിൽ അതിനെ ഉപോത്ബലമായ ആയത്ത് കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടുണ്ട്. തത്തുല്യമായ ആയത്ത് ഇവിടെ ഏതാണ് എങ്കിൽ ആദ്യത്തെ ആയത്തിന് എന്താണ് പ്രസക്തി? ഓക്കെ, അപ്പം ഞാനത് പറയാത്തത് കൊണ്ട് പുള്ളി അത് പറയണേ, ഞാൻ അവർക്ക് വരാം. മാ നൻസഖ് സൂറത്തുൽ ബഖറയിലെ 106 വചനമാണ്. മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹാ നഅതി ബിഖൈരിൻ മിൻഹാ ഔ മിസ്ലിഹാ. ഒന്നിരിക്കലും മിസ്ലായിരിക്കും, തത്തുല്യമായത് വേണം. ഒന്ന് മൻസൂഖാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് വരുമ്പോൾ അതിന് നിയമപ്രാബല്യമില്ല. ഓക്കെ, ഇന്ന് ഖുർആനിൽ ആയത്തുണ്ട്, പ്രാബല്യമില്ലാത്ത ആയത്തുനിന്ന് ഖുർആനിലുണ്ട്, അതെന്തിനു വന്നു? ഓക്കെ, മൻസൂഖിൻ്റെ ആയത്ത് കുറേ സംഭവമുണ്ട്, ഞാൻ അങ്ങോട്ട് വരുന്നില്ല. നമ്മളെ വിഷയം പുള്ളി പറഞ്ഞോണ്ട് ഞാനത് പറഞ്ഞ. പിന്നെ പുള്ളി പറഞ്ഞത് വഉഖറു മുതശാബിഹാത്ത് എന്നത് ഞാൻ തെറ്റായി മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം എന്ന് പുള്ളി പറഞ്ഞു. ഞാൻ അതൊന്ന് പറയാം. സൂറത്തു ആൽ ഇംറാനിലെ ഹുവല്ലദീ അൻസല അലൈക്കുമുൽ കിതാബ മിൻഹു ആയാത്തും മുഹ്കമാത്തുൻ ഹുന്ന ഉമ്മുൽ കിതാബ്. ഖുർആനിനെ രണ്ടായി ഭാഗിച്ചാൽ ഒരു ഭാഗം അള്ളാഹു ഖുർആൻ ഇറക്കിയത് മിൻഹു ആയാത്തുൻ മുഹ്കമ, കൃത്യമായി മുഹ്കമായ ആയത്തുകളാണ്, വ്യക്തമായി പറഞ്ഞ ആയത്തുകളുണ്ട്. ഹുന്ന ഉമ്മുൽ കിതാബ്, അതാണ് ഖുർആനിൻ്റെ അടിസ്ഥാന തത്വം, മൂലഗ്രന്ഥം എന്ന് പറയുന്നത് അതാണ്. വഉഖറു, വേറെ ആയത്ത് ഖുർആനിലുണ്ടെന്നാ പറയണേ, ഖുർആനിൽ തന്നെ ഉള്ളതാ പറയണത്. വഉഖറു, വേറെ മുതശാബിഹാത്തുണ്ട്. ഈ ഖുർആനിൽ കുറച്ച് കാര്യം അള്ളാഹ് വ്യക്തമാക്കി തരികയും കുറച്ച് കാര്യം അള്ളാഹ്ക്ക് മാത്രം താഴെ പറയണെന്തോ ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഉൻ ഫയത്തബിഊന മാ തശാബഹ മിൻഹു ഇബ്തിഗാഅൽ ഫിത്ന വബ്തിഗാഅ തഅവീലി വമാ യഅലമു തഅവീലഹു ഇല്ലല്ലാഹ് വറാസിഖൂന ഫിൽ ഇൽം. അഗാധജ്ഞാനമുള്ള ആളുകൾ, ഈ ജ്ഞാനമെന്ന് പറയുന്നത് കേൾക്കണം, അഗാധജ്ഞാനമുള്ളവർ ഈ മുത്തശാബിഹത്ത് ഉണ്ടല്ലോ, അത് നമുക്കാർക്കും മനസ്സിലാകാത്ത ആ മുത്തശാബിഹത്ത് ഇതിൻ്റെ പിന്നാലെ പോകില്ല. പിന്നെ അവർ പറയും ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൽമുള്ള ആളുകൾ എന്ന് പറയുന്നത് ഈ മുത്തശാബിഹത്തിൻ്റെ പിന്നാലെ പോകില്ല, ഒരു ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചു. പിന്നെ വേറെ കുറേ ആൾക്കാരുണ്ട്, ആമന്ന അല്ലാത്ത ആളുകൾ, അവിശ്വാസികൾ. ഓരെന്താ ചെയ്യാം? ഓൽ അതിൻ്റെ തെവീൽ അന്വേഷിക്കും, വ്യാഖ്യാനം അന്വേഷിക്കും, അതിൻ്റെ വിശദീകരണം തേടും. എന്താണ് ഈ മുത്തശാബിഹാത്ത് എന്ന് പറഞ്ഞ സാധനം? എന്താണ്? അള്ളാഹ്ക്ക് മാത്രം മനസ്സിലായ കാര്യം എന്തിനാ അള്ളാഹ് ഖുർആനിൽ പറഞ്ഞത്? നമുക്ക് എന്തിനാ അള്ളാഹ് ഇറക്കി തന്നത്? അള്ളാഹ്ക്ക് മാത്രം അതിൻ്റെ വിശദീകരണം അറിയുള്ളൂ, അള്ളാഹ്ക്ക് മാത്രം അതിൻ്റെ തെവീൽ അറിയുമെങ്കിൽ പിന്നെ എന്തിന് നമുക്ക് തന്നു? ഹുദല്ലിന്നാസ്, മനുഷ്യന് മാർഗദർശനം എന്നാ പറയുന്നത്. ആ മാർഗദർശനം ഹുദല്ലിന്നാസ്, ഇന്നൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, മനുഷ്യനെ നേരെ നയിക്കുന്ന ഈ ഖുർആൻ, ഈ ഖുർആനിൽ മനുഷ്യനെ നന്നാകാൻ വേണ്ടി തന്ന ഈ ഖുർആനിൽ മനുഷ്യന് ലഅല്ലക്കും തത്തഖൂൻ, മനുഷ്യൻ സൂക്ഷ്മജ്ഞാനം ഉണ്ടാകാൻ വേണ്ടി ഇറക്കിയ ഈ ഖുർആനിൽ അള്ളാഹ്ക്ക് മാത്രം മനസ്സിലായത് നമുക്ക് എന്താ കാര്യം? അള്ളാഹിന്റെ അടുത്ത് ഉണ്ടായാൽ പോരെ? നമുക്ക് എന്തിനു തന്നു? പിന്നെ ഈ പ്രവാചകന്മാർ എന്തിനാ വന്നത്? നേരെ ഖുർആൻ ഓതിയാൽ മനസ്സിലാക്കുമായിരുന്നെങ്കിൽ
മുഹമ്മദ് നബിയുടെ ആവശ്യം എന്തായിരുന്നു? ഈ മുത്തശാബിഹാത്ത് വിശദീകരിക്കാൻ പറ്റൂലെങ്കിൽ അള്ളാഹ്ക്ക് മാത്രമേ വിശദീകരിക്കാൻ പറ്റൂ, മുഹമ്മദ് നബിക്ക് പറ്റൂലേ? മുഹമ്മദ് നബി വിശദീകരിച്ച് തന്നിട്ടുണ്ടോ? അല്ലെ ഖുർആനിൽ ഏതാ മുത്തശാബിഹാത്ത്? ഞാൻ വിനീതമായി ചോദിക്കുന്നു, ഖുർആനിൽ ഏതൊക്കെയാണ് മുത്തശാബിഹാത്ത്, ഏതെയാണ് മുഹ്കമാത്ത് എന്ന് വേർതിരിക്കൂ. ഖുർആനിൽ അള്ളാഹ്ക്ക് മാത്രം വിശദീകരിക്കാൻ പറ്റുന്ന മുത്തശാബിഹാത്ത് ഏത്? മനുഷ്യന് മനസ്സിലാകാൻ പറ്റുന്ന മുഹ്കമ് അത് ഏത്? ഒന്ന് കൃത്യമായി പറയൂ. നാം മുത്തശാബിഹാത്തിന്റെ പിന്നാലെ പോകണ്ടല്ലോ, കൂട്ടിക്കലർത്തിയോണ്ടല്ലേ മുത്തശാബിഹാത്തിന്റെ പിന്നാലെ പോയത്? മുത്തശാബിഹാത്തും മുഹ്കമാത്തും കൂട്ടിക്കലർത്തിയാൽ ഇതിന്റെ പിന്നാലെ പോകാന്നറിയോ? അപ്പൊ മുത്തശാബിഹാത്ത് ഇന്നതാണ്, നിങ്ങൾ അതിന്റെ പിന്നാലെ പോണ്ട. മുഹ്കം ഇന്നതാണ്, അത് അതിന്റെ പിന്നാലെ നിങ്ങൾ പോയിക്കോളൂ. അത് വറാസിഖൂന ഫിൽ ഇൽമും പിന്നെ അല്ലാത്തവർക്കും പോകാം. കാരണം അത് ചിന്തിച്ചാൽ കിട്ടുന്നതാണല്ലോ. തൈവീര് വേണമല്ലോ, മറ്റേ തൈവീര് വേണ്ടാത്തത് ഇത് ഏതൊക്കെയാണ് ഒന്ന് പറയൂ. ഏതാണത്? റാസിഖൂന ഇൽമേത് 2. അപ്പൊ ഞാൻ സന്ദർഭത്തിൽ നടത്തിയെടുത്തിട്ടില്ല. സൂറത്തു ആൽ ഇംറാനിലെ ഇതിന്റെ തഫ്സീറുകളിൽ ഞാൻ അതിലേക്ക് പോകുന്നു. ഈ ഖുർആൻ തന്നെ കൃത്യമായി വ്യക്തമാക്കി പറയുന്നുണ്ട്. പിന്നെ പുള്ളി പറഞ്ഞത് ലാ തബ്ദീല ലികലിമാത്തില്ല. ഖുർആനിൽ ലോകത്ത് ഒരേ ഒരു ഖുർആൻ ഉള്ളതിന് വ്യത്യസ്ത ഖുർആനാണെന്ന് പറഞ്ഞത് വളരെ വിഡിത്തമാണ്. വിഡിത്തമാണ്. ഞാൻ നിങ്ങളെ മുമ്പിൽ വിഡിത്താന്ന് പറയുന്നു. ഞാൻ തെളിവ് തിരിക്കുന്നു. ആ CD ഉണ്ട്, ആ മുഹമ്മദിന്റെ അപ്പുറത്തുള്ള CD-യിൽ ലിബിയ അല്ല നിങ്ങളെ കൈ തന്നെ ഇരുന്നോട്ടെ. ലോകത്ത് വ്യത്യസ്തമായ ഖുർആൻ എന്നോട് ഇവിടുന്ന് ആവശ്യപ്പെട്ട ഞാൻ കൊടുക്കണമല്ലോ. ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ഈ സദസ്സിന്റെ മുന്നിൽ ഇറങ്ങിപ്പോയിക്കൂടാ എന്ന് എനിക്ക് ബോധമുള്ളത് കൊണ്ടാണ് വ്യത്യസ്ത രീതിയിലുള്ള മാത്രമല്ല ഇതൊന്നും ഏതെങ്കിലും ജൂതന്മാരോ ക്രിസ്ത്യാനികളോ മുൽഹിദുകളോ അല്ലെങ്കിൽ ദൈവനിഷേധികളോ ഉണ്ടാക്കിയതല്ല. അവരവരുടെ രാജ്യത്ത് അവരവർ ഖുർആൻ പഠിപ്പിക്കുന്ന രീതിയാണത്. അതിൻ്റെ ഒരു 1-2 സുഹൃത്തുക്കൾ ബക്കറയുടെ ഫോട്ടോ കോപ്പിയാണ് എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ തരുന്നു. ഇതിൻ്റെ വെബ്സൈറ്റ് അഡ്രസ്സ് ഒക്കെ ഞാനിപ്പോൾ തരുന്നു. വിശ്വാസികൾ ചെയ്തതൊന്ന് പറയട്ടെ. ഈ 7 പാരായണ രീതി മലയാള ഭാഷക്ക് ഇപ്പം മലപ്പുറം ജില്ലക്കാർ പറയുന്ന ഭാഷ കാസർഗോഡ് പറയില്ല, കാസർഗോട്ടുകാരുടെ ഭാഷ അല്ല മറ്റ് വേറെ നാട്ടിൽ. അങ്ങനെ മലയാളം തന്നെ അന്തരമുണ്ട്. അതുകൊണ്ട് അറബി ഭാഷയിൽ ഉമ്മുൽ ഖുറാ മാ ഹൗലഹ ഖുർആൻ ഇറങ്ങിയത് മക്കക്കാർക്കാണ്. ഹിജാസിൻ്റെ ആ ഭാഗത്തുള്ള അറബിയാണെന്ന് കൂട്ടുക. അതിൽ അഭിപ്രായ ഭിന്നതയാണെങ്കിൽ സാരല്ല. അത് തന്നെ അർത്ഥവ്യത്യാസമില്ലാത്ത വ്യാഖ്യാന വ്യത്യാസ സാധ്യത കുറഞ്ഞ അള്ളാഹുവിൻ്റെ കലാമാണ്. ഇത് ഞാനോ നിങ്ങളോ ഉണ്ടാക്കിയ ഒരു ഡയറി അല്ല, ഒരു പുസ്തകമല്ല. മക്കത്ത് മാത്രം അറബികൾക്ക് വേണ്ടി മാത്രമുള്ള കിതാബും അല്ലത്. ലോകത്തെല്ലാവർക്കും വേണ്ടിയുള്ള കിതാബാണ്, എല്ലാവർക്കും വേണ്ടിയുള്ള ഖുർആനാണ്. അതിൽ അങ്ങനൊരു പാഠഭേദമുണ്ട്, ഇങ്ങനൊരു പാഠഭേദമുണ്ട്. നബി സമ്മതിച്ചിട്ടുമുണ്ട്. എങ്കിൽ ആ 7 പാരായണ രീതി ഏതാ നബി പറഞ്ഞു തരട്ടെ. നബി പറഞ്ഞു നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ. നബി പറഞ്ഞു ഈ 7 പാരായണ രീതി ഏതാണത്? ഖുർആനിൽ ഏതെങ്കിലും ഒരു ആയത്തെടുത്തിട്ട് അല്ലെങ്കിൽ 7 പാരായണ രീതി ഒന്ന് ഓതി കേൾപ്പിക്കൂ. 7 രീതി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏതാണ് ആ 7? ഒന്ന് പറഞ്ഞു തരൂ. ഏതായത്തിലാണ് 7 രീതിയിൽ ഓതാൻ പറ്റിയത്? അത് ഏതായത്തിൽ ഖുർആനിൽ എവിടെ ഉണ്ട് 7 രീതിയിൽ ഓതാൻ പറ്റിയത്? പിന്നെ ആയത്തിൻ്റെ വ്യത്യാസം വന്നതുകൊണ്ട് ഇവിടെ അബ്ബാസിയ ഭരണം നോക്കൂ. അഹ്മദ് ബിൻ ഹംബൽ, ഷാഫികൾ, അഷ്അരികൾ, മദ്ഹബിൻ്റെ ഇമാം ഷാഫിൻ്റെ ടീമുകൾ, അബൂ ഹനീഫിൻ്റെ ടീമുകളൊന്നും യുദ്ധം ചെയ്തിട്ടില്ല എന്നാണോ പറയുന്നതെങ്കിൽ അബുൽ അഅ്ല മൗദൂദിയുടെ ഖിലാഫത്തും രാജവാഴ്ചയും എന്ന പുസ്തകമെങ്കിലും വായിച്ചാൽ മുസ്ലിങ്ങൾ യുദ്ധം ചെയ്തിട്ടുണ്ട്. ഖലീഫമാർ യുദ്ധം ചെയ്തിട്ടുണ്ട്. ഖലീഫമാർ എന്ന് പറഞ്ഞാൽ 4 ഖലീഫമാർ തമ്മിലല്ല, ഖലീഫമാരുടെ ഭരണകാലത്ത് മുസ്ലിങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഖുർആനിൻ്റെ അക്ഷരങ്ങളിലല്ല, അതിൽ നിന്ന് രൂപപ്പെട്ട മദ്ഹബുകൾ തമ്മിലുണ്ടായിട്ടുണ്ട് അബ്ബാസിയ ഭരണകാലത്ത്. നമ്മളെ നാട്ടിൽ തന്നെ ഈ ഷാഫിയകളും ഹനഫികളും തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിട്ടുണ്ട്. അത് ഖുർആൻ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അവർ കേവലം ഖുർആനിൻ്റെ ആശയങ്ങൾ വെച്ചുകൊണ്ടായിരുന്നു അവരുണ്ടായിരുന്നത്. അതിന് പ്രചോദിപ്പിച്ചത് ഖുർആനിലെ പാരായണ ഭേദങ്ങൾ 2 മദ്ഹബുകളാക്കി, 2 ചിന്താരീതികളാക്കി എന്നതാണ്. ഞാൻ ഇതൊന്ന് പറഞ്ഞിട്ടേ. സൗദി അറേബ്യയിൽ നോക്കൂ, കിതാബു സബ്അ
ഫിൽ ഖിറാഅത്ത്. 7 പാരായണ രീതി പുള്ളി പറഞ്ഞു. പുള്ളിക്ക് ഒന്ന് ഓതാൻ കിട്ടി ഒന്ന് തരട്ടെ. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കിതാബു സബ്അ ഫിൽ ഖിറാഅത്ത്, ഇബ്നു മുജാഹിദിൻ്റെയാണ് ഈ പുസ്തകം. ഓരോ ആയത്തിലും എങ്ങനെയാണ് ഈ പിന്നെ അഭിപ്രായ ഭിന്നതയുണ്ടായത്, ഇത്തഖിദു മലിക്കിമാർ ഇങ്ങനെ തുടങ്ങി ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് വളരെ വ്യക്തമായി വ്യത്യസ്തമായി പാരായണം ചെയ്യുന്ന രീതി, അതിൻ്റെ അർത്ഥവ്യത്യാസം, അതിൻ്റെ ആശയതലങ്ങളിലുള്ള ഭിന്നത വന്നിട്ടുണ്ട്. ഈ കാണുന്ന പുസ്തകമൊക്കെ തന്നെയാണ് സൗദി അറേബ്യയിലെ വേറൊരു പണ്ഡിതൻ ഖുർആനിലെ ഗ്രാമർ വിഷയക്ക് മാത്രം ഗവേഷണം ചെയ്തിട്ടുണ്ട്. അവരൊക്കെ വിശ്വാസികളാണ്. പക്ഷെ ഖുർആൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഖുർആനിൽ എന്താ അവിടെ അങ്ങനെ ഇവിടെ എങ്ങനെ എന്ന് പഠനത്തിന് വിധേയമാക്കുന്നു. അതിൻ്റെ എന്തൊക്കെ അർത്ഥവ്യത്യാസങ്ങൾ വരുമെന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ ഇവിടെ പുള്ളി ചോദിച്ചത് ഒരു നല്ല ഗ്രന്ഥത്തിൻ്റെ ഒരു അടയാളമാണ്. അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. ഒരു നല്ലൊരു ഗ്രന്ഥത്തിൻ്റെ, ഒരു സാഹിത്യ ഗ്രന്ഥത്തിൻ്റെ ഒരു ലക്ഷണമാണ് ഈ ഭിന്നത എന്ന് പറഞ്ഞത്. അത് അങ്ങനെ എനിക്ക് തോന്നി, പുള്ളി പറഞ്ഞതായിട്ട് അങ്ങനെ തോന്നി. ഈ ഭിന്നതകൾ, ഈ അക്ഷരങ്ങളുടെ പദങ്ങളുടെ ഈ വ്യത്യാസം അതൊരു നല്ലൊരു ഗ്രന്ഥത്തിൻ്റെ ലക്ഷണമാണ്. അങ്ങനെയും ഇങ്ങനെയും വ്യാഖ്യാനിക്കാം, അങ്ങനെയും വായിക്കാം, ഇങ്ങനെയും വായിക്കാം. അതൊരു സാഹിത്യ സൃഷ്ടിയാണ് എന്നാ പുള്ളി പറഞ്ഞത്. ഏത് അടിസ്ഥാനത്തിലാണ് തീരുമാനിച്ചത്? അങ്ങനെയും വായിക്കാം, ഇങ്ങനെയും വായിക്കാം, അർത്ഥം തന്നെ വ്യത്യാസപ്പെടല്ലേ. പിന്നെ പുള്ളി പറഞ്ഞു, ഞാൻ ഓതിയ ആയത്ത് എന്താ വെച്ചാൽ, ഈ കേവലം അക്ഷരങ്ങൾ വളരെ ലളിതമായി മാറ്റിയ ഒരു അക്ഷരം നമുക്കൊക്കെ നിസ്കരിക്കുന്ന ആളുകളാണല്ലോ കൂടുതലുണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ വൈദാക്കും തുമ്മില സ്വലാത്യ സൂറത്തു മാഇദയിലെ ഒളുവിൻ്റെ രൂപം പറഞ്ഞത്. അവിടെ ഒരാൾ സ്ത്രീയെ തൊട്ടാൽ അത് മുറിയും ഒരു മദ്ഹബിൽ, മറ്റൊരു മദ്ഹബിൽ തൊട്ടാലല്ല മുറിയ, ജിമാഅ് ചെയ്താലാണ് മുറിയ. അത് ചില്ലറ കാര്യമല്ല. അതവിടെ പാരായണത്തിൻ്റെ വ്യത്യാസം കൊണ്ട് വന്നതാണ്. അള്ളാഹു ലൗഹുൽ മഹ്ഫൂദിൽ ഇറക്കിയപ്പോൾ തന്നെ കൃത്യമായൊരു പദമായിരുന്നെങ്കിൽ രണ്ടും ശരിയാവില്ല. അത് രണ്ടും എങ്ങനെ ശരിയാവുക? ഒന്നല്ലേ ശരിയാകേണ്ടതുള്ളൂ. രണ്ടും അങ്ങോട്ട് ഇറക്കുമ്പോൾ ഒന്നല്ലേ ശരിയാകേണ്ടതുള്ളൂ. രണ്ടും ശരിയാകുമോ? കാല് കഴുകാന്നും പറയാ, കാല് തുടക്കാന്നും പറഞ്ഞാൽ അതെങ്ങനെ രണ്ടും ശരിയാവുക? അപ്പോൾ ശരി ഒന്നേ ഉണ്ടാകുള്ളൂ. അതേതാണ്? ആരുടെ പക്ഷത്തുള്ളതാണ്? ആര് പാരായണം ചെയ്യുന്ന രീതിയിലുള്ളതാണ്? പിന്നെ പുള്ളി ഈ ഖുർആനിൻ്റെ അമാനുഷിക വൈരുദ്ധ്യമുണ്ടെങ്കിൽ ഇനിയും പറഞ്ഞോളൂ. ഇപ്പോൾ പുള്ളി പറഞ്ഞോടത്തോളം ഞാൻ പറഞ്ഞു, ആ കണക്കിൻ്റെ അത് വൈരുദ്ധ്യമായി നിലനിൽക്കുന്നു, അത് ശരിയായില്ല. 2 ഞാൻ പറഞ്ഞു മുത്തശാബിഹാത്തുകളും തിബിയാനല്ലികുല്ലി ഷൈഇൻ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അത് മനസ്സിലാക്കേണ്ടതുണ്ട്. ആ വാക്കിൻ്റെ ഒരർത്ഥം തിബിയാനല്ലികുല്ലി ഷൈഇൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് നേരെ ഘടകവിരുദ്ധമല്ല. അത് ഒരു സ്ഥലത്ത് തന്നെ പറയണേ രസമുണ്ട്. സൂറത്തു ആലിംറാനിൽ തന്നെ ഒന്ന് മുഹ്കമാണ്, ഒന്ന് മുത്തശാബിഹത്ത്, അങ്ങനെയല്ല പറഞ്ഞത്. ഖുർആനിൽ വേറൊരു സ്ഥലത്ത് ലിസാനുൻ അറബിയ്യുൻ മുബീൻ എന്ന്, അല്ലെങ്കിൽ നസ്സൽനാ അലൈക്കൽ കിതാബ തിബിയാനൻ ലികുല്ലി ഷൈഇൻ, എല്ലാത്തിനും വിശദീകരണമായിട്ടാണ്, കൃത്യതയോടുകൂടിയാണെന്ന് പറഞ്ഞാൽ പിന്നെ കൃത്യത ഇല്ലാത്തതാണെന്ന് ഇവിടെ പറയാൻ പാടില്ല. ഖുർആനിൽ രണ്ടിനും സാധ്യത ഉണ്ടെങ്കിൽ അങ്ങനെ പറയേണ്ട. ഇവിടെ തന്നെ ഈ സൂറത്ത് ആലിംറാനിൽ ആയത്ത് മതിയായിരുന്നല്ലോ. അപ്പുറത്തൊക്കെ വ്യക്തമാണ്, കൃത്യമാണെന്ന് പറയലെങ്ങനെ? ഒരു സൂറത്ത് തുടങ്ങൽ തന്നെ തിൽക ആയാത്തുൽ കിതാബിൽ മുബീൻ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുക. അപ്പോൾ ഒരു സ്ഥലത്ത് കൃത്യത ഉണ്ടെന്ന് പറഞ്ഞു, ഒരു സ്ഥലത്ത് കൃത്യത ഇല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനത് ഭിന്നതയായിട്ട് പറഞ്ഞത്. പിന്നെ ഇനി വേറെയും കുറേ ഉണ്ട്. മക്കാം നോക്കൂ. ഫയൗമഇദിൻ ലാ യുസ്അലു അൻ ദംബിഹി ഇൻസുൻ വലാ ജാൻ. സൂറത്തുർ റഹ്മാനിൽ പറഞ്ഞു, പരലോകത്ത് അള്ളാഹു ആരെയും വിചാരണ ചെയ്യില്ല. ഈ ദിവസം ആരോടും അവരെ ദോഷത്തെക്കുറിച്ച് മനുഷ്യനോടും ജിന്നിനോടും ചോദ്യം ചെയ്യില്ല. വേറൊരു സ്ഥലത്ത്, ഒരു സ്ഥലത്തല്ല കേട്ടോ, ഈ ഇഖ്തിലാഫ് എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് പറഞ്ഞു, വേറൊരു സ്ഥലത്ത് ഫലനസ്അലന്നല്ലദീന ഉർസില ഇലൈഹിം വലനസ്അലന്നൽ മുർസലീൻ, അവിടെ ചോദ്യം ചെയ്യുമെന്ന് പറയുന്നു. എൻ്റെ വൈരുദ്ധ്യം മനസ്സിലായോ? ഒരു സ്ഥലത്ത് എല്ലാവരെയും ചോദ്യം ചെയ്യും എന്ന് പറയുന്നു, വേറൊരു സ്ഥലത്ത്, ഇതിന് തൊട്ടടുത്തല്ല, വേറൊരു സ്ഥലത്ത് ചോദ്യം ചെയ്യില്ല എന്ന് പറഞ്ഞു, ചെയ്യുമെന്ന് പറയുന്നു. ചോദ്യം ചെയ്യുന്നൊരു സ്ഥലത്ത്, ചോദ്യം ചെയ്യില്ല എന്നൊരു സ്ഥലത്ത്. അല്ലെങ്കിൽ മഹ്ശറ എന്ന് പറയുന്നത് തന്നെ ഈ അമാനുഷതക്കെതിരല്ലേ? അമാനുഷതക്കെതിരല്ലേ?
മഹ്ശറ എന്ന് പറയുന്നത് ചോദ്യം ചെയ്യലും ചെയ്യാതിരിക്കലും വൈരുദ്ധ്യം അടക്കട്ടെ. മഹ്ശറ എന്ന് പറയുന്നത് ഒരു ജഡ്ജിക്ക് ഒരു വിചാരണ ചെയ്യുമ്പോൾ ഒരു ജഡ്ജി ഒരു ഹാക്കിം ഒരു വിധി കൽപ്പിക്കുമ്പോൾ എന്താണ് ഫലനസ്അലന്നല്ലദീന ഉർസില ഇലൈഹിം ഇവിടെ മഹ്ശറ ചോദ്യം ചെയ്യലും ഒരു സ്ഥലത്ത് ചെയ്യുമെന്നും ഒരു സ്ഥലത്ത് ചെയ്യൂല എന്നും പറഞ്ഞു. അതാ വൈരുദ്ധ്യം എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഒരു ഹാക്കിം ഒരു വിധികർത്താവ് വിധി കൽപ്പിക്കുന്നത് എങ്ങനെയാണ് അയാൾ വിധി കൽപ്പിക്കുക? അയാൾക്ക് ആരാ നിരപരാധി ആരാണ് അപരാധി എന്ന് തിരിച്ചറിയില്ല. അപ്പം കോടതിയും വക്കീലും എല്ലാവരും വേണം. അള്ളാഹിനെ സംബന്ധിച്ച് എന്തിനാ ചോദ്യം ചെയ്യുന്ന പ്രശ്നം തന്നെ വരുന്നേ? എല്ലാം ഒരുപോലെ അറിയുന്ന നമ്മളെ കണ്ടനാടിയോട് അടുത്ത് നിൽക്കുന്നവനാണ് അള്ളാഹു. നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. നമ്മളെ സൂക്ഷ്മമായി അറിയുന്ന അള്ളാഹു എന്തിനാ വിചാരണ ചെയ്യുന്നത്? അവർക്ക് നമ്മൾ അറിയില്ലേ ഇവൻ കള്ളനാണ് ഇവൻ വ്യഭിചാരിയാണെന്ന് അറിയില്ലേ? പിന്നെ ചോദ്യം ചെയ്യണോ? ഒരാള് സ്വർഗത്തിൽ കിടക്കേണ്ട ആളാന്ന് അള്ളാഹ് കൃത്യമായി ബോധമുണ്ട്, പിന്നെ ഈ ചോദ്യം ചെയ്യണോ? ഈ ചോദ്യം ചെയ്യൽ തന്നെ അള്ളാഹ്ക്ക് യോജിച്ചതാണോ? ഒരാളങ്ങനെ അയാൾക്ക് അറിയില്ലേ? ഏതായാലും അവിടെ കേട്ട ഇതിൻ്റെ വിഷയത ഒരു സ്ഥലത്ത് ചോദിക്കാമെന്ന് മറ്റൊരു സ്ഥലത്ത് ചോദിക്കണ്ട എന്ന് പറയുന്നു. ഒരുപാട് സ്ഥലത്തുണ്ട്. ഇത് ആശയങ്ങൾ വെച്ച് പദങ്ങളിൽ തന്നെ ഇഖ്തിലാഫാത്തുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങൾ അത് നമ്പർ ഞാൻ എഴുതിയിട്ടില്ല. പിന്നെ അപ്പോൾ നമ്മുടെ വിഷയം ഞാൻ വീണ്ടും ഒന്നും കൂടി പറയുന്നു. നമ്മൾ ഇവിടെ തർക്കം എന്ന് പറയുന്നത് ഖുർആനിൽ വൈരുദ്ധ്യമുണ്ടെങ്കിൽ അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. പുള്ളി അവിടെ നിന്ന് സന്തോഷമായിട്ടുള്ളൂ. ഖുർആനിൽ വൈരുദ്ധ്യം ഇല്ല എന്ന് പുള്ളി തെളിയിച്ചാൽ ഞാൻ വീണ്ടും പറയുന്നു, ഞാനത് തിരുത്തി പറയാൻ തയ്യാറാണ്. പുള്ളി പറഞ്ഞതുപോലെ ആദ്യത്തെ ഈ കണക്കിൽ പുള്ളി ആ കണക്കിന്ന് എന്തോ അവിടെ തന്നെ ഒന്ന് വിശദീകരിക്കാം. നമുക്ക് ഓരോന്നോരോന്ന് പോവുക. ഈ കണക്ക് എങ്ങനെ വിശദീകരിക്കുക? ഈ കണക്ക് ഒന്ന് കൃത്യമായി പറഞ്ഞു തന്നാൽ എല്ലാവർക്കും മനസ്സിലാവുന്നതാണല്ലോ. മറ്റേത് എന്താ വെച്ചാൽ കുറേ ആയത്തിൻ്റെ നമ്പർ നോക്കണം. ഈ ഒരു കണക്കതാ ഞാൻ ആദ്യം പറഞ്ഞത്. കണക്ക് പറഞ്ഞത് എന്തിനാൽ ശ്രോതാക്കൾക്കും കൂടിയും ഈ ചർച്ചയിൽ പങ്കുചേർന്ന് ഉൾക്കൊള്ളാൻ പറ്റാൻ വേണ്ടിയിട്ടാണ്. ഈ കണക്കിൽ അള്ളാഹ് കൃത്യമായി ഒരു കണക്ക് പറഞ്ഞു. തിൽക ഹുദൂദുല്ലാഹ്, അള്ളാഹിൻ്റെ കണക്ക് കൃത്യമാണ്. അള്ളാഹ് മനുഷ്യൻ പയച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ വിശദീകരിച്ച് തരുന്നതെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ് വിശദീകരിച്ച ഒരു കണക്ക് പ്രകാരം ഒരു സ്ത്രീ മരിച്ചപ്പോൾ ഭർത്താവിന് പകുതി കിട്ടണം എന്നല്ല പറഞ്ഞു, പകുതി കൊടുക്കണമെന്ന് പറഞ്ഞു. ഇവിടെ പകുതി കൊടുക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? 2 സഹോദരിമാരുണ്ട്. സഹോദരിമാർക്ക് 2/3 കൊടുത്താൽ, ഞാൻ സംഖ്യയും പറഞ്ഞു 6000. ഈ 6000-ൽ ഈ 6000 ഉറുപ്പ്യൻ്റെ 2/3 എത്രയാണ്? 6000 ഉറുപ്പ്യൻ്റെ സുലുസാനി എത്രയാണ്? 6000 ഉറുപ്പ്യൻ്റെ നിസ്ഫ് എത്രയാണ്? അതൊന്ന് ഓരി വെച്ചാൽ തിരക്കടില്ലായിരുന്നു എന്ന് ഞാൻ വീണ്ടും അത്, കാരണം നമ്മുടെ മനുഷ്യൻ്റെ ഫറായിദിനെ കുറിച്ചിട്ട് ഈ അനന്തരാവകാശത്തെക്കുറിച്ച് നബി പറഞ്ഞെന്താ അറിയോ? ഫതഅല്ലമുൽ ഫറായിദ വഅല്ലമുഹന്നാസ. നിങ്ങൾ ഫറായിദ് പഠിക്കുക, അത് സമൂഹത്തെ പഠിപ്പിക്കുക. കാരണം അത് പഠിപ്പിക്കേണ്ട ഇസ്ലാം ദീൻ്റെ പകുതി ജ്ഞാനമാണ്. നിസ്ഫുൽ ഇൽമി അറിവിനെ പകുതിയാക്കിയാൽ അനന്തരാവകാശം മാത്രം പഠിക്കാനുണ്ടെന്നാണ് നബി പഠിപ്പിച്ചത്. അതുകൊണ്ട് തഅല്ലമുൽ ഫറായിദ വഅല്ലമുഹന്നാസ. അതുകൊണ്ടാണ് ഞാൻ അതുമ്പോൾ തന്നെ ഫറായിദിൻ്റെ കണക്ക് കൃത്യമായാൽ അറിവിൻ്റെ പകുതി പൂർണ്ണമായി. അതുകൊണ്ടാണ് ഞാൻ ഈ കണക്ക് ആദ്യം തന്നെ ഉദ്ധരിച്ചത്. ഓക്കെ സുഹൃത്തുക്കളെ, സംവാദം എന്തോ ഇങ്ങനെ ഒരു കല്ലിന് ചുറ്റും കറങ്ങുന്ന മാതിരി പുതിയ വിഷയങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നാസിഖ് മൻസൂഖ് അദ്ദേഹം പറഞ്ഞു, മാ നൻസഖു മിൻ ആയത്തിൻ നുൻസിഖ. നസ്ഖ് ഖുർആനെക്കുറിച്ച് ഖുർആൻ വിജ്ഞാനം പഠിച്ചിട്ടുള്ളവർക്കറിയാം, അത് പൂർവ്വ വേദങ്ങളെക്കുറിച്ചാണ്. ഖുർആൻ നസ്ഖ് ചെയ്യുന്നു എന്ന് പറയുന്നത് പൂർവ്വ വേദങ്ങളെക്കുറിച്ചാണ്. രണ്ടാമത് അദ്ദേഹത്തിൻ്റെ ചോദ്യം, ഖുർആനിൽ ദുർബലപ്പെട്ട വിധികൾ എന്തിനാണ് നിലനിർത്തുന്നത് എന്നതാണ്. ആ വിധികൾ പ്രസക്തമാകുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾ പിന്നെയും ഖുർആനിൽ സമ്പൂർണമായി അസാധുവായൊരു വാചകമില്ല. മറിച്ച് ഒരു സന്ദർഭത്തിൽ അത് പ്രസക്തമാകും, മറ്റൊരു സന്ദർഭത്തിൽ അത് അപ്രസക്തമായി തീരും. ഇതൊക്കെ ഉലൂമുൽ ഖുർആൻ അറിയുന്ന ആളുകൾക്ക് വളരെ കൃത്യമായി അറിയുന്ന കാര്യമാണ്.
പിന്നെ നമ്മുടെ നേരത്തെ അറാസിഖൂന ഫിൽ ഇൽമ് എന്ന വിഷയം അദ്ദേഹം വീണ്ടും വിശദമായി ഞാൻ അതിലേക്ക് നേരത്തെ പറഞ്ഞതാണ്, വീണ്ടും പറയാം. പിന്നെ ഹുവല്ലദീ അൻസല അലൈക്കൽ കിതാബ മിൻഹു ആയാത്തും മുഹ്കമാത്ത്, ഞാനാണ് നിങ്ങൾക്ക് സുവ്യക്തമായ ഗ്രന്ഥം അവതരിപ്പിച്ചത്. മിൻഹു ആയാത്തും മുഹ്കമാത്തുൻ ഹുന്ന ഉമ്മുൽ കിതാബ്, അതാണ് ഗ്രന്ഥത്തിൻ്റെ കേന്ദ്രം. വൗഹർ മുതശാബിഹാത്തുൻ, സദൃശ്യമായ വചനങ്ങളും അതിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഫഅമല്ലദീന ഫീ ഖുലൂബിഹിം സൈഉൻ ഫയത്തബിഊന മാ തശാബഹ മിൻഹു ഇബ്തിഗാഅൽ ഫിത്നതി വബ്തിഗാഅ തഅവീലിഹി വമാ യഅലമു തഅവീലഹു ഇല്ലല്ലാഹ്. എന്നിട്ട് അദ്ദേഹം മറ്റത് വിടുന്നു, വറാസിഖൂന ഫിൽ ഇൽമ്, ഈ വിജ്ഞാനത്തിൽ അല്ലാഹുവിനും വിജ്ഞാനത്തിൽ അഗാധജ്ഞാനമുള്ളവർക്കും, ഇൽമ് എന്ന് പറയുന്നത് ഇസ്ലാമിൽ വിശ്വാസവുമായിട്ട് കൂടി ചേർന്ന ഒന്നാണ്. അതുള്ളവർക്കാണ് അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ അറിയുക. യഖൂലൂന, അങ്ങനെയുള്ള വിജ്ഞാനവും വിശ്വാസവുമുള്ളവർ അവർ പറയും, റബ്ബന യഖൂലൂന ആമന്നാ ബിഹി കുല്ലും മിൻ ഇൻദി റബ്ബിന. മുതശാബിഹാത്തും മുഹ്കമാത്തും രണ്ടും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ളതാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇത് അള്ളാഹുവിന് മാത്രമേ അറിയൂ എന്ന് പറയുന്നത് ഒന്ന് ഖുർആൻ്റെ ആയത്തുകളിൽ നിന്ന് തന്നെ ശരിയല്ല. രണ്ടാമത്തത്, ഏതാണ് മുത്തശാബിഹാത്ത് ഏതാണ് മുഹ്കമാത്ത് അതൊന്ന് വ്യക്തമാക്കിക്കൂടെ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അത് വളരെ വ്യക്തമാണ്. ഇത് ഖുർആൻ പഠിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായ കാര്യങ്ങളാണ്. മുഹ്കമാത്ത് എന്ന് പറയുന്നത് ഒരാൾ ജീവിതത്തിൽ പിന്തുടരേണ്ട കാര്യങ്ങളാണ്. മുത്തശാബിഹാത്ത് എന്ന് പറയുന്നത് ഗൈബിയായ അദൃശ്യമായ കാര്യങ്ങളാണ്. അദൃശ്യമായ കാര്യങ്ങൾ ഉണ്ട്, മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കും അതിൻ്റെ നീൾച്ചകളായ ഉപകരണങ്ങൾക്കും മനസ്സിലാക്കാൻ കഴിയാത്ത എന്നാൽ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുണ്ട്, അതിൻ്റെ പരാമർശങ്ങൾ ഖുർആനിലുണ്ട്. അതിൻ്റെ മുഴുവൻ വിശദാംശങ്ങളും മനുഷ്യന് ഗ്രഹിക്കുക സാധ്യമല്ല. മനുഷ്യന് ഗ്രഹിക്കാൻ കഴിയാത്ത ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ ഭൂമുഖത്തുണ്ട്, മനുഷ്യൻ്റെ ശരീരത്തിൽ തന്നെയുണ്ട്. അതുകൊണ്ട് അതിനെയാണ് ഇതിനെ അള്ളാഹുവിന് വ്യക്തമാക്കിയാൽ പോരെ എന്ന് ചോദിക്കുന്നത് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ലാത്തൊരു ചോദ്യമാണ്. മുത്തശാബിഹാത്തും മുഹ്കമാത്തും ഉണ്ട്. അതിൽ മുഹ്കമാത്തിനെ പ്രായോഗികമായി ജീവിതത്തിൽ പിന്തുടരുകയും അഭൗതിക യാഥാർത്ഥ്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും ആ യാഥാർത്ഥ്യങ്ങളാണെന്ന് അംഗീകരിക്കുകയും അതിനെ പിന്തുടരുകയും ചെയ്യുക എന്നതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നൊരു കാര്യം. അന്ധമായി പിന്തുടരുക എന്നതല്ല, അഭൗതിക യാഥാർത്ഥ്യങ്ങൾ ഉണ്ട് എന്നതിന് നിരവധി മനുഷ്യൻ്റെ ബുദ്ധിക്ക് തന്നെ നിരക്കുന്ന പ്രമാണങ്ങൾ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ അമാനുഷികത തന്നെ അതിലൊന്നാണ്. അതേപോലെ പ്രവാചകൻ്റെ വ്യക്തിത്വം, പ്രവാചകൻ്റെ നുബുവ്വത്ത്, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പ്, അതിൻ്റെ പിന്നെ യുക്തിഭദ്രത, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ അതിനു വേണ്ടി ചൂണ്ടിക്കാണിക്കുന്നു. രണ്ടാമത്തെ, ഖലീഫമാർ യുദ്ധം ചെയ്തിരുന്നു. നേരത്തെ ചൂണ്ടിക്കാണിച്ച പല കാര്യത്തിനും അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല. റജ്മിൻ്റെ ആയത്തുണ്ട് എന്ന് ബുഖാരിയിലില്ല എന്ന് ഞാൻ പറഞ്ഞു, എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല. രണ്ടാമത്തത്, ഖലീഫമാരുടെ കാലത്ത് യുദ്ധം നടന്നിട്ടുണ്ട്. ഖുർആൻ്റെ എന്തിനാണ് നമ്മളിങ്ങനെ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നത്? ഇസ്ലാമിന് യുദ്ധം നടന്നു എന്ന് പറയാൻ വേറെ ഒരുപാട് പാരായണ ഭേദങ്ങളുടെ പേരിലല്ല യുദ്ധങ്ങൾ നടന്നിട്ടുള്ളത്. പാരായണ ഭേദങ്ങൾ ദൈവികമായ ഒരു കാര്യമാണ്. ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകന് പല രീതിയിൽ എന്നാൽ അനന്ത വൈവിധ്യങ്ങളിലല്ല പല വിധങ്ങളിൽ ഓതിക്കൊടുത്തിട്ടുണ്ട്. അത് പ്രവാചകൻ തന്നെ ഓതറൈസ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ പട്ടികയാണ് ഉപരാവശ്യപ്പെട്ട് ചില കാര്യങ്ങൾ അദ്ദേഹം തന്നെ ഇവിടെ വായിച്ചു. ലാമസ്തുമിന്നിസാനെ കുറിച്ച് മൂപ്പര് പറഞ്ഞു. അത് ലാമസ്തുമിന്നിസാ എന്ന് തന്നെയാണ്. ഇത് ഭയങ്കര ഗുരുതരമായ പ്രശ്നമാണ് എന്നാണ് മൂപ്പര് പറയുന്നത്. ലാമസ്തുമിന്നിസാൻ്റെ വ്യാഖ്യാനം ഒന്ന് കേവല സ്പർശവും വികാരത്തോടെയുള്ള സ്പർശവും വേറെ ഒന്ന് ലൈംഗിക ബന്ധവുമാവും. ഇവിടെ തർക്കമില്ലാത്ത ഒരുപാട് കാര്യമുണ്ട്. അള്ളാഹ് ഉണ്ട് എന്നുള്ളത് തർക്കമില്ല, 5 നിസ്കാരം ഉണ്ടെന്ന് തർക്കമില്ല, ആ നിസ്കാരത്തിന് വധു ഉണ്ട് എന്നുള്ളത് തർക്കമില്ല. ആ വധു ചെയ്ത ഒരാൾ, ആ വധുവിൻ്റെ കൈഫിയത്തിൽ തർക്കം ഉണ്ടാകാം. ആ വധു ചെയ്ത ഒരാളുടെ വധു എങ്ങനെയാണ് നഷ്ടപ്പെടുക? അത് പിന്നെ സ്ത്രീയെ തൊട്ടാൽ നഷ്ടപ്പെടുമോ, അതല്ല വികാരത്തോടെ തൊട്ടാലാണോ നഷ്ടപ്പെടുക, അല്ല ലൈംഗികത്തിൽ ഏർപ്പെട്ടാലോ നഷ്ടപ്പെടുക? ഇത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുരുതര പ്രശ്നം അല്ല. ഇത് മതത്തിനകത്ത് അനുവദനീയമായ ഈ 3 വിശ്വസിക്കുന്നവരും അദ്ദേഹം 4 മദ്ഹബുകളുടെ പേരൊക്കെ പറഞ്ഞ് ഇവിടെ ഒരു പുകമറ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ മദ്ഹബ് തമ്മിലുള്ള ബന്ധം എന്താ? യുദ്ധത്തിൻ്റെ ബന്ധം.
ചരിത്രത്തിൽ എവിടെയെങ്കിലും യുദ്ധങ്ങൾ മദ്ഹബിൻ്റെ പേരിലല്ല ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു സ്ഖലിതം, തെറ്റ് മാത്രമാണ്. മദ്ഹബിൻ്റെ ഇമാമുകൾ പരസ്പരം ആദരിച്ചവരും ബഹുമാനിച്ചവരും മാനിച്ചവരും എല്ലാമായിരുന്നു. പരസ്പരം ഒരാളുടെ അഭിപ്രായം നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റൊരാളുടെ അഭിപ്രായം അത് പ്രാക്ടീസ് ചെയ്യുക പോലും ചെയ്തിട്ടുള്ള ആളുകളാണ് മദ്ഹബിൻ്റെ ഇമാമുകൾ എന്ന് കാണാൻ കഴിയും. ഒറ്റ ഉദാഹരണം മാത്രം അദ്ദേഹം പറഞ്ഞതുകൊണ്ട് മൊത്തം ഈ ചർച്ചയിൽ വലിയ പ്രസക്തമൊന്നുമല്ല, ഒറ്റ ഉദാഹരണം മാത്രം ഞാൻ അതിനു വേണ്ടി പറയാം. സുബഹി നമസ്കാരം, പ്രഭാത നമസ്കാരം. പ്രഭാത നമസ്കാരത്തിൽ മതത്തിൻ്റെ വിശദാംശങ്ങളാണ്. രണ്ടാമത്തെ റക്അത്തിൽ കുനൂത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന സുബഹി നമസ്കാരത്തിൽ മാത്രമായിട്ടില്ല, അത് വേറെ ചില സന്ദർഭത്തിൽ എല്ലാ നമസ്കാരത്തിലുമാണ് എന്നതാണ് ഹനഫി മദ്ഹബുകാരുടെ വീക്ഷണം. ഷാഫി മദ്ഹബുകാരുടെ വീക്ഷണം സുബഹിയിൽ കുനൂത്തുണ്ട് എന്നാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വീക്ഷണം അതാണ്. ഇമാം ഷാഫിയും ഹനഫിയും ഗുരുവും ശിഷ്യന്മാരുമാണ്. ഇമാം അബൂ ഹനീഫയുടെ ഹനഫിയുടെ പള്ളിയിൽ, കൂഫയിലെ പള്ളിയിൽ ഇമാം ഷാഫി ഒരിക്കൽ സുബഹിക്ക് ചെല്ലുന്നു. അദ്ദേഹത്തെ ഇമാമായിട്ട് നമസ്കരിപ്പിക്കുന്നു. അദ്ദേഹം കുനൂത്ത് ഓതാതെ ഗുരുവിൻ്റെ അഭിപ്രായ പ്രകാരം നമസ്കരിക്കുന്നു. അതേക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അങ്ങനെ ചെയ്യാം, അത് അദ്ദേഹത്തെ മാനിച്ചുകൊണ്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അങ്ങനെ പരസ്പരം മാനിക്കുകയൊക്കെ ചെയ്യാവുന്ന വൈജ്ഞാനികമായ അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമാണത്. അതിനെത്രയോ ഉദാഹരണങ്ങൾ, ഉദ്ധരണികൾ നിരത്താൻ കഴിയും. അത് ചർച്ചയിലെ ഒരു മുഖ്യ പക്ഷേ അദ്ദേഹം നിരന്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇത് വമ്പിച്ച കലാപങ്ങൾ ഉണ്ടാക്കുന്നു, ഇത് ബുദ്ധിപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ, അതിൻ്റെ പേരിൽ ബുദ്ധിപരമായ ചർച്ചകളും സംവാദങ്ങളുമാണ് ഇസ്ലാമിൻ്റെ നല്ല കാലങ്ങളിൽ നടന്നിട്ടുള്ളത്. മതത്തിൽ പലതരത്തിൽ അപഭ്രംശങ്ങൾ സംഭവിക്കുമ്പോൾ അതിൻ്റെ പേരിൽ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേരിൽ മാത്രമല്ല, പലതിൻ്റെയും പേരിൽ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിശദാംശത്തിലും അള്ളാഹ്ക്ക് തന്നെ എല്ലാം കൂടി ഒറ്റ നിലപാടാക്കിക്കൂടായിരുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ചോദ്യം. നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ആവർത്തനമാണ്. ഇതിന് ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞതാണ്. ഇസ്ലാമിന് ചില അടിസ്ഥാനങ്ങളുണ്ട്, അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്ന ജമാഅത്തും മുജാഹിദും സുന്നിയും എല്ലാം അംഗീകരിക്കുന്ന, അതുകൊണ്ടാണ് അവരെല്ലാം പരസ്പരം മുസ്ലിങ്ങളാണ് എന്നും ഇസ്ലാമാണ് എന്നും പറയുന്നത്. വിശദാംശങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട്. ഇതൊക്കെ ഒറ്റ അഭിപ്രായമാകണം എന്ന് അള്ളാഹു തീരുമാനം. നമ്മളത് അള്ളാഹ്ക്ക് കേസ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ കൂടി ഒറ്റ അഭിപ്രായം, ഏത് വിശദാംശത്തിലും ഒറ്റ അഭിപ്രായമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു, മനുഷ്യൻ്റെ ബുദ്ധിക്ക്, ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു അംഗീകാരമാണത്. അങ്ങനെ അംഗീകാരമൊന്നും കൊടുക്കാൻ പാടില്ല. ഞങ്ങൾ യുക്തിവാദികൾ, യുക്തിയുടെ റിസൾട്ട് ഒറ്റൊന്നായിരിക്കും, ഇതുപോലെ ഒറ്റൊന്നായിരിക്കണം, മോഡേൺ സയൻസ് പോലെ എന്നൊക്കെ ഒരാൾ ചാട്യം പിടിച്ചാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു മതമാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നതാണ്. വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ ഉണ്ടാകാം, ആ വ്യാഖ്യാനങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായി ഒരേ ആശയത്തിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നതാണ് ഇസ്ലാമിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്. മുത്തശാബിഹാത്തൊക്കെ പറഞ്ഞു തിബിയാനൻ ലിക്കുല്ലി ഷൈൻ, എല്ലാം വിശദീകരിച്ചു എന്ന് പറയുന്നു. എന്നിട്ട് ചിലത് അവ്യക്തമായി നിൽക്കുന്നു എന്നും പറയുന്നു. അത് അവ്യക്തമല്ല. മനുഷ്യന് തന്നെ പരിമിതികളുണ്ട്. പക്ഷേ മനുഷ്യന് അങ്ങനെ തനിക്ക് പരിമിതികളുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് സാമാന്യമായി മനുഷ്യർക്കുണ്ട്. പലപ്പോഴും യുക്തിവാദികളുമായി നമുക്ക് ഏറ്റവും കൂടുതൽ ഇടയേണ്ടി വരുന്ന ഒരു പോയിന്റ് ഇതാണ്. മനുഷ്യന് പരിമിതിയുണ്ട്. ഒരു വ്യക്തിക്കല്ല, മനുഷ്യൻ എന്ന ആ വിഭാഗത്തിന് പരിമിതിയുണ്ട്. അവനെ എല്ലാം മനസ്സിലാക്കാൻ, എല്ലാത്തിൻ്റെയും എല്ലാ വിശദാംശങ്ങളും മനസ്സിലാക്കാൻ കഴിയുകയില്ല. അതേസമയം ആ പരിമിതി ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ മനുഷ്യന് സാധിക്കും. ആളുകൾ വ്യത്യാസപ്പെടുന്നത് തന്നെ പരിമിതി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നവർ, അതിനപ്പുറത്തൊരു അസ്തിത്വമുണ്ട് എന്ന് മനസ്സിലാക്കുന്നവർ വിശ്വാസികളും. അങ്ങനെ മനുഷ്യനൊരു പരിമിതിയുമില്ല, മനുഷ്യൻ തന്നെയാണ് പരമമായത് എന്ന് വിശ്വസിക്കുന്നവർ യുക്തിവാദികളുമായി തീരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടൊരു പുതിയ കാര്യമല്ല എന്നതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ എന്തിനാണ് വിചാരണ എന്നതാണ് അടുത്തൊരു ചോദ്യം. അള്ളാഹ് എന്തിനാണ് വിചാരണ നടത്തുന്നത്? അള്ളാഹ്ക്കെല്ലാം അറിയുകയില്ലേ? ഇത് കുറച്ചുകൂടി വിപുലമായി അദ്ദേഹം ചോദിക്കും. ഖദർ ഖലാവുമായിട്ട്, വിധി നിർണയവുമായി ബന്ധപ്പെട്ട് ചോദിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടി വിശദാംശങ്ങൾ ഞാൻ പറയാം. ഇപ്പോൾ ചോദിച്ചതിന് മാത്രം മറുപടി പറയാം. ദൈവത്തിനെന്തോ അറിയാനല്ല ദൈവം വിചാരണ നടത്തുന്നത്, മറിച്ച് മനുഷ്യരെ തന്നെ, കുറ്റവാളിയെ എന്തിനാണ് ഒരു ജഡ്ജിക്ക് അറിയാം. ഒരു കോടതിയിൽ വരുന്ന കേസിൽ ജഡ്ജിക്ക് കൃത്യമായിട്ട് അറിയാം, അയാളുടെ അന്വേഷണത്തിലൂടെ അയാൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. വിചാരണ നടത്തിയിട്ടില്ലെങ്കിലും അയാൾക്കറിയാം ആരാണ് കുറ്റവാളി എന്ന്. എന്നാൽ പിന്നെ അയാളെ ശിക്ഷിച്ചാൽ പോരെ എന്നല്ലോ. അല്ലാണ്ട് അടുത്ത് പോട്ടെ, ലോകത്തിൻ്റെ കാര്യത്തിൽ പോലും ആരും ചോദിക്കൂല.
ജഡ്ജിക്കെല്ലാം അറിയാമാണെങ്കിലും 100% വസ്തുനിഷ്ഠമാണെങ്കിലും വിചാരണ നടക്കുക. എന്താ വിചാരണ തടവുകാർ എന്നൊരു വിഭാഗമുണ്ട് ലോകത്ത്. എന്തുകൊണ്ടാണ് അവരുടെ മനുഷ്യാവകാശത്തിനോടൊക്കെ നമ്മൾ സംസാരിക്കുന്നത്? വിചാരണ നടക്കണം, വിചാരണ നടത്താതെ തടവിലിടുക, അല്ലെങ്കിൽ വിചാരണ അനന്തമായി നീട്ടിക്കൊണ്ടുപോയി തടവിലിടുക, ഇത് ശരിയല്ല. ആളെ കൃത്യമായി വിചാരണ ചെയ്ത് അത് ബോധ്യപ്പെടുത്തി, പട്ടാള കോടതിയിൽ വിചാരണ ചെയ്താൽ പോലെ സിവിൽ കോടതിയിൽ വിചാരണ ചെയ്ത് അയാളുടെ കാര്യങ്ങൾ അയാൾക്ക് ബോധ്യപ്പെട്ടാലും ഇല്ലെങ്കിലും ആ പ്രോസസ്സ് പൂർത്തിയാക്കി എന്നിട്ട് വേണം ശിക്ഷിക്കാനെന്നത് ലോകത്ത് യുക്തിവാദികൾ പോലും അംഗീകരിക്കുന്ന ഒരു സാമാന്യ മര്യാദ. മര്യാദ എന്തിനാ പടച്ചോൻ പാലിക്കുന്നത്? പടച്ചോൻ അങ്ങോട്ട് നിഷ്ഠൂരമായി ചെയ്താൽ പോരെ എന്ന് ചോദിക്കുന്നതിന് പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ആയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു, ആയത്ത് കണ്ടാൽ ഞാനതിൻ്റെ ഖുർആനിൽ ഒരു സ്ഥലത്ത് വിചാരണ ഉണ്ട് എന്ന് പറഞ്ഞു, വേറെ സ്ഥലത്ത് വിചാരണ ഇല്ല എന്ന് പറഞ്ഞു എന്നൊരു സംഭവം. പിന്നെ അനന്തരാവകാശത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഞാൻ അനന്തരാവകാശ വിദഗ്ധനല്ല. മതത്തിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ മതം വലിയൊരു വിജ്ഞാന ശാഖയാണ്. അതിൻ്റെ ഓരോ വിജ്ഞാനത്തിലും എല്ലാവരും പിന്നെ എക്സ്പെർട്ടുകളായിക്കൊള്ളുന്നില്ല. പിന്നെ ആ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, അതിലെന്തെങ്കിലും വിഷയമുണ്ട് പിന്നീട് തിരുത്തിക്കാം. പിന്നെ വലക്കും നിസ്ഫു മാ തറക്ക അസുവാജുക്കും ഇല്ലയ്യക്കും ലക്കുന്ന വലതും, ഭർത്താവ് വലക്കും നിസ്ഫു മാ തറക്ക അസുവാജുക്കും, നിങ്ങളുടെ ഭാര്യമാർ ഉപേക്ഷിച്ചതിൽ നിങ്ങൾക്ക് പകുതിയുണ്ട്. ഇല്ലം യക്കും ലക്കുന്ന വലതും, അവർക്ക് മക്കളില്ല, ആരുമില്ലാത്ത ഒരവസ്ഥ. അവിടെ സഹോദരിമാരുടെ കാര്യം പറയുന്നില്ല. മറ്റേ സൂറത്തുൽ നിസായിലെ അവസാന ഭാഗത്ത് കലാലത്തിൻ്റെ കാര്യം പറയുന്നിടത്ത് അവിടെ സഹോദരിമാരുള്ള അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ സഹോദരിമാരുടെ വിധിയുമാണ് പറയുന്നത്. ഇത് രണ്ടും ചേർത്തല്ല, ഇത് രണ്ടും വ്യത്യസ്ത വിധികളായിട്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അത് രണ്ടും വരുന്ന അവസ്ഥയെക്കുറിച്ചുള്ളൊരു വിധി വിശുദ്ധ ഖുർആൻ പറയുന്നില്ല. രണ്ടും രണ്ട് വിധികളായിട്ടാണ് പറയുന്നത്. ഇനി അതിൻ്റെ അനന്തരാവകാശ മസല എന്താണ് അറിയേണ്ടതെന്ന് ആണെങ്കിൽ അനന്തരാവകാശ വിദഗ്ധരെ കൊണ്ട്, ഞാൻ അനന്തരാവകാശ വിദഗ്ധനല്ല, അതിവിടെ ക്ലിയർ ചെയ്യിക്കുവാനും ഞാൻ സന്നദ്ധനാണ്. അതാണ് വലിയ ലോകത്തിലെ ഏറ്റവും വലിയൊരു ഖുർആൻ്റെ വൈരുദ്ധ്യത്തിന് തെളിവ് എങ്കിൽ അനന്തരാവകാശ മസല സങ്കീർണമായ മസലയാണ്. വിധി അത് ഞാൻ ക്ലിയർ ചെയ്തു തരാം. ഖുർആനിൽ അങ്ങനെ ഒരു വൈരുദ്ധ്യമില്ല. ഖുർആൻ ഒന്നിൻ്റെ വിധി ഒരിടത്തും മറ്റൊന്നിൻ്റെ വിധി മറ്റൊരിടത്തും പറയുകയാണ് ചെയ്തിട്ടുള്ളത്. വിനയവും തായ്മയും പുള്ളി അറിയിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഫറായിദ് എന്ന കാര്യം അത് പഠിച്ചിട്ട് പറയാം എന്നാണ് പുള്ളി പറഞ്ഞത്. പക്ഷേ പുള്ളി രണ്ട് സ്ഥലത്താണ് ആ വിധി. അതായത് ഒരു സ്ഥലത്ത് സൂറത്തുൽ നിസാഇൽ തന്നെ പിന്നെ 112 അല്ല 176 വിധിയും, സൂറത്തുൽ നിസാഇൽ തന്നെ 12 മറ്റൊരു വിധിയും, അങ്ങനെ രണ്ട് വിധിയാണ് എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ളതെങ്കിൽ, സ്വത്ത് ഒരാൾ മരിച്ചും സ്വത്ത് വെക്കുമ്പോൾ അന്നേരത്തല്ലേ ഈ എല്ലാ വിധിയും ബാധകമാകണ്ട്. ഒരാൾ മരിച്ചു, ഞാനത് പുള്ളി അത് പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതൽ പോകുന്നില്ല. പുള്ളി പറഞ്ഞു അത് അന്വേഷിച്ച് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനത് കൂടുതൽ അതന്നെ പറയാൻ പാടില്ലല്ലോ. ഏതായാലും പുള്ളി മനസ്സിലാക്കിയത് ഒന്ന്, അത് രണ്ട് സ്ഥലത്തുള്ള വിധിയാണ്. രണ്ട് സ്ഥലം എന്ന് പറയുന്നത് സഹോദരിമാരുള്ളപ്പോൾ ഒരു വിധിയും, പിന്നെ മക്കളില്ലാതെ ഭർത്താവ് മാത്രമായ അവസ്ഥയിലും അങ്ങനെ ഒരു അവസ്ഥയില്ല. ഭർത്താവ് ഉണ്ടാവുന്നു, ആ സമയത്ത് തന്നെ സഹോദരിമാരും ഉണ്ടാകുന്നു, അപ്പം തന്നെയാണ് ആ വിധി. അല്ലാതെ ഒരു സ്ത്രീ മരിച്ചു, രണ്ട് സഹോദരിമാർ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല എന്ന് കിട്ടുക, ആ സന്ദർഭത്തിൽ ഇറങ്ങിയ ആയത്തല്ല. അല്ലെങ്കിൽ ഒരു സ്ത്രീ മരിച്ചു, ആരുമില്ല, ഭർത്താവ് മാത്രമേ ഉള്ളൂ, ഇങ്ങനെ രണ്ട് സന്ദർഭങ്ങളിലല്ല. ഒരു സ്ത്രീ മരിച്ചു, ആ സ്ത്രീക്ക് അവകാശികളായിട്ട് ആരൊക്കെയുണ്ട്, അല്ലെങ്കിൽ ഒരാൾ മരിച്ചു, അയാൾക്ക് അവകാശികളായിട്ട് ആരൊക്കെയുണ്ട്, അതിന് ഖുർആനിൽ എവിടെയൊക്കെ ആയത്തുണ്ടോ ആ ആയത്തൊക്കെ കൂടി ഒന്നിച്ച് നിന്ന് അത് കൂട്ടുകയും കുറക്കുകയും ചെയ്തിട്ടാണ് ഓഹരി സ്വത്ത് വരേക്കൽ. അല്ലാതെ ഒരാൾക്ക് മാത്രം ഒരായത്ത് കണ്ടെത്തി അതോടുകൂടി വിധി തീരല്ല. ഏതായാലും പുള്ളി അതിനെക്കുറിച്ച് അന്വേഷിച്ച് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ പിന്നാലെ പോകുന്നില്ല. പിന്നെ പുള്ളി പറഞ്ഞു ഈ മുഹ്കമാത്തും മുത്തശാബിഹാത്തും എങ്ങനെയാണ് അറിയുക. അതിന് പുള്ളി ഒരു വിശദീകരണം പറഞ്ഞത്, ഒന്ന് പുള്ളി പറഞ്ഞു അറിവ് എന്നൊക്കെ പറയുമ്പോൾ വിശ്വാസവുമായി ബന്ധപ്പെട്ട അറിവാണ്. അങ്ങനെയാണ് ഈ മക്കയിലെ മുശ്രിക്കുകളൊക്കെ ആദ്യം തന്നെ ഈമാൻ സ്വീകരിച്ചിട്ടാണോ അവരോട് ഖുർആൻ ഓതിയത്? അറിവ് എന്ന് പറയുന്ന സാധനം പുള്ളി പറഞ്ഞു അറിവെന്ന് പറഞ്ഞാൽ ഈമാനുമായി ബന്ധപ്പെട്ടുള്ള ഒരു അറിവാണ്. അങ്ങനെയാണെങ്കിൽ മക്കയിലെ മുശ്രിക്ക് നബി വന്നിട്ട് ഇങ്ങനെ ഖുർആൻ ഓതി കൊടുക്കുമ്പോൾ അവരൊക്കെ മുശ്രിക്കുകളല്ലേ, ബഹുദൈവ വിശ്വാസികളല്ലേ, അവർക്കല്ലേ ഖുർആൻ ഓതി കൊടുത്തത്. അപ്പോൾ അറിവ് എന്നുള്ളത് വിശ്വാസം ഉണ്ടാക്കാനും വർദ്ധിക്കുവാനും ഒക്കെ ഉള്ള സംഗതിയാണ്. ഖുർആൻ ഈമാൻകാരൊക്കെ വന്ന് അതല്ല ഈമാൻകാരൊക്കെ പഠിപ്പിക്കുന്നത്.
അപ്പം അറിവ് എന്ന് പറയുന്ന ഈമാനുമായിട്ടാണ് എന്ന് പറഞ്ഞത് ഏതർത്ഥത്തിലാണെന്ന് മനസ്സിലായില്ല. 2, പിന്നെ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, മുത്തശാബിഹാത്ത് എന്ന് പറഞ്ഞാൽ അദൃശ്യമായ ജ്ഞാനം, അതാണ് ഈമാൻ കാര്യം. അന്ധനെ സംബന്ധിച്ചിടത്തോളം നട്ടുച്ചയും കൂരാകൂരിരുട്ടു സമല്ലേ. കണ്ണൊട്ടനെ സംബന്ധിച്ചിടത്തോളം മോൻക്ക് പിന്നെ ഉച്ചയായാൽ എന്താ, രാത്രി ആയാൽ എന്താ. അപ്പം അതല്ലല്ലോ. എന്നാൽ അങ്ങനെയാണ് നൂട്ടുക. ഖുർആൻ അങ്ങനെ മാത്രം പറഞ്ഞ് നിർത്തിയിട്ടില്ല. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കുന്നില്ലേ, ആലോചിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചാൽ വൈബിൽ വിശ്വസിച്ചാൽ പിന്നെ ചോദ്യത്തിന് എന്ത് പ്രസക്തിയുണ്ട്? ചിന്തിക്കാൻ പറഞ്ഞാൽ, ആലോചിക്കാൻ പറഞ്ഞാൽ ആലോചിക്കണ്ടേ, ചിന്തിക്കണ്ടേ? അന്ധമായി വിശ്വസിച്ചാൽ മതിയോ? പിന്നെന്തായി ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ പ്രസക്തി എന്താണ്? ആലോചിക്കണം എന്ന് പറഞ്ഞതിന് പ്രസക്തി എന്താണ്? പിന്നെ പുള്ളി പറഞ്ഞു, ഖദറുമായി ബന്ധപ്പെട്ട് വിഷയം വന്നാലേ ആ കാര്യം ഉത്തരം പൂർണ്ണമാകൂ എന്ന് പറഞ്ഞു. എന്താണ് ഖദർ? ഖുർആന് ഞാൻ മൊത്തത്തിലൊന്ന് പറയട്ടെ. ഖുർആൻ പറയാണ്, ഈ ഖുർആൻ കൊണ്ട് യുദില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറ. ഖുർആൻ കൊണ്ട് കുറേ ആൾക്കാർ ഹിദായത്തിലാകും, കുറേ ആൾക്കാർ ലലാലത്തിലുമാകും. ഖുർആൻ ഇറക്കി അള്ളാഹു പറയുന്നത് ഖുർആൻ കൊണ്ട് കുറേ ആൾക്കാർ മോശമാവും, കുറേ ആൾക്കാർ നന്നാകും. ഈ ഒരാൾ കുറേ മാത്രല്ല, ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഇഹിം വഅലാ അബ്സ്വാരിഹിം ഗിശാവ. അള്ളാഹ് പറയുന്ന ചില ഖതമല്ലാഹു അലാ ഖുലൂബിഹിം, സത്യം അന്വേഷിക്കാതിരിക്കാൻ വേണ്ടി ഓല ഹൃദയത്തിന് സീല് വെച്ചിട്ടുണ്ട്, ചെവിക്ക് സീല് വെച്ചിട്ടുണ്ട്, ഓല കണ്ണിന് സീല് വെച്ചിട്ടുണ്ട്. അതായത് സത്യം അന്വേഷിക്കാൻ ഒരു പഴുതുമില്ല, ചിന്തിച്ച് കണ്ടെത്താൻ ഒരു മാർഗമല്ല. അള്ളാഹ് സീല് വെച്ചിട്ട് അള്ളാഹ് പറയാ യുദില്ലു ബിഹി കസീറ വയഹ്ദി ബിഹി കസീറ. ചില ആൾക്കാർ ഖുർആൻ കൊണ്ട് വഴിവെക്കും, ഖുർആൻ കൊണ്ട് നന്നാകും. അള്ളാഹ് സീല് വെച്ചിട്ട് ഞങ്ങൾ നന്നാകാതെ പോയാൽ ഞങ്ങളെന്ത് ഉത്തരവാദിയാ? ഇപ്പം ഞാൻ മോശക്കാരനായ, ഞാൻ ഒരു സ്വതന്ത്ര ചിന്താഗതിക്കാരനായ ഉത്തരവാദി ആരാ? അള്ളാഹ് എൻ്റെ ഹൃദയത്തിൽ സീല് വെച്ചിട്ടുണ്ട്. അള്ളാഹ് തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ ആരാകണമെന്ന്. ഓലക്കത് നോക്കൂ, ഖുർആൻ പറയും അഫ്ഹമഹ ഫുജൂറഹ വതഖ്വാഹ ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. അല്ലാഹ് പറയാണ്, ചില ആൾക്കാരെ അല്ലാഹ് ഫുജൂർ തമ്മാടികളും ചില ആളുകളും നല്ല ആളുകളുമാക്കും. ഈ നല്ല ആളാക്കിയ ആള് പിന്നെ വിചാരണ ചെയ്യാൻ പാടുണ്ടോ? ഒരാളെ ഹൃദയത്തിന് അല്ലാഹ് സീല് വെച്ചു, പിന്നെ അയാൾ എങ്ങനെ സത്യം മനസ്സിലാക്കും? നമ്മൾ ചിന്തിക്കുന്നതും അല്ലാഹ് മനുഷ്യന് സ്വാതന്ത്ര്യം പോലും കൊടുത്തിട്ടില്ല. യഖ്ലുഖു വയഖ്താറു, നമ്മളുടെ ചിന്ത, നമ്മളുടെ എല്ലാം അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്. പിന്നെങ്ങനെ നമുക്ക് നേരാകാൻ കഴിയുക? എൻ്റെ ചിന്ത അള്ളാഹു നിയന്ത്രിക്കുകയാണ്. എൻ്റെ സ്വാതന്ത്ര്യം യഖ്ലുഖു വയഖ്താറു, എൻ്റെ ഇഖ്തിയാറും അള്ളാഹ് സൃഷ്ടിച്ചതാണ്, ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളും അള്ളാഹ് സൃഷ്ടിച്ചതാണ്. പിന്നെ എങ്ങനെയാണ് ഞാൻ നേരാവുക? ഇതാണ് ഖദർ. ഖദർ എന്ന് പറഞ്ഞ നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണ്. ഇതിനല്ലേ ഈമാൻകാരെ 6 എന്ന് പറയാ, ഇതല്ലേ ഖദർ? ഇത് നിങ്ങൾ നോക്കൂ, അള്ളാഹ് എന്നെ പേയപ്പിച്ചു എന്ന് ഞാൻ പറയുന്നു. എന്താ കാരണം? അള്ളാഹ് എന്നെ 4-ാം മാസം തന്നെ, ഇമാം മുസ്ലിമിൻ്റെ ഹദീസിലുണ്ട്, നിങ്ങളെ ആദ്യം തന്നെ രക്തക്കട്ട, പിന്നെ മാംസപിണ്ഡം, ഇങ്ങനെ വന്നിട്ട് 4 മാസം കഴിയുമ്പോൾ, 40 ദിവസം കഴിയുമ്പോൾ വയുർസിലു ഇലൈഹിൽ മലക്കു, അതിലേക്കൊരു മലക്കിനെ നിയോഗിക്കും. ഫയൻഫഖു ഫീഹി റൂഹ, ആ മലക്കിന് നിർദ്ദേശം റൂഹിനെ ഊതാൻ. അവിടെ വെച്ചിട്ട് അല്ലാഹ് തീരുമാനിക്കുകയാണ് ബിഅർബഇ കലിമാത്തിൻ, 4 കാര്യങ്ങൾ. ഇവൻ ശഖിയോ സഈദോ, നിർഭാഗ്യവാനോ ഭാഗ്യവാനോ, അവൻ ആരായിരിക്കണമെന്ന് അള്ളാഹു 4-ാം മാസം തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് സ്വതന്ത്രമായി ചിന്തിക്കാൻ കഴിയോ? നന്നാവാൻ കഴിയോ? ഞാൻ ആരാകണമെന്ന് 4-ാം മാസം അള്ളാഹ് കണക്കാക്കിയിട്ടുണ്ട്.
മാത്രമല്ല ഇതിൻ്റെ എല്ലാം നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. എനിക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ പറയുന്നത്, ഞാൻ എല്ലാം ചെയ്യുന്നത് അള്ള കണക്കാക്കിയതനുസരിച്ച് ചെയ്യാണ്, എൻ്റെ ഇഷ്ടത്തിനല്ല. അത് അള്ള ഖുർആനിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒരു അള്ളാഹു തന്നെ പറയണോക്കൂ, യുദില്ലു ബിഹി കസീറ വയഹ്ദി ബിഹി കസീറ. ചില ആളുകൾ സന്മാർഗത്തിലാകും, ഈ ഖുർആനെ കൊണ്ട് ചില ആൾക്കാർ വഴിപയച്ചു പോകും. ഈ വഴിപയപ്പിച്ചതാരാ? അതാണ് എനിക്കറിയേണ്ടത്. ഇതിന് ഉത്തരവാദി ഞാനല്ല. കാരണം എൻ്റെ 4-ാം മാസം കണക്കാക്കിയത് അള്ളാഹുവാണ്, ഈ പറയുന്നത് അള്ള കണക്കാക്കിയതാണ്. ഞാനെന്ത് ഉത്തരവാദിയാ? അപ്പം ഖദറിൻ്റെ രീതിയിൽ ചിന്തിച്ചാലും ഉത്തരം പറയുമെങ്കിൽ അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. മാത്രമല്ല ഖുർആൻ ഓതിയാൽ പുള്ളി പറഞ്ഞു മുഹ്കമാത്തും മുത്തശാബിഹാത്ത് ഏതാണെന്ന് അറിയില്ല. നബിക്ക് വേണ്ടി മാത്രമുള്ള ആയത്തുകൾ ഇന്ന് ഖുർആൻ എടുത്ത് നിങ്ങളൊന്ന് ഓതി നോക്കൂ. നബിക്ക് വേണ്ടി മാത്രമുള്ള ആയത്ത് ഖുർആനിലുണ്ട്. വംറഅത്തുൻ മുഅ്മിനത്തുൻ ഇൻ വഹബത് നഫ്സഹാ ലിനബിയ്യിൻ ഇൻ അറാദൻ നബിയ്യു അൻ യസ്തൻകിഹഹാ ഖാലിസതൻ ലക മിൻ ദൂനിൽ മുഅ്മിനീൻ. സൂറത്തു അഹ്സാബിലെ 50-ാമത്തെ ആയത്ത്. ഒരു വിശ്വാസിയായ സ്ത്രീ, ഒരു മുഅ്മിനത്തായ ഒരു സ്ത്രീ വന്നിട്ട് നബിയെ നിങ്ങൾക്ക് എൻ്റെ ശരീരം ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ മുഹമ്മദിൻ്റെ ഭാര്യയായി മാറി. ഇത് വേറെ മുസ്ലിങ്ങൾക്ക് അത് ബാധകമല്ല. നബിക്ക് മാത്രം പ്രത്യേകമായ ഒരു നിയമം. ഇന്നെന്തിന് നമ്മൾ ഖുർആനിൽ വേണം? മുഹമ്മദ് നബിക്ക് മാത്രമായതാണ് ചെവി പറഞ്ഞു കൊടുത്താൽ പോരായിരുന്നോ? ലോകത്തന്നെ എല്ലാവർക്കും ബാധകമായ ഖുർആനിൽ മുഹമ്മദ് നബിക്ക് മാത്രം ബാധകമായ ഒരു വചനം എന്താണത്? ഒരു സ്ത്രീ വന്നിട്ട് പറയുന്നു, നബിയെ എൻ്റെ ശരീരം നിങ്ങൾക്ക് ഞാൻ ദാനം ചെയ്തിരിക്കുന്നു. ഇൻ വഹബത് നഫ്സഹാ ലിനബിയ്യിൻ. നബി അവളെ വിവാഹം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ തിരക്കടില്ല. പക്ഷെ അത് ഖാലിസതൻ ലക്, നബിക്ക് മാത്രം ബാധകമായതാണ്. മിൻ ദൂനിൽ മുഅ്മിനീൻ, മറ്റൊരു വിശ്വാസികൾക്ക് അത് ബാധകമല്ല. വേറെ വിശ്വാസികൾക്ക് ബാധകമല്ലാത്ത നബിക്ക് മാത്രം പ്രത്യേകതയുള്ള ഈ കല്യാണം നമുക്കിന്ന് അങ്ങനെ പെണ്ണെട്ടാൻ പറ്റുമോ? ഏതെങ്കിലും പെണ്ണ് വന്നിട്ട് എന്നോട് ഇന്നെ ദാനം ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്കത് സ്വീകരിക്കാൻ പറ്റുമോ? എങ്കിൽ ഈ ആയത്തിന് പ്രസക്തിയുണ്ട്. നബിക്ക് മാത്രമായ കാര്യമാണെങ്കിൽ പിന്നെ എന്തിനെതിര് പറഞ്ഞു? പിന്നെ നബി ഖുർആന് മുഹമ്മദ് നബിനെ നിയോഗിച്ചത് മസലുല്ലദീന ഹുമ്മിലു തൗറാത്ത്, പിന്നെ സൂറത്തു ജുമുഅയിൽ നബിനെ പറ്റി പറഞ്ഞു. നബിനെ നിയോഗിച്ചത് ഉമ്മിയീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. നബിനെ നിയോഗിച്ചത് മനുഷ്യരെ പഠിപ്പിക്കുവാനാണ്, മാർഗദർശനം കാണിച്ചു കൊടുക്കുവാനാണ്. ആ നബിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ജനങ്ങളോട് കൽപ്പിക്കുന്നതൊന്നും നബിക്ക് സ്വന്തം ജീവിതത്തിൽ വരുമ്പോൾ അവിടെ അയവ് വരുത്തുന്നതും ഖുർആനിൽ കാണാൻ പറ്റും. ഞാനൊരു ഉദാഹരണം പറയാം. തുർജി മൻ തശാഉ മിൻഹുന്ന വതുഉവി ഇലൈക മൻ തശാ, അഹ്സാബിൽ തന്നെ. വമൻ ഇബ്തഗൈത മിമ്മൻ അസൽത ഫലാ ജുനാഹ അലൈക. നോക്കൂ, നമുക്ക് 4 കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 4 അടച്ചാ മസ്ന വസുലാസ വറുബാ, ഈ 2 3 4. ഓക്കെ, അങ്ങനെ ചെയ്താൽ നിങ്ങൾ ഭാര്യമാരോട് നീതിയിൽ വർത്തിക്കണം എന്ന് പറഞ്ഞിട്ട് നബിൻ്റെ വിവാഹത്തിൽ, നബിയുടെ കല്യാണത്തിൽ, നബി ധാരാളം വിവാഹം കഴിച്ച ഈ പ്രവാചകൻ ഈ എണ്ണത്തിൽ പരിമിതപ്പെടുത്തിയിട്ടില്ല. അത് വേറെ. ഈ പറഞ്ഞ ഈ 2 3 4 എന്ന് പറഞ്ഞാൽ 4 എങ്കിൽ നബി അത് പരിമിതപ്പെടുത്തിയിട്ടില്ല. അല്ല ഈ 2 ഈ 2 എന്ന് പറഞ്ഞാൽ 4, 3 പറഞ്ഞാൽ അതിനെ 3 ഓഹരി എന്ന് പറഞ്ഞൊക്കെ അറിയാലോ. 4 ആ രീതിയിലാണെങ്കിൽ നബി മാതൃക കാണിച്ചിട്ടുണ്ട്. ഏതായാലും അവിടെ നീതിയിൽ വർത്തിക്കണം, നീതിയിൽ വർത്തിക്കരുത് എന്നുള്ളിടത്ത് മുഹമ്മദ് നബി സമൂഹത്തോടെല്ലാവരോടും ഭാര്യമാരോട് നീതി പാലിക്കണം, അതിന് കഴിയുന്നവർ കെട്ടിയാൽ മതി എന്ന് ഖുർആനിലുണ്ട്. നബിൻ്റെ വിവാഹ ജീവിതം വരുമ്പോൾ തുർജി മൻ തശാഉ മിൻഹുന്ന വതുഉവി ഇലൈക മൻ തശാ വമൻ ഇബ്തഗൈത മിമ്മൻ അസൽത ഫലാ ജുനാഹ അലൈക. നബിൻ്റെ ഭാര്യമാർ
ഒരാൾ അകന്നുപോയി, ഒരാളെ വേണമെങ്കിൽ മാറ്റി നിർത്താം, ഇഷ്ടമുള്ളവരെ സ്വീകരിക്കാം, അകറ്റിയവരെ തന്നെ വീണ്ടും സ്വീകരിക്കാം. അത് നബിക്ക് പ്രത്യേകം ഒന്നുമില്ല, നബിൻ്റെ ഇഷ്ടത്തിന് ചെയ്താൽ മതി. മിമ്മൻ തശ, കുറേ ഭാര്യമാരുള്ളവരെ കൂട്ടത്തുനിന്ന് കുറച്ചാളെ വേണമെങ്കിൽ ഇന്ന് രാത്രി വേണമെങ്കിൽ മാറ്റി നിർത്താം, വേറൊരു പെണ്ണിനെ സ്വീകരിക്കാം, അല്ലെങ്കിൽ മാറ്റി നിർത്തിയവളെ വീണ്ടും സ്വീകരിക്കാം. നമുക്കാണെങ്കിൽ 4 കല്യാണം കഴിച്ചവർ കൃത്യമായി അതിൻ്റെ ഡേറ്റ് പാലിക്കണം, കൃത്യമായി നീതി പാലിക്കണം. അത് പാലിക്കാത്തതിന് നമുക്കറിയാം സൂറത്തു തഹരീം അതിൻ്റെ ആമുഖത്ത് ആയത്തിറങ്ങിയത് എന്തിനാ? സഫിയയും നബിൻ്റെ മറ്റൊരു അടിമസ്ത്രീയും തമ്മിലുള്ള ഒരു സന്ദർഭത്തിലാണ് ഈ ആയത്തിറങ്ങുന്നത് തന്നെ. ഏതായാലും അവിടെ കേട്ടെ. അപ്പോൾ നബിക്ക് മാത്രം നബിയുടെ ജീവിതത്തിൽ വരുമ്പോൾ മാതൃകയാക്കാതിരിക്കുകയും ഉൾക്കൊള്ളാതിരിക്കുകയും സമൂഹത്തോട് പറയുമ്പോൾ പിന്നെ നിങ്ങൾ നീതി പാലിക്കണം എന്ന് പറയും ചെയ്യുന്നത് അങ്ങനെ ഖുർആനിലുണ്ടായാൽ വിഷമല്ലേ? ഇങ്ങനെയൊക്കെ തോന്നുമ്പോഴാണ് ഇതൊരു മാനുഷികമായ ഗ്രന്ഥമാണെന്ന് തോന്നിപ്പോകുന്നത്. ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് കൃത്യമായി എല്ലാവർക്കും പ്രായോഗികമായി എല്ലാവർക്കും വേണ്ട ചെയ്യാം. മുഹമ്മദ് നബിൻ്റെ സ്വന്തം താല്പര്യത്തിനനുസരിച്ച് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം. ഇവിടെ ഒരു ധാരണപ്പശകാണ്, എനിക്ക് റൈബാണ്. മുഹമ്മദ് നബി ഈ ഖുർആൻ ഉപയോഗിച്ചിട്ട് മൂപ്പർക്ക് അനുസരിച്ചിട്ട് വ്യാഖ്യാനിക്കുന്നുവോ എന്നെനിക്ക് തോന്നലാണ്. അതുകൊണ്ട് നമ്മുടെ ചർച്ചയിൽ നമുക്ക് വീണ്ടും പങ്കെടുക്കാം. ഈ ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത് പഠനമാണ് മാത്രമാണ് കേട്ടോ. അല്ലാതെ ഞാനിപ്പോൾ മുഹമ്മദ് നബിയെക്കുറിച്ച് പറയുന്നതും ഖുർആനിനെ കുറിച്ച് പറയുന്നതും ഖുർആനെ നിന്ദിക്കുവാനോ മുഹമ്മദ് നബിനെ കൊച്ചാക്കാനോ അല്ല. ഖുർആനിനെ ആശയതലത്തിൽ നിന്നുകൊണ്ട് വിമർശനവും വിശകലനവും ചെയ്യുന്നത് അത് പഠനാർഹമാവാനും സത്യം കണ്ടെത്താനും വേണ്ടി മാത്രമാണ്. ആ രീതിയിലായിരിക്കണം ഈ ചർച്ചയെ കാണേണ്ടത്.